ഇവിടെ കവറാങ്ങില്ല കവറാങ്ങില്ല ഒരു ദിവസം ഉണ്ട് ഉണ്ടല്ലോ ഒരു മാസം അത് പിന്നെ എടുക്കാം കുറച്ച് സ്റ്റേ അല്ലേ ഓണായില്ലേ ഓം ഗുരുചരണം ശരണം. തണുപ്പുണ്ടോ? ഹലോ, എന്തൊരു മൂടോട്ടായിട്ടിരിക്കുന്നു. തുടങ്ങാൻ വൈകിട്ടാ അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. നമ്മളെ വളരെ മഹത്തായിട്ടുള്ള ഒരു പരിപാടി. അത് 18 എന്ന് പറഞ്ഞാൽ തന്നെ പ്രാധാന്യമുണ്ട് അല്ലേ? അങ്ങനെയല്ലേ? അപ്പൊ ഒരു ശാഖയുടെ 18ാം വാർഷികം എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം. ധാരാളം ആളുകൾ ഇനി വരും. ഇവിടെ സ്ഥലം തികയാതിരിക്കാനുള്ള സാധ്യതയില്ല. ആ ബാക്കിൽ കസേര ഉണ്ടോ? ഉണ്ട്. ഏതായാലും നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന ശാഖയുടെ ആദരണീയനായ പ്രസിഡന്റ് വത്സൻ പൂവത്താൻ അവർ, അതുപോലെ നമ്മുടെ പരിപാടിയിൽ സംബന്ധിക്കുന്ന നമ്മുടെ യൂണിയന്റെ ബഹുമാനായിട്ടുള്ള പ്രസിഡന്റ് മാഷ പേര് കണ്ടുപിടിക്കട്ടെ, നോക്കില്ല. ജനാർദ്ദന മാഷ പേരൂടെ ഉണ്ടല്ലോ അല്ലേ? ആ ഇതാണ് ഇവിടെ ജനാർദ്ദന മാഷ്. നമ്മൾ കുടുംബയോഗം ആയതുകൊണ്ട് എന്തും പറയാമല്ലോ അല്ലേ? കുഴപ്പമില്ലല്ലോ. അപ്പൊ ജനാർദ്ദന മാഷ്, പിന്നെ സെക്രട്ടറി കൃഷ്ണമാഷ പ്രസിഡന്റ് അല്ലേ? ആ സെക്രട്ടറി ജനാർദ്ദന മാഷ് യൂണിയൻ ആ ബാംഗ്ലൂർ യൂണിയൻ പ്രസിഡന്റ് ഞാൻ നോക്കുന്നത്. ആദ്യം അവരെയാണല്ലോ പറയേണ്ടത്, നമ്മുടെ നേതാവല്ലേ. അതുപോലെ സെക്രട്ടറി, അതുപോലെ മറ്റൊരു യൂണിയൻ പ്രസിഡന്റ് കൂടി ഇരിപ്പുണ്ടല്ലോ, കണ്ടായിരുന്നോ? നിങ്ങൾ അറിയുന്ന ആളാണോ? ഇല്ലേ? നിങ്ങൾ അറിയില്ല? തലശ്ശേരി. അദ്ദേഹത്തിന്റെ പേര് ജിതേഷ് വിജയൻ എന്നാണ്. നല്ല പേരല്ലേ? ആ, നിങ്ങളിതൊന്നും ഉണ്ടാകുന്നത്. ആ, അദ്ദേഹമാണ് എന്നെ അവിടുന്ന് കൂട്ടി കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിച്ചത്. അപ്പൊ അതുപോലെ സുരേഷ് കുമാർ ഉണ്ട്. അതുപോലെ സ്വാഗതം പറഞ്ഞ അവിടെ പ്രിയപ്പെട്ട സെക്രട്ടറി, ശാഖയുടെ പ്രിയങ്കരനായ സെക്രട്ടറി കൃഷ്ണൻ അവർകൾ. ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും. ഒരു പ്രാർത്ഥന ചെല്ലിയ കുട്ടി, അത് SSLC ആണോ +2 ആണോ? SSLC ++. അപ്പൊ സംഗീതത്തിൽ ++ ഇല്ലേ? നല്ല ഭംഗിയായി ദൈവദശകം ചൊല്ലിയില്ലേ? എല്ലാവരും കേട്ടായിരുന്നോ? വൈകി പോയവർക്ക് നഷ്ടമല്ല. അപ്പൊ എന്ത് പറയാന്? പക്ഷെ ഇടയ്ക്ക് ചൊല്ലുന്നതായിരിക്കും ഇവിടെ നമ്മുടെ പരിപാടികൾക്കൊക്കെ. ആ, എനിക്ക് മാത്രമേ പരിചയക്കുറവുള്ളൂ. ഏതായാലും ഇനി ആരുടെയെങ്കിലും പേര് വിട്ടുപോയെന്നറിയില്ല, അത് പിന്നെ പറയാം. പോരെ? അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഓം ഗുരുചരണം ശരണം. പറഞ്ഞതുപോലെ വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ചടങ്ങ് നമ്മളിവിടെ ഈ ശാഖയുടെ 18ാം വാർഷികം ആഘോഷിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നല്ല വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്നുണ്ട് അല്ലേ? ഇല്ലേ? കുട്ടികൾ എത്ര പേരും കൈവക്കാവും? അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെ ഈ പരിപാടികളനുബന്ധിച്ച് കുട്ടികളെ വിളിച്ച് ആദരിക്കുന്നതിൽ ആദ്യം നമ്മുടെ സന്തോഷം നമുക്ക് പങ്കുവെക്കാം അല്ലേ? ശരിയാണോ? അത് എന്തുകൊണ്ടാണെന്ന് കുട്ടികൾക്ക് മനസ്സിലായോ? എല്ലാ പരിപാടികളിലും കുട്ടികൾക്കാണ് പ്രാധാന്യം. പ്രത്യേകിച്ച് നന്നായി പരീക്ഷ എഴുതി വിജയിക്കുന്ന കുട്ടികൾക്കൊക്കെ എല്ലാവരും ആദരവ് കൊടുക്കാം. ഫ്ലക്സിലൊക്കെ കാണാം അല്ലെ? ബോർഡൊക്കെ വെക്കാറില്ലേ? നിങ്ങളുടെ എവിടെ വെച്ചിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ കാണുന്നില്ലേ? നിങ്ങളിങ്ങനെ തിരിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങൾ ജയിച്ചവരാണ്, കണ്ടില്ലേ? ശരിയാണോ? പൂർവ്വം സന്തോഷമില്ല. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഗഡയിൽ എന്തോന്ന് കുടുങ്ങിയതാ. അപ്പൊ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നേടിയത്. ഞങ്ങളെങ്ങനെ അനുമോദിക്കേണ്ട ഒരു കടമയല്ലേ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടല്ലേ? ഇങ്ങനെ അല്ല പിന്നെ ഞങ്ങൾ എത്ര ഉറക്കളച്ചാണെന്നറിയാവോ? മാതാപിതാക്കളുടെ എത്ര ചീത്ത കേട്ടാണെന്നറിയാവോ? ഞങ്ങൾ മൊബൈൽ കാണാൻ സമ്മതിച്ചിട്ടില്ല, TV കാണാൻ സമ്മതിച്ചില്ല, കല്യാണത്തിന് കൊണ്ടുപോയില്ല. ഇതാ നോക്കി മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ സന്തോഷമായില്ലേ? അപ്പൊ എന്തിനാണ് മാതാപിതാക്കൾ നിങ്ങളെ നിയന്ത്രിച്ചതെന്ന് വല്ല മനസ്സിലായോ? നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി. പിന്നെ എന്തിനാണെന്ന് വെച്ചാൽ ഇത് പറഞ്ഞു വരുമ്പോൾ ഞാൻ ഇത് കുട്ടികൾ ഉള്ളതുകൊണ്ട് ഒരു വിഷയം മാറ്റി പറയാം. കുട്ടികൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഗുരുദേവൻ പറഞ്ഞതുപോലെ തന്നെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള പുരോഗതിക്കും ആദ്യം വേണ്ടത് അറിവാണ് അല്ലേ? ഗുരുദേവൻ പറഞ്ഞതെന്നറിയാം, അറിവും സംഘടനയും ഉണ്ടായാൽ ബാക്കിയൊക്കെ തനിയെ വന്നോളൂ. ശരിയാണോ? വിദ്യാഭ്യാസവും സംഘടനയും ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ തനിയെ വന്നോളൂ. അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാലോ അല്ലെ? നിങ്ങൾ വന്നിട്ട് പറയാൻ വേണ്ടി ഞാൻ കാത്തു നിൽക്കുകയാണ്. ആ പിന്നെ അല്ലാണ്ട് ഇനി ആരും വരാണ്ടോ? ഓരോരുത്തർക്കും വന്നോട്ടെ അല്ലേ? സന്തോഷം ആൾ കൂടുന്നതനുസരിച്ച് സന്തോഷം ഇങ്ങനെ കൂടും. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. SNDP യോഗത്തിന്റെ ഒരു മുൻ പ്രസിഡന്റിനെ ഉദാഹരിച്ചാൽ നല്ലതാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ പേര് CR കേശവൻ വൈദ്യർ എന്നാണ്. കേട്ടിട്ടുണ്ടോ? നമ്മുടെ SNDP യോഗമല്ലേ? യോഗത്തിന്റെ പ്രസിഡന്റുമാരിൽ ഒരാളുടെ പേരാണ് CR കേശവൻ വൈദ്യർ. അദ്ദേഹത്തിന്റെ സോപ്പായിരുന്നു ചന്ദ്രിക സോപ്പ്. ചന്ദ്രിക സോപ്പ് കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഉണ്ട്, അത് ഇപ്പോഴുണ്ട്. ഇപ്പൊ പക്ഷെ അദ്ദേഹത്തിന്റെ അല്ല, അത് വേറെ വിപ്രോ ഏതൊരു കമ്പനിക്ക് വിറ്റെന്നാണ് ഞാൻ കേട്ടത് അല്ലേ?
അപ്പോൾ അദ്ദേഹം ആദ്യം അധ്യാപകനായിരുന്നു. കോട്ടയം ജില്ലയിലെ രാമപുരം സ്വദേശിയാണ്. അധ്യാപകനായിരുന്നു എന്ന് പറഞ്ഞാൽ അക്കാലത്ത് അധ്യാപകർക്ക് ശമ്പളം തീരെ കുറവായിരുന്നു. അതൊന്നും ഈ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് അറിയില്ല, വളരെ കുറവ്. അപ്പോൾ വീട്ടുകാര്യങ്ങളൊന്നും മുന്നോട്ട് പോകില്ല, ആകെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഉണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല. അത് അവിടുന്ന് നേരെ പുറപ്പെട്ട് എത്തിച്ചേർന്നത് ഇരിഞ്ഞാലക്കുടയാണ്. ഇരിഞ്ഞാലക്കുട എന്ന് കേട്ടല്ലോ. ഇരിഞ്ഞാലക്കുടക്കാരനായിട്ടുള്ള സിനിമാ താരത്തെ അറിയാം, മരിച്ചുപോയി. വെച്ചിട്ട് അറിയില്ല, ഇന്നസെന്റ്. ആ ഇരിഞ്ഞാലക്കുട വന്നിട്ട് അദ്ദേഹം ഒരു വൈദ്യരുടെ കൂട്ടത്തിൽ നിന്നു. ഈ വൈദ്യര് ഒരു നാട്ടുവൈദ്യർ, അവിടെ നിന്ന് വൈദ്യമൊക്കെ പഠിച്ചു. പിന്നെ ഈ വൈദ്യർക്ക് വയസ്സായപ്പോൾ ഈ നമ്മുടെ ഈ CR കേശവൻ, അപ്പോഴത്തേക്കും CR കേശവൻ വൈദ്യരായി മാറി, വൈദ്യശാലയിൽ നിൽക്കുന്നത്. അവിടെ നിന്ന് ആദ്യം ഉണ്ടായിരുന്ന വൈദ്യരുടെ കയ്യിൽ ഒരു സോപ്പ് നിർമ്മാണം ഉണ്ടായിരുന്നു. ഈ സോപ്പ് നിർമ്മിക്കുന്നത് എന്ത് ചെയ്യുന്നറിയാമോ, ഈ നമ്മുടെ കേശവൻ വൈദ്യരെ ഏൽപ്പിച്ചു. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ അറിവുണ്ടായതുകൊണ്ട് ഇതെങ്ങനെ വികസിപ്പിക്കാം, ഇതിന്റെ കച്ചവടം എങ്ങനെ കൂട്ടാം, മാർക്കറ്റിംഗ് തന്ത്രം, പുതിയ പുതിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങളില്ലേ, അത് അദ്ദേഹത്തിന് ബോധ്യം ഉണ്ടായത് വിദ്യാഭ്യാസം കൊണ്ടാണ്. അദ്ദേഹം അതിന് കണ്ടുപിടിച്ചൊരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉദാഹരണമായിട്ട് നമ്മുടെ ഈ അങ്ങാടിയിൽ വരിക എന്ന് വിചാരിക്കാം. രണ്ടാളെ അങ്ങാടിയിലേക്ക് പറഞ്ഞു വിടും ആദ്യം. എന്നിട്ട് ആ കടയിൽ കയറിയിട്ട് ചോദിക്കും, ചന്ദ്രിക സോപ്പ് ഉണ്ടോ, ചന്ദ്രിക സോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കും. ആ കാലത്ത് ചന്ദ്രിക സോപ്പ് കേട്ടിട്ട് പോലുമില്ല. അപ്പൊ ഈ കടയിലുള്ള ആള് പറയാ, ചന്ദ്രിക സോപ്പോ ഇവിടെയൊന്നും ഇല്ല എന്നാണ്. അപ്പൊ അവര് അയ്യേ, എല്ലാവരും ഉപയോഗിക്കുന്ന സോപ്പാണ് ചന്ദ്രിക സോപ്പ്, ഇവിടെ ഇല്ല, ഇത് എന്തൊരു നാടാണ്, ചന്ദ്രിക സോപ്പ് ഇല്ല അവിടെ, ഇങ്ങനെ ചോദിക്കാം. അപ്പൊ ഈ കച്ചവടക്കാരൻ ഇങ്ങനെ അല്ലോ, ഇതെന്താ സംഭവം ഇങ്ങനെ. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും 2 ആൾ വരും. ഈ 2 ആൾ വന്നിട്ട് പിന്നെ ചോദിക്കും ചന്ദ്രിക സോപ്പ് ഉണ്ടാവും. അപ്പൊ ഓരോ എന്ത് പറയും, അയ്യോ ഇവിടെ ഇല്ലല്ലോ. ഇവർ പിന്നെ പറയും, ഇതെന്തൊരു നാടാണ്, ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന ചന്ദ്രിക സോപ്പാ, ഇവിടെ ഇല്ല, കഷ്ടാട്ടോ. അങ്ങനെ അവർ തിരിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരാൾ ബസ്സിൽ വന്നിറങ്ങും, തലയിൽ ഒരു പെട്ടി ഉണ്ടാവും, അലുമിനിയം പെട്ടിയില്ലേ പണ്ടത്തെ, ഈ അലുമിനിയം പെട്ടി കൊണ്ട് ഒരാളിവിടെ ഇറങ്ങും. അത് കേശവവൈദ്യരാ, അദ്ദേഹത്തിന്റെ ആത്മഹത്യയിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇറങ്ങിയിട്ട് കടയിൽക്കാരൻ ചോദിക്കും, ചന്ദ്രിക സോപ്പ് വേണമെന്ന്. ആ ചന്ദ്രിക സോപ്പ് എത്ര ആളാ ചോദിച്ചു വരുന്നത്, ഇങ്ങോട്ട് കൊണ്ടുവന്ന്. അപ്പൊ അടുത്ത കടക്കാരൻ ഓടി വന്നിട്ട് കുറച്ച് നമുക്കും വേണമെന്ന്. ഇങ്ങനെ ഓരോ അങ്ങാടിയിലും പോയിട്ട് ഈ സോപ്പ് ഇങ്ങനെ വിറ്റ് അദ്ദേഹം ആരായി, ഇന്ത്യയിൽ 4 വട്ടം കണ്ട് ഏറ്റവും കൂടുതൽ സോപ്പ് കയറ്റുമതി ചെയ്തതിന് അവാർഡ് കിട്ടി. മാത്രമല്ല അദ്ദേഹത്തിന് B.Ed കോളേജ് ഉണ്ട്, നല്ല ഗംഭീരമായ ആശുപത്രി ഉണ്ട്, ഫാക്ടറി വളരെ വലുതായി. അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു 10-15,000 പേർക്കെങ്കിലും തൊഴിൽ കൊടുത്തു. മനസ്സിലായോ? 10,000 ഒന്നും ആവൂല, ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുത്തു, നാട്ടുകാർക്ക് മുഴുവൻ ജോലി കിട്ടി, കുടുംബക്കാർ മുഴുവൻ രക്ഷപ്പെട്ടു. ഞാനിത് ചുരുക്കി പറഞ്ഞാൽ ഇനി പഠിക്കുന്ന കുട്ടികളോട് മാത്രമാണ്, നിങ്ങളോടല്ല. നിങ്ങൾക്ക് കേൾക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കുട്ടികളെ ഇപ്പൊ മനസ്സിലായോ? ഞാൻ ഉദ്ദേശിച്ചതാണ്, ഒരാൾ പഠിച്ചാൽ ആ കുട്ടിക്ക് മാത്രമാണോ അതിന്റെ ഗുണം? ആണോ? പഠിച്ച് മുടിക്കുകയും ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടിക്കും കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും മാത്രമാണോ ഗുണം? വീട്ടുകാർക്ക് മാത്രമാണോ അതിന്റെ ഗുണം? പിന്നെയോ ഒരുപാട് മനുഷ്യർക്ക് ഗുണം കിട്ടൂലേ? പിടികിട്ടിയോ? അപ്പോൾ ഒരു കുട്ടി നന്നായി പഠിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഗുണം എന്താണെന്ന് മനസ്സിലായത്? നമുക്ക് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് കൂടി ഗുണം ചെയ്യുന്ന ഒരു പണിയാണ് വിദ്യാഭ്യാസം. സമ്മതിച്ചോ? ഓക്കെ ആണോ? പറഞ്ഞു വേറെ ഉദാഹരണം കിടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കുട്ടി പഠിക്കാതിരുന്നാലോ? ഒരു കുട്ടി അതുകൊണ്ട് നന്നായി പഠിക്കുന്നില്ലെങ്കിലോ? അതിന് ഉത്തരം നിങ്ങൾക്ക് പറയാമോ? ഇങ്ങനെയാണ്, ഒരു കുട്ടി പഠിച്ചാൽ ഒരുപാട് പേർക്ക് ഗുണം കിട്ടുന്നതാണെങ്കിൽ ഒരു കുട്ടി പഠിച്ചില്ലെങ്കിൽ ഒന്ന് സംഭവിക്കും. ആ ഒരുപാട് പേർക്ക് കിട്ടേണ്ടത് നമ്മൾ നഷ്ടപ്പെടുത്തിയില്ലേ? അവർ വിട്ടുന്നില്ല, അപ്പൊ തല താഴ്ത്തി. ശരിയാ, നിങ്ങൾ പഠിക്കുന്നവരാണ്, നിങ്ങളുടെ കാര്യമല്ല. ശരിയാണ് തെറ്റാണ് ഞാൻ പറഞ്ഞത്? അപ്പോൾ ഓരോ കുട്ടിയും സ്കൂളിൽ ചേർക്കുന്നത് സർക്കാർ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്ന വിദ്യാഭ്യാസത്തിനല്ലേ? അല്ലേ? എല്ലാവരും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിനല്ലേ? മാതാപിതാക്കൾ പട്ടിണി കിടന്നിട്ടും കുട്ടികളെ പഠിപ്പിക്കുന്നില്ലേ? എന്തിനാന്നിപ്പോ മനസ്സിലായില്ലേ? അപ്പൊ ഒരു കുട്ടി പഠിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ടുള്ള ദോഷം ആർക്കാണ്? കുട്ടിക്ക് മാത്രമാണോ? പിന്നെയോ എല്ലാവർക്കുമാണ്. ഇത് മനസ്സിലായല്ലോ അല്ലേ? പക്ഷെ ഇത് അറിയുന്ന കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കുട്ടികളും നല്ലോണം പഠിക്കണം. ഏതായാലും നിങ്ങൾ നന്നായി പഠിച്ച് A+ ഒക്കെ വാങ്ങിയത് കൊണ്ട് ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് ബാധകമല്ല. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ നന്നായി പഠിച്ചവരാണ്. അതുകൊണ്ട് ഈ നമ്മുടെ 18ാം വാർഷികത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പേരിൽ നിങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് അടുത്ത പരീക്ഷകളിലും ഇതുപോലെ ഉയരങ്ങളിലെത്തി ഇതുപോലെ സമ്മാനങ്ങൾ വാങ്ങാനും നല്ല സർക്കാർ ജോലി പോലുള്ള ജോലികളൊക്കെ നേടി അച്ഛനമ്മമാരെയൊക്കെ നന്നായി നോക്കുന്ന മക്കളായി, നാട്ടുകാർക്ക് ഉപകാരം ചെയ്യുന്നവരായി, SNDP യോഗത്തെ മറക്കാത്തവരായി മാറണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഏറ്റവും ഉറപ്പുള്ളവർ പറയും. ഉറപ്പല്ലേ? വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. അവർ സമ്മതിച്ചിട്ടോ? അതാണ് കാര്യം. അപ്പൊ അതുപോലെ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മളിവിടെ 18ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെറിയ തോതിൽ പറയാമെന്ന് വിചാരിക്കുന്നു. ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം മെല്ലെ പറഞ്ഞാൽ മതില്ലേ? അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞെടുത്ത് തുടങ്ങാം. അതേ പറഞ്ഞെന്താണ്, നമ്മൾ ഗുരുവിനെയും
അതുപോലെ SNDP യോഗത്തെയും ഒക്കെ അറിയണം എന്നല്ലേ പറഞ്ഞത്? അത് നിങ്ങൾ 18 കൊല്ലമായിട്ട് അറിയാമെന്നും പറഞ്ഞു, ശരിയല്ലേ? എന്നാലും എത്ര അറിഞ്ഞാലും ഇനിയും ഗുരുദേവനെ കുറിച്ചൊക്കെ എത്ര അറിഞ്ഞാലും ഇനിയും ബാക്കിയല്ലേ? അറിഞ്ഞാലും തീരുവോ പറയും? ഒന്നും ഉണ്ടായിരിക്കുന്നില്ല, തീരത്തില്ല. ഒരുപാട് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായം എന്താ പറയുക, അത് നമ്മുടെ ഒരു കടമയാണ്. ഏത്? നമ്മുടെ ഈ സംഘടനയുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതും ഗുരുദേവനെ കുറിച്ച് അറിയുന്നതും ഗുരുദേവ ദർശനങ്ങൾ പഠിക്കുന്നതും ഗുരുദേവ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്നതും ഗുരുദേവ ദർശനങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നതും മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതും നമ്മുടെ കടമയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ആണോ? ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ സംസാരിക്കണം. ഇങ്ങനെ വേറെ വിചാരത്തിനെത്തിക്കാൻ വിടൂല. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? നമുക്ക് ഓരോരോ പോയിന്റ് ഒരു കുടുംബയോഗമായിട്ട് ഇരിക്കുകയാണ്, അപ്പൊ സുഖമായിട്ട് പറയാം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? നമ്മൾ ഗുരുവിനെ കുറിച്ച് അറിയുന്നതും ഗുരുദേവ ദർശനം പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ജീവിതത്തിൽ പകർത്തേണ്ടതും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ വന്ന് ഇരിക്കുന്നതൊക്കെ നിങ്ങൾ വിചാരിക്കും ഓര് വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ മഴയൊക്കെ അല്ല, ഏതായാലും അവർ പറഞ്ഞതല്ലേ ഒന്ന് വന്നേക്കാം. അതല്ല, പിന്നെ എന്താണ് ശരിക്കും ഇത് ഇവിടെ വരേണ്ടത് നമ്മുടെ കടമയാണ്. എന്താ കാരണം? അദൃശ്യ പ്രസംഗത്തിൽ അതിന് സൂചന തന്നു കഴിഞ്ഞു. ഇന്ന് നമുക്ക് ഇങ്ങനെ ഇവിടെ അന്തസ്സായി വസ്ത്രം ധരിച്ച് ഇഷ്ടമുള്ള പേരൊക്കെ ഇട്ടിട്ട് ഇല്ലേ ഇരിക്കാനുള്ള അവകാശം ഉണ്ടാക്കി തന്നതിന് നമ്മൾ കടപ്പെട്ടിട്ടുള്ളത് സാക്ഷാൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനോടാണ്, അല്ലേ? അത് പറഞ്ഞല്ലോ. അപ്പൊ അതിന് കൂടുതൽ ആവർത്തനം വേണ്ടല്ലോ. ശരിയാണോ തെറ്റാണോ? അപ്പൊ പിന്നോട് നിൽക്കണ്ടേ? ഇനി ഒരു കാര്യം കൂടി, ഒരു 100 വർഷമായി ഈ കേരളത്തിൽ ജീവിക്കുന്ന ഏതാണോ ഈ നമ്മുടെ സംഘടനയുടെ ഗുരുദേവന്റെ അനുയായികളായ ഗുരുഭക്തരായിട്ടുള്ള നമ്മുടെ സമുദായക്കാർ മാത്രമല്ല, കേരളത്തിൽ ജനിച്ച് ജീവിക്കുന്ന ഏതൊരാളും 100 കൊല്ലമായി ഇതുവരെ ജീവിച്ചിട്ടുള്ളവരും ഇനി എത്ര കാലം കേരളത്തിൽ ആരൊക്കെ ജനിച്ച് ജീവിക്കുന്നുവോ അവരെല്ലാം ശ്രീനാരായണ ഗുരുദേവന്റെ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കും. തർക്കമുണ്ടെങ്കിൽ പറയാം. തർക്കമില്ലല്ലോ? ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പറഞ്ഞല്ലോ, നമ്മൾ ഇത്രയും മനോഹരമായി വസ്ത്രം ധരിച്ച് നല്ല പേരൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നതിന് പ്രധാനമായും നമ്മൾ ആരോടാ കടപ്പെട്ടത്? ഈ കുട്ടിക്ക് ഇതൊക്കെ അത്ര അറിയാമെന്ന് എനിക്കറിയാം. നേരത്തെ ക്ലാസ് വീട്ടിലുണ്ടെങ്കിൽ അറിയാം. ഇവർക്കൊക്കെ അറിയുന്ന കാര്യമായിട്ട് ഞാൻ പറയുന്നത്. നിങ്ങൾ മനസ്സിലായി എന്താ ഉദ്ദേശിച്ചത്? അത് പറയാൻ വേണ്ടി ഒന്നും കൂടി, അത് ഒരുപാട് ആവർത്തിക്കേണ്ട കാര്യമല്ല, എന്നാലും കുട്ടികളുള്ളതുകൊണ്ട് മാത്രം അതിന് ചുരുങ്ങിയ ഭാഗം പറഞ്ഞ് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. അത് പറഞ്ഞാലും ഇതിന്റെ അടിസ്ഥാനം വേണം, അതുകൊണ്ട് മാത്രമാക്കാം. അതായത് ഗുരുവിനെ നമ്മൾ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ സംഘടന എന്തുകൊണ്ടാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്, അതിനുവേണ്ടി നമ്മൾ ഗുരുവിനെ ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞു വരുമ്പോൾ ഉദാഹരണം പറയട്ടെ സുഹൃത്തുക്കളെ. ശ്രീനാരായണ ഗുരുദേവന്റെ കാലഘട്ടത്തിൽ വിവേകാനന്ദ സ്വാമി കേരളത്തിൽ വന്നിട്ടില്ലേ? മൂപ്പൻ എന്തോന്ന് പറഞ്ഞായിരുന്നു? നിങ്ങൾ കേട്ടായിരുന്നോ? എന്തോന്ന് പറഞ്ഞില്ലേ? പറഞ്ഞല്ലോ. കുട്ടിക്ക് അറിയാമോ? വിവേകാനന്ദൻ കേരളത്തെ നോക്കി നല്ല അഭിനന്ദനം തന്നിട്ടാ പോയത്. ആർക്കും അറിയാം? അവർ ചിരിക്കുന്നുണ്ട്. ആ അഭിനന്ദനം അവർക്ക് അറിയാം, ഇല്ലേ? എന്തായിരുന്നു? കേരളം ഭ്രാന്താലയായിരുന്നു. ആരും കേട്ടില്ലല്ലോ? നിങ്ങൾ കേട്ടോ? കേരളം ഭ്രാന്താലയം. ഇത് ബേക്കിലേക്ക് കേൾക്കുന്നുണ്ടോ? ബേക്കിലേക്ക് സൗണ്ട് ഉണ്ടോ? ആ, ഭ്രാന്താലയം എന്ന് വിളിച്ചത് ഞാൻ അതിനകത്ത് കാണുന്ന ആ വരികൾക്കിടയിലൂടെ നമുക്കൊന്ന് വായിക്കട്ടെ. കേരളം ഭ്രാന്താലയമാണ്. ഈ വിവേകാനന്ദ സ്വാമി എവിടുന്നാ വന്നത്? അദ്ദേഹത്തിന് ജന്മനാട് അറിയാമോ ആർക്കെങ്കിലും? A+ കിട്ടിയ കുട്ടിയൊക്കെ അറിയാം അല്ലേ? പറയാമോ? ശരി, ഇവർ പറയില്ലല്ലേ? ഇവർക്ക് എല്ലാം അറിയാം, പക്ഷെ അവർ പറയില്ല. അതെന്താ കുഴപ്പമെന്ന് വെച്ചാൽ പറയുമ്പോൾ തെറ്റിപ്പോയാലെന്നുള്ള പേടിയാണ്. അപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി, എത്ര തെറ്റുണ്ടാവുമെന്ന് എനിക്ക് തന്നെ അറിയാം. അതിപ്പോ എന്താ കുഴപ്പം? അറിയാം എവിടെയാന്ന്? വിവേകാനന്ദ സ്വാമിജിയുടെ നാട് എവിടെയാണെന്നറിയാം? കുട്ടിയൊക്കെ അറിയാമോ? എനിക്ക് പോലും അറിയാലോ, എന്നിട്ടും നിങ്ങൾക്ക് അറിയില്ല. അവർക്ക് അറിയാത്തൊന്നുമല്ല. രവീന്ദ്രനാഥ ടാഗോറിന്റെ നാട് എവിടെയാ? ജനഗണമന അതിനായക ജയ. അദ്ദേഹത്തിന്റെ നാട് എവിടെയാ മക്കളെ? സംസ്ഥാനം. നിങ്ങൾ പഠിച്ച രാജാ റാം മോഹൻ റോയുടെ നാട് എവിടെയാ? നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സരോജിനി നായിഡുവിന്റെ നാട് എവിടെയാ? ഇപ്പൊ ദീദി എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവിന്റെ നാട് എവിടെയാ? ഇപ്പൊ ഏറ്റവും കൂടുതൽ പണിക്ക് വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ നാട് എവിടെയാ? ഇപ്പൊ പിടികിട്ടുക. അന്യസംസ്ഥാന തൊഴിലാളികളെ നമ്മളെല്ലാം കൂടി ചേർത്തൊരു വിളിക്കും, ഇല്ലേ? എന്താ വിളിക്കുന്നത്? ഇവിടെ അങ്ങനെയായിരിക്കും. എന്തായിരുന്നു? ബംഗാളികൾ. വിവേകാനന്ദ സ്വാമിയുടെ നാട് എവിടെയാണെന്നറിയോ? ബംഗാളാണ്. അപ്പൊ ഞാനത് വേറൊരു ആവശ്യത്തിന് വേണ്ടി പറഞ്ഞതാ. ബംഗാളികൾ നല്ല ആൾക്കാരാ, അല്ലേ? ഒന്നല്ലേ നമുക്കൊന്ന് ജോലിയും ചെയ്തു തരുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നു, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. ബംഗാള് എന്ന് പറഞ്ഞ ഭൂപടത്തിൽ ഏകദേശം അറിയില്ല എല്ലാവർക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയത്തില്ലേ? അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരു ഒറീസ കിടക്കണ്ടേ? വേണ്ടേ? ആന്ധ്ര കിടക്കണ്ടേ? തമിഴ്നാട് കിടക്കണ്ടേ? സർ വേണ്ടേ? കടക്കണോ?
ആ വഴിയെല്ലാം ചുറ്റിക്കറങ്ങി വന്നതാ. മാത്രമല്ല ഇന്ത്യ മുഴുവൻ സന്ദർശിച്ചിട്ടുണ്ട്. ലോകത്തിൽ കുറെ സന്ദർശിച്ചതാണ് ആര്? വിവേകാനന്ദ സ്വാമികൾ. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇന്ത്യ ഭ്രാന്താലയം എന്നല്ല പറഞ്ഞത് പിന്നെന്താണ്? തമിഴ്നാടും ആന്ധ്രയും ഒറീസയും ഒക്കെ ചേർത്തി പറഞ്ഞോ മിണ്ടുന്നില്ല. നിങ്ങളൊന്നും മൂളിക്കൂടെ. ഞാൻ കഷ്ടപ്പെട്ട് വന്നിട്ട് ഇവരൊന്നും മൂളത്തില്ല. ഈ യോഗണ്ടായിരുന്നത് പോലും മിണ്ടുന്നില്ല. നോക്കിയേ, നിങ്ങൾക്ക് പറയാം. നമുക്ക് കൂടെ സംസാരിക്കുമ്പോൾ നേരെ മൂന്ന് അറിയില്ല. മനസ്സിലായ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഈ പറഞ്ഞ തമിഴ്നാട്, കേരളം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആന്ധ്രയും ഒന്നും കൂട്ടി പറഞ്ഞില്ല. കർണാടകം പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. പിന്നെ എന്താ പറഞ്ഞത്? ഇന്ത്യയൊന്നും പറഞ്ഞില്ല. പിന്നെ എന്താ പറഞ്ഞത്? കേരളം ഭ്രാന്താലയാണെന്ന്. അതിനകത്ത് എന്താ മനസ്സിലായത്? അന്ന് കേരളം പോലെ മോശപ്പെട്ട ഒരു സ്ഥലം ഇന്ത്യയിൽ വേറെ ഇല്ല എന്നല്ലേ? എനിക്കതാ മനസ്സിലായത്. നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? അവര് തല പോലും കാട്ടുന്നില്ല. നിങ്ങളെന്തെങ്ങനെ? ഹലോ, ശരിയല്ലേ? ആണേ തലയാട്ട്. ഉറങ്ങാണ്ടിരിക്കി. ഏതായാലും നമ്മൾ വന്നിരുന്നില്ലേ, കുറച്ച് സമയം നമുക്ക് സംസാരിക്കാം. നിങ്ങൾ മടുക്കുമ്പോൾ കൈ കാട്ടിയാൽ മതി. ഞാനപ്പോ നിർത്തിക്കോളൂ. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ച് നോക്കിയേ. എന്താ പറഞ്ഞത്? കേരളം ഭ്രാന്താലയം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അന്ന് കേരളത്തോളം മോശപ്പെട്ട ഒരു സ്ഥലം മറ്റെവിടെ ഇല്ല എന്നല്ലേ? എഗ്രി ചെയ്തോ? ആ സ്ഥലമാണ് എന്തായത്? 40 കൊല്ലം കൊണ്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഈ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി കൈ തന്നത്. പിടികിട്ടിയോ? അപ്പൊ ആ ഗുരുദേവന് വേണ്ടി നമ്മൾ ഒരു മണിക്കൂറെങ്കിലും ഒരു ദിവസം ചെലവാക്കണോ വേണ്ടയോ? അതിനാണ് ഞാനിവിടെ ഇരിക്കുന്ന കടമയാന്ന് പറഞ്ഞത്. ഇനി അന്നത്തെ അവസ്ഥയെക്കുറിച്ചൊക്കെ അധ്യക്ഷൻ സൂചിപ്പിച്ചുകൊണ്ട് ഒരുപാട് പറയേണ്ടതില്ല. അതെന്താണ് അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ഉദാഹരണം മാത്രം പറഞ്ഞല്ലോ. ഈ ഉദാഹരണങ്ങളൊക്കെ വഴി നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ശരിയാണോ തെറ്റാണോ? കുട്ടിക്ക് വിശ്വാസമുണ്ടോ അന്ന് നമുക്ക് വഴി നടക്കാൻ പറ്റില്ലായിരുന്നു പറഞ്ഞാൽ? വെറുതെ പറയാണോ കാര്യമായിട്ട് പറയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? അങ്ങനെ ഉണ്ടായിരുന്നു? ചില ജാതിക്കാർ റോഡിൽ കൂടിയൊക്കെ നടക്കാം. റോഡെന്ന് പറഞ്ഞാൽ വലിയ റോഡൊന്നും ഇല്ല, നടപ്പാതകളൊക്കെ ആയിരിക്കും, ഇടവഴികളൊക്കെ. അതിലൊന്നും നമുക്ക് ആർക്കും പോകാൻ പറ്റത്തില്ല. അവരുടെ മുന്നിൽ ഒരു സൈറൻ മുഴക്കാൻ ഒരാളും ഉണ്ടാവും, ഇല്ലേ? എന്തായിരുന്നു? ഏറ്റവും ഉയർന്ന ജാതിക്കാർ വരുന്നുണ്ടെങ്കിൽ നമ്മളെ പോലെയുള്ള ആളുകൾ നമ്മൾ തൊട്ട് ഇങ്ങനെ കുറെ പേരെ താണ ജാതിയായി വിഭജിച്ചിട്ടുണ്ട്. ജാതി ഒന്നുള്ളതെന്ന് അറിയാമല്ലോ അല്ലേ? മനുഷ്യ എത്ര ജാതിയുണ്ട്? ഒറ്റ ജാതിയുള്ളൂ. അവർ പറയാണ് ഞങ്ങൾ ഉയർന്നവർ, നിങ്ങൾ താഴ്ന്നവർ. ഈ താഴ്ന്നവരെന്ന് വിഭജിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ ഉയർന്നവരുടെ കണ്ണിൽപ്പെട്ടാൽ അവർ അശുദ്ധരാകുന്ന, മലിനമാകുന്ന, നമ്മൾ മലിനമാക്കുന്ന ആൾക്കാരാണ്. നാട് മുഴുവൻ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കും നമ്മുടെ ശരീരം. അതുകൊണ്ടാണ്. അപ്പൊ അതിന് മുന്നിൽ ഒരാളുണ്ട്. നമ്മുടെ മീൻകാര് പോക്കും പോലെ മുന്നിൽ ഒരാളുണ്ട്. കേട്ടിട്ടുണ്ടോ മക്കള്? ഹോയ് 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 എന്ന് പറഞ്ഞ ഒരാൾ മുന്നിൽ ഓടും. അപ്പൊ നമ്മൾ അവിടെ എങ്ങാനും ഉണ്ടെങ്കിൽ മാറി ഒളിച്ചിട്ടില്ല, അവരുടെ കണ്ണിൽ പെട്ടാൽ ഒന്നും ചെയ്യില്ല, ചിലപ്പോൾ കൊന്നു കളയും, വേറെ ഒന്നും ചെയ്യാറില്ല. വിശ്വാസം ഉണ്ടോ? ഇല്ല. അങ്ങനെയാണ്. അതുപോലെ ഒരുപാടുണ്ട്, നമ്മൾ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് അങ്ങനത്തെ. അതാ കുമാരനാശാനൊക്കെ കൃത്യമായി വർണ്ണിച്ചിട്ടുണ്ടല്ലേ? തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ, തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലോ ജാതി കോമരങ്ങൾ. കുട്ടികൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. അത് പാഠപുസ്തകത്തിലൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു, പഠിപ്പിക്കാറില്ല. ഈ പറഞ്ഞൊരു അർത്ഥം മനസ്സിലായി, വിശദീകരിക്കണ്ടല്ലോ. ഇതായിരുന്ന അവസ്ഥ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മക്കളെ, നിങ്ങൾക്ക് മനസ്സിലാവാത്തതിന്റെ ഒന്നുകൂടെ ആലോചിക്കുക. നമ്മൾ ആണായാലും പെണ്ണായാലും ഈ അരയുടെ താഴെയും മുട്ടിനും മുകളിലും മാത്രമേ വസ്ത്രം ധരിക്കാൻ പാടുള്ളൂ. പിടികിട്ടില്ല നിങ്ങൾക്ക്? ഞാൻ ഒന്നുകൂടെ പറയാം. ആണായാലും പെണ്ണായാലും എത്ര വയസ്സായാലും അരയ്ക്ക് താഴെയും മുട്ടിന് മുകളിലേ തുണി കൊടുക്കാൻ പാടുള്ളൂ. അത് അലക്കി വെളുപ്പിച്ച് കൊടുക്കാൻ പാടില്ല. വൃത്തിയായി കൊടുത്താൽ തല്ലിട്ടു കേട്ടോ. പേരിടുന്നിടത്ത് നല്ല പേര് കേശവൻ, പരമശിവൻ, ശങ്കരൻ എന്നൊക്കെ പേരിട്ട് അടിയിട്ടു. വീടിന് വീടെന്ന് പറഞ്ഞാൽ തല്ലിട്ടു. നിങ്ങൾ വിശ്വസിക്കുമോ? ആ ചാള, കുടില് എന്നൊക്കെയാണ്. ഓടിട്ടാൽ പൊളിപ്പിച്ചിട്ടുണ്ട്. എന്റെ നാട്ടിൽ പൊളിപ്പിച്ചിട്ടുണ്ട്. ഓടിടുന്ന വീടില്ലേ, നമ്മൾ ഓടിടുക. പണ്ടത്തെ ഇപ്പോൾ ഇതിന് ഓടുണ്ടല്ലേ, ഇതിന് പുറത്ത് ഓട്. ഒരാള് ഒരു വീടിന്റെ പകുതി ഓലയ്ക്ക് മുകളിൽ ഓടിട്ടു. എന്നിട്ട് എന്ത് സംഭവിച്ചറിയോ? അത് തിരിച്ചാണ് വരിക. ഓടിടുമ്പോ പകുതി ഇടുമ്പോ എങ്ങനെ സാറ് മേലെ ഓല വരും അല്ലേ? അങ്ങനെ മറന്നു കഴിഞ്ഞാൽ അന്ന് നമ്മൾക്ക് അങ്ങനെ ആദ്യത്തെ വീടുകളുണ്ടായിരുന്നു. പകുതി പൈസ ഏതായാലും നനയാത്ത ഇതാ പരിപാടി വെച്ചാൽ എനിക്കറിയില്ല, മറന്നു. അപ്പൊ ഏതായാലും ഈ ഓട് പൊളിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരാടാന്ന് വെച്ചാൽ ഇത് മക്കൾ വിശ്വസിക്കുമോ? ഇതൊക്കെയാണ് അവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള അന്ന് കൊടുക്കുന്ന ശിക്ഷയും കൂടി പറഞ്ഞ ആ വിഷയത്തിൽ പോരാ. മക്കൾക്ക് അറിയാമെന്നറിയില്ല. അപ്പൊ ഒരാളിപ്പോ ഒരു തെറ്റ് ചെയ്തായിരിക്കും. അന്ന് നാട് ഭരിക്കുന്ന ഓരോരോ നാടുവാഴികളാണ്. നാടുവാഴി എന്ന് പറഞ്ഞാൽ നാട്ടിലെ ചട്ടമ്പി എന്നാണ് അതിന് മലയാളം അല്ലേ? രാജാവിന്റെ കീഴിൽ ഒരുപാട് 8 വീട്ടിൽ പിള്ളമാരെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓരോ ഏരിയയിൽ ഓരോ ഭീകരന്മാരുണ്ട്, അവർക്ക് കുറെ സിൽബന്ധികളുണ്ട്. അവരാണ് നാട് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയുള്ളവരുടെ അടുത്താണ് സ്വത്തൊക്കെ ഉള്ളത്. അപ്പൊ അവർക്ക് എന്ത് ഇഷ്ടക്കേട് തോന്നിയാൽ നമ്മുടെ പേരിൽ ഇതുപോലുള്ള ആളുകളുടെ പേരിലൊക്കെ കുറ്റം ആരോപിക്കും. എന്തെങ്കിലും കുറ്റം ആരോപിച്ച് രാജാവിന്റെ മുന്നിൽ കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നു മഹാരാജാവെ, തമ്പ്രാക്കളെ, ആടിയങ്ങളൊന്നും ചെയ്തിട്ടില്ലേ, അങ്ങനെ ഇങ്ങനെ നിൽക്കാനും പറ്റത്തില്ല. അതിനൊരു പേരുണ്ട്, പഞ്ചപുച്ഛ മടക്കി നിൽക്കാന്ന് പറയാം. അതായത് ഇങ്ങനെ അല്ലാണ്ട് നിന്നാൽ ആത്മ ശിക്ഷ വേറെ കിട്ടും. ആ ധിക്കാരിയാന്ന്. എന്നിട്ട് ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയാം? സത്യപരീക്ഷണം നടത്തും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പണ്ടത് 10ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ കണ്ട് സോഷ്യൽ സയൻസിൽ പഠിക്കാണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല.
ഏതായാലും അങ്ങനെയുണ്ട്. അതെന്താണെന്നറിയോ, ഒരു ഉദാഹരണത്തിന് ഒന്ന് ചിത്രവധമാണ്. സോറി, സത്യപരീക്ഷ അതല്ല. സത്യപരീക്ഷ എന്ന് പറഞ്ഞാൽ ഒന്ന് പാമ്പിനെ മൂർഖൻ പാമ്പിനെ പിടിച്ചിട്ട് കൂട്ടിനകത്തിട്ടിട്ട് ഒരാഴ്ച ഭക്ഷണം കൊടുക്കാതെ കിടക്കുന്ന വിശന്ന് കിടക്കുന്ന പാമ്പിന്റെ കൂട്ടിന്റെ അകത്ത് കൈയിടിക്കും. ഈ പാമ്പ് കൊത്തി കഴിഞ്ഞിട്ട് ഇയാൾ മരിച്ചിട്ടില്ലെങ്കിൽ ഇയാൾ സത്യസന്ധനാണ്. മനസ്സിലായോ? ഇത് നടക്കുന്നതാണ്. പാമ്പ് കൊത്തിയിട്ട് ഇയാൾ മരിച്ചില്ലെങ്കിൽ ഇയാൾ സത്യസന്ധനാണ്, ഉറപ്പല്ലേ? അപ്പൊ സത്യസന്ധത തെളിയിച്ചില്ലേ? പിന്നെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട് നല്ലതുപോലെ എണ്ണയോ നെയ്യോ തിളപ്പിക്കുന്നു, എന്നിട്ട് കൈ നോക്കിയിട്ട് പൊള്ളിയിട്ടില്ലെങ്കിൽ അയാൾ സത്യസന്ധനാണ്, നിരപരാധിയാ. എങ്ങനെയുണ്ട്? മുതലക്കളം കേട്ടിട്ടുണ്ടോ? നിറയെ മുതലുള്ള കുളത്തിന്റെ ഇക്കരെ എടുത്തിടും, എന്നിട്ട് അക്കരെ നീന്തി കയറണം. അയാൾ മുതലകളൊന്നും അയാളെ തിന്നാതെ രക്ഷപ്പെട്ടു വന്ന അയാൾ സത്യസന്ധനാണ്. അപ്പൊ രണ്ട് ശിക്ഷയാ, കൈ പൊള്ളുകയും ചെയ്യും, പിന്നെ ശിക്ഷ വേറെ കിട്ടും. അത് കൊടുക്കുന്നതാണ് ചിത്രവധമാണ് ഒരു ഉദാഹരണം. ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കമുകില്ലേ, കമുക് തന്നെയല്ലേ ഇവിടെ പറയുന്നത്. ഞാൻ കോഴിക്കോട് ആയതുകൊണ്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ അറിയില്ല. കമുകിന്റെ വാരിക്കുന്തം എന്ന് പറഞ്ഞാൽ അറിയാം. നമ്മുടെ ഇതില്ലേ സ്കൂളിലൊക്കെ എറിയാൻ ഉപയോഗിക്കുന്ന സാധനം ഉണ്ടല്ലോ, എന്താണ്? ജാവലിൻ. ജാവലിൻ കേട്ടില്ല കുട്ടികൾ? ഇവർക്ക് ഇത് അറിയുന്ന കാര്യമാണ് പറയുന്നത്. മനസ്സിലായി? ജാവലിൻ, കുന്തം, അതും പറയില്ലേ? കുന്തം പോലെ കൂർപ്പിച്ചെടുത്തിട്ട് മനുഷ്യന്റെ ശരീരത്തിൽ അടിച്ചു കയറ്റും, അങ്ങനെ കൊല്ലുന്നു. അത് എവിടെ അടിച്ചു കയറ്റുന്നതെന്ന് അന്ന് ചെയ്തവർക്ക് നാണല്ലെങ്കിൽ നമുക്കൊരു നാണല്ലേ പറയാൻ. അതുകൊണ്ട് ഞാൻ എവിടെ അടിച്ചു കയറ്റുമെന്ന് പറയുന്നില്ല, പക്ഷെ പുറത്ത് വിളിച്ചാണ്. ഇവിടെ പുറത്തെ ആളിനെ എവിടെ അടിച്ചു കയറ്റുമെന്ന് മനസ്സിലായി. അപ്പോൾ ഒരാൾ ആ പെട്ടെന്ന് മരിക്കത്തില്ല, മണിക്കൂറുകൾ അയാളെ അങ്ങനെ അടിച്ചു കയറ്റുക അല്ലെങ്കിൽ നിർത്തി കൊല്ലുന്ന ഒന്നാണ്. ഇനി നിങ്ങൾ തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം അവിടെ പോയിട്ടുണ്ടോ? പോയിട്ടുള്ളവരുണ്ട്? ഇവിടെ ഉണ്ടാവും. ആ ക്ഷേത്രക്കുളത്തിന്റെ ഓപ്പോസിറ്റ് ഒരു മ്യൂസിയം ഉണ്ട്. ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു 10 കൊല്ലം മുമ്പ് ഒക്കെ കണ്ടതാണ്. അതിന് ശേഷം എന്താ ചെയ്തെന്നറിയില്ല. അവിടെ ചെന്നാൽ ഞാനീ പറയുന്നത് നമ്മൾ ഒരാളെ പറ്റി ആക്ഷേപിക്കാൻ, അത് അന്നത്തെ പറഞ്ഞതുകൊണ്ട് ഇന്നിപ്പോൾ ആരും അങ്ങനെ ചെയ്യുന്നുണ്ടെന്നല്ല ഇതിന്റെ അർത്ഥം. അത് വെച്ചാൽ നമുക്ക് എന്തുമാത്രം മാറ്റം വന്നു, നാടത്ര നന്നായി, നമുക്ക് എന്ത് ഗുരുദേവൻ തന്നു, SNDP യോഗം നമുക്ക് എന്ത് തന്നു എന്ന് പഠിക്കണമെങ്കിൽ പഴയതെന്ന് പറയേണ്ടി വരുന്നതുകൊണ്ട് മാത്രം പറയുന്നതാണ്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാ ജാതി മതക്കാരും ഒന്നിച്ച് ജീവിക്കുന്ന മനോഹരമായ നാട്. ആ നാട് ഉണ്ടാക്കിയ കാര്യം പറയുന്നത്. അപ്പൊ നമ്മൾ ഗുരുദേവൻ മറക്കത്തില്ല. അത് ഞാൻ പറഞ്ഞത് തിരുവനന്തപുരത്ത് കൂടി ഒന്ന് പോയാൽ മ്യൂസിയത്തിന്റെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അമ്പലത്തിന്റെ നേരെ നിന്നല്ല ഇടതുവശത്ത് മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിലുള്ള ഒരു ചിത്രം, ഒരു വലിയ ഈ തത്തേനെ കിടുന്ന കൂട് പോലെ, പുലിയെ കിടുന്ന പോലെ വലിയ കൂടാണ്. എന്ന് പറഞ്ഞാൽ 10-20 ആൾക്കൊക്കെ നിൽക്കാൻ വലിപ്പമുള്ള വലിയ ഇരുമ്പിന്റെ കൂട് വരച്ചു വെച്ചിരിക്കുന്ന, എന്നിട്ട് ആർട്ടിസ്റ്റ് വരച്ചതാണ്. എന്നിട്ട് അതിന്റെ അകത്ത് ഇതുപോലെ താണജാതിക്കാരനെ ഏതോ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുന്നതാണ്. ശിക്ഷിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് 4-5 പുലികൾ, ഈ പുലികളുടെ നടുവിലേക്ക് തെറ്റ് ചെയ്തയാളെ സത്യപരീക്ഷണത്തിന് ശേഷം അയാളെ ഇട്ടുകൊടുത്തിരിക്കുകയാണ്. ജീവനോടെ ഇട്ടുകൊടുത്തിരിക്കുന്ന അയാളെ ഈ പുലികൾ പിച്ചി ചിന്തി ഇഞ്ചിഞ്ചായി കടിച്ചു കൊല്ലുന്ന ശിക്ഷയാണ് കൊടുത്തത്. അതവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ടോ ഈ ശിക്ഷ കൊടുത്ത നല്ല മനസ്സുള്ള പച്ചക്കറി തിന്നുന്നവരില്ലേ, അവര് നോക്കി നിന്ന് ആസ്വദിക്കുന്നുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? നേരത്തെ അറിയാമായിരുന്നു ഇതിന്റെ ക്രൂരതയിലപ്പുറമൊക്കെ ഞാൻ പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ മനുഷ്യരല്ല, അതായത് ഈ പറയുന്ന ഏറ്റവും ഉയർന്ന ജാതിക്കാരുടെ വീട്ടിലും പട്ടി, പൂച്ച, പശു ഒക്കെ ഉണ്ട്. നമുക്ക് മാത്രം കണ്ണിൽ കാണുന്ന അവസ്ഥയിൽ ചെല്ലാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ത് ചെയ്തത്? അതെല്ലാം മാറ്റി തന്നത്. അത് പറയാൻ വേണ്ടി ഇത്രയും പറഞ്ഞത്. നമ്മളിപ്പം ഇവിടെ നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ച SNDP യോഗം സ്ഥാപിക്കുന്നതിന് പ്രധാനമായി പങ്ക് വഹിച്ച ഒരാളുടെ പേര് മഹാകവി കുമാരനാശാൻ എന്നാണ്. അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാൻ വേണ്ടിയായിരിക്കും, കാരണം നമ്മൾ സ്ഥിരം പരിപാടി പങ്കെടുക്കുന്നതിനായിരിക്കും ഉള്ളത്. മഹാകവി കുമാരനാശാനാണ് SNDP യോഗത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി. 1903 രൂപീകരിച്ചതെന്നോട് പറഞ്ഞു. 920 വരെ 16 വർഷം SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹമാണ്. അതിനുശേഷം അത്രയും കാലം നീണ്ട് 30 വർഷമായിട്ടുള്ളത് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ്. അപ്പൊ ഈ മഹാകവി കുമാരനാശാൻ SNDP യോഗത്തിന്റെ ആദ്യത്തെ ഭരണഘടന, ഇതുപോലെ ഒരു ബുക്ക്, ഈ ബുക്കിന്റെ ആദ്യത്തെ പേജിൽ SNDP യോഗത്തിന്റെ ആദ്യത്തെ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് കുമാരനാശാനാണ്. അതിൽ കുമാരനാശാൻ എഴുതിയിട്ടുണ്ട്, ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അവതരിച്ചില്ലായിരുന്നെങ്കിൽ ഈഴവരാതി പിന്നോക്ക ജനവിഭാഗങ്ങൾ ജാതിയുടെ കൊടും ക്രൂരത കൊണ്ട് ഒന്നെങ്കിൽ മതം മാറിപ്പോയനെ, അല്ലെങ്കിൽ കാട് കയറിപ്പോയനെ. ആരാ പറഞ്ഞത്? ആരാണ് എഴുതിയത്? മഹാകവി കുമാരനാശാൻ എഴുതിയതാ. എന്താ എഴുതിയെന്ന് മനസ്സിലായോ? ഇനി പറയണോ? ഗുരുദേവൻ അവതരിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇത്തരം കൊടുംക്രൂരത സഹിക്കാൻ കഴിയാതെ ഈഴവർ തൊട്ട് താഴോട്ടുള്ള ജനങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അഥവാ തീയർ തൊട്ട് താഴോട്ടുള്ള ജനത എന്ത് ചെയ്യുമായിരുന്നു? ഒന്നെങ്കിൽ കാട് കയറി പോകും, അല്ലെങ്കിൽ മതം മാറുമായിരുന്നു. ഗുരുദേവൻ വന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാത്തത്. അപ്പൊ അത്തരം ക്രൂരതയെ കുറിച്ച് ഇനി പറയേണ്ടതില്ലല്ലോ. ഈ ഒരു സന്ദർഭത്തിൽ നിന്നാണ് നമ്മൾ മാറിയത്. ഇനി മാറിയതിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. പിന്നെ തമിഴ്നാട് അല്ലെങ്കിൽ ആ മറ്റു സംസ്ഥാനങ്ങൾ അന്ന് നമ്മളെക്കാളും മെച്ചമായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നില്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ മാത്രം ഭ്രാന്താലയം എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? ശ്രദ്ധിക്കുന്ന ചിലർക്ക് തലയാട്ടാൻ തോന്നും, വേറെ ആരും തലയാട്ടത്തില്ല. മറന്നുപോയതല്ല, ഉണ്ടായിരിക്കും. അപ്പൊ ഏതായാലും ആയിക്കോട്ടെ, കുഴപ്പമില്ല, അങ്ങനൊരു പ്രശ്നമല്ലേ? അല്ലെങ്കിൽ ചായ കുട്ടിയില്ലാതെ പറയാൻ സാധ്യതയുണ്ട്.
ശരിയാണോ ഡയറക്ടർ കൊടുത്താക്കല്ലേ? ഒരു നല്ല മനുഷ്യന്മാരാ. ചായ തരട്ടെ? അതിനിടയിലെ ശ്രദ്ധിക്കുമോ? അത് നിർത്തൂല. എന്താ പറയുക, സമയം കുറവല്ലേ, മഴ വരുന്നതിന് മുമ്പ്. ഞാൻ പറഞ്ഞോട്ടെ? അപ്പൊ എന്നാലും മഴയില്ലാതിരിക്കും സുഖമായിട്ട് പറയുകയും ചെയ്യണം. കുഴപ്പമില്ല, വേണം നിർത്താൻ, കുഴപ്പമില്ല. ഓ കുഴപ്പമില്ലെന്നേ, ഇവര് നല്ല ശ്രദ്ധിക്കുന്ന ആൾക്കാർ, നല്ല മനുഷ്യന്മാരാ, കണ്ടറിയാം. ഇനി അത് എനിക്കത് ഒരു അസ്വസ്ഥത തോന്നിയാൽ എന്തായാലും നിർത്തിക്കോളാം, കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, എനിക്ക് കുറച്ചും കൂടി പറയാൻ പറ്റുന്ന തീർക്കാലോ. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞു തന്നത്? ഈ പറയുന്ന ആശാന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു സന്ദർഭത്തിലാണ് എന്ത് ഇരിക്കുന്നത്, നമ്മൾ ഈ മാറ്റത്തിന് അല്ലെ SNDP യോഗത്തിന് ഈ പറഞ്ഞ അവസ്ഥയിലേക്ക് ഗുരുദേവൻ വന്നെന്ന് പറഞ്ഞു. അപ്പൊ ഇനി അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഗുരുവിനെ ഓർക്കണമെന്ന് പറഞ്ഞത്. ഇതിന് നമ്മൾ പിന്നിട്ട വഴികൾ ഒന്ന് ഓർക്കാം. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ കാര്യം അന്നും ഇന്നും, ഇതാണ് ഞാൻ ഇപ്പൊ എത്തിക്കുന്നത്. അന്നും ഇന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ച്, മുതിർന്നവരടക്കം ശ്രദ്ധിച്ചേ. നമ്മുടെ നാട്ടിലെ ഏറ്റവും പേര് കേട്ട പണ്ഡിതന്മാരും സാമൂഹ്യകർത്താക്കളും ആധ്യാത്മിക ചിന്തകന്മാരുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. നിങ്ങൾക്കും എനിക്കും അറിയാവുന്നതാണ്. വിവേകാനന്ദ സ്വാമികൾ, പിന്നെ അതായിരുന്നു രവീന്ദ്രനാഥ് ടാഗോർ, പിന്നെ ഇന്ത്യയുടെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ പിതാമകൻ എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ്, സരോജിനി നായിഡു തുടങ്ങിയവരൊക്കെ ഏത് സംസ്ഥാനത്താണ് ജനിച്ചത്? എവിടെയാ? ഒന്ന് പറയും പ്ലീസ്. പശ്ചിമ ബംഗാളല്ലേ? ആണോ? ഇപ്പൊ ബംഗാളും കേരളവും തമ്മിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ആ ബംഗാളും ഏറ്റവും മോശം കിടന്ന കേരളം തമ്മിൽ വ്യത്യാസം നിങ്ങൾക്കൊന്ന് പറയാമോ? ഒന്നെങ്കിലും പറയാമോ? നമ്മളാണോ അവരാണോ മുന്നിൽ? അവർ മിണ്ടുന്നില്ല. പറയും, നമ്മളാണോ അവരാണോ മുന്നിൽ? നമ്മളല്ലേ? അവരിപ്പോ എവിടെയല്ലേ? അവരിവിടെ വരെയാണ് ജോലിക്ക്. ഏത് ജോലിക്ക്? ഡോക്ടർ, എഞ്ചിനീയർ അല്ല. നമ്മുടെ ആളുകൾ വിദേശത്ത് പോകുന്നുണ്ട്, യൂറോപ്പിലൊക്കെ പോകുന്നുണ്ട്. അതെങ്ങനെയാ പോകുന്നത്? നേഴ്സ്, ഡോക്ടർ, എഞ്ചിനീയർ ഒക്കെ ആയിട്ടാ. കൂലിപ്പണിക്കാണോ? അല്ല. ഇതുവരെ വരുന്നതോ ഏറ്റവും അവരെ മോശക്കാരാക്കല്ല കേട്ടോ, അത് അവരെ കുറ്റമല്ലല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആ അവസ്ഥയിൽ നിന്ന് അവരധികം മുന്നോട്ട് പോയോ? നമ്മളോ? നല്ല മാറ്റം വന്നില്ലേ? അത് ആരാണ് ചെയ്തതെന്നത് ഗുരുദേവൻ പിടികിട്ടിയോ? അതെങ്ങനെയാണ്? അപ്പൊ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒന്ന് രണ്ട് പേരുണ്ട്. ഒന്ന് ഒരു നങ്ങേലിയ. നിങ്ങൾക്ക് നങ്ങേലിനെ അറിയാം? ഇല്ലേ? പാവട്ടോ. അത് മക്കളെ ഇപ്പൊ അറിഞ്ഞതിന്റെ ബാക്കിയാണ്. ആ കാലത്ത് കുട്ടികളെ, ആ കാലത്ത് സ്ത്രീകൾ, പുരുഷന്മാർക്കൊക്കെ പലതരം നികുതികളുണ്ട്. നികുതികളുടെ ഒന്ന് പുരുഷന്മാരിങ്ങനെ മുടി കെട്ടിയിട്ടുണ്ട്, അതിന് നികുതിയുണ്ട്. കേട്ടിട്ടുണ്ടോ? കുട്ടികൾ വിചാരിക്കുന്നത് അന്ന് നമ്മളിൽ പലരുടെയും ജോലി ചെത്തായിരുന്നു. ചെത്തെന്ന് പറഞ്ഞാൽ അറിയോ? കുട്ടികൾ വിചാരിക്കും ചെത്ത് നടക്കാൻ. ആ ചെത്തല്ല, പിന്നെ മനസ്സിലായോ? ഈ പനയിലും തെങ്ങിലും കയറിയിട്ട് ഒരു ചെത്തില്ലേ? നമ്മൾ ശരിക്കും ഈഴവരെന്ന് വിളിക്കുന്ന അല്ലെ തീയർന്ന് വിളിക്കുന്ന മനുഷ്യരുടെ യഥാർത്ഥ ജോലി എന്താ നിങ്ങൾക്ക് അറിയോ? ഇവർക്കൊക്കെ അറിയാറിയല്ലോ. നമ്മൾ വൈദ്യന്മാരാട്ടോ. സാർ അറിയാതെ? അറിയത്തില്ലേ? അത് പിന്നെ വന്നതാ. യഥാർത്ഥത്തിൽ നമ്മൾ വൈദ്യരാ ആണ്. അതിന് ഉദാഹരണം പറഞ്ഞാല്, കുട്ടികളെ ഞാൻ മറന്നു ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കിയതായിരുന്നു? ഫ്രഞ്ചുകാരാണോ അത് പോർച്ചുഗീസുകാരാണ്? എനിക്കുത്തരം കിട്ടി. ഫ്രഞ്ചുകാരല്ലേ? അല്ലേ? അവർ മിണ്ടുന്നില്ല. എന്നെ പറ്റിക്കാനാണ്. ഫ്രഞ്ചുകാർ തന്നെയാണ്. ഞാൻ മറന്നുപോയതാ. ഞാൻ പണ്ട് പഠിപ്പിച്ചതും കൂടി ആവശ്യം. അതുകൊണ്ടാണ്. കുട്ടി പഠിച്ചിട്ടുണ്ടോ അത്? ഹോർത്തൂസ് മലബാറിക്കസ് 14 മൂല്യങ്ങളായിട്ട് നമ്മുടെ മലബാറിലെ പച്ചമരുന്നുകളെ കുറിച്ച് ശാസ്ത്രീയ പഠനം നടത്തി ഇറക്കിയ പുസ്തകം. നിങ്ങൾക്കറിയില്ല? ഇപ്പൊ അത് ബുക്കിലില്ല. നേരത്തെ ഉണ്ടായിരുന്നു, 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടേ ആ പുസ്തകം തയ്യാറാക്കിയ പച്ചമരുന്നുകളില്ലേ, നമ്മുടെ വിവിധ തരത്തിലുള്ള ഒറ്റമൂലികളില്ലേ, ആ മരുന്നുകളുടെ ശാസ്ത്രീയ, നമുക്കൊരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ രോഗം മാറുമെന്ന് അറിയാം. പക്ഷെ അതിന്റെ പ്രവർത്തനം എന്താ നമുക്കറിയോ? രാസപ്രവർത്തനം അല്ലെങ്കിൽ കെമിക്കൽ ആക്ഷൻ എന്താണെന്ന് അറിയില്ലല്ലോ. ഇങ്ങനെ അവർ പഠിച്ച് പുറത്തിറക്കിയ പുസ്തകം തയ്യാറാക്കുന്നതിന് പണിയെടുത്ത ആരാന്നറിയോ? അത് നമ്മുടെ നാട്ടിലെ വൈദ്യന്മാരാണ്. ആ വൈദ്യന്മാര് നമ്മുടെ ആൾക്കാരാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ നമ്മുടെ ജോലി എന്തായിരുന്നു? ഈ ചെത്തല്ല, പിന്നീട് ചെത്തുകാരാക്കി മാറ്റിയതാണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതുപോലെ ഈ ചെത്താൻ പോകുമ്പോ ഒരു ഏണി ഉണ്ടോ? ഏണി എന്ന് പറഞ്ഞാൽ അറിയാമോ? മുളയുടെ ഏണി. മുളയില്ലേ? മുള. കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിർത്തി പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ലേ? എന്നാലും അവർക്ക് മനസ്സിലായില്ല സംഭവം. അതിന് നികുതി കൊടുക്കണമായിരുന്നു. അതേപോലെ എനിക്ക് പറയാൻ മടിയുള്ള ഒരു സംഗതിയാണ്, സ്ത്രീകൾക്ക് നികുതി കൊടുക്കേണ്ടിയിരുന്നത് അവരുടെ മാറിടത്തിനാണ്. മാറിടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലായോ? നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നില്ലേ? ഒന്ന് ആലോചിക്കുക, ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവും ഇങ്ങനെ? നമുക്കിപ്പോ കേൾക്കുമ്പോ എന്ത് തോന്നുന്നുണ്ട്? കഷ്ടം അല്ലേ? ഇതുണ്ടായിരുന്ന മക്കളെ, ഈ പറഞ്ഞ സ്ത്രീകളുടെ ഈ അവയവത്തിനും നികുതി കൊടുക്കണമായിരുന്നു. എത്ര മ്ലേച്ഛമാണ്, എത്ര ഹീനമാണ്, എത്ര മനുഷ്യത്വ വിരുദ്ധമാണ്. അങ്ങനെ നികുതി പിരിക്കുന്നതിനിടയിൽ ചേർത്തലാന്ന് കേട്ടിട്ടുണ്ടോ? വൈക്കത്തിനടുത്ത്, നമ്മുടെ ജനറൽ സെക്രട്ടറിയുടെ നാടിനടുത്താ ഇത് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പുരുഷന്മാർ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കാത്തവരുണ്ടോ? അത് നങ്ങേലിന്റെ കഥ കേട്ടിട്ടുണ്ടോ? കേൾക്കാത്തവർ കുറച്ച് പേരുണ്ട്. അപ്പൊ ഈ നങ്ങേലി എന്ന് പറയുന്ന സ്ത്രീക്ക് കുറച്ച് വിവരം, അവർക്ക് കുറച്ച് സ്വാതന്ത്ര്യബോധം, അവകാശബോധം ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നികുതി പിരിക്കാൻ തുടങ്ങി.
അങ്ങനെ നികുതി പിരിക്കാൻ ചെന്നപ്പോ ഈ നങ്ങേലിയോട് നികുതി പിരിക്കാൻ പറഞ്ഞപ്പോ ഈ പറഞ്ഞ ചേർത്തലയിലുള്ള ആ സ്ഥലത്തിന്റെ പേരൊന്നും ഈ അവയവത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്, ഞാൻ പറയുന്നില്ല പേര്. അവരെന്ത് പറഞ്ഞു, ഞാൻ നികുതി തരൂല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു നികുതി ഞാൻ തരൂല, അങ്ങനെ ഒരു നികുതി തരൂല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാര് രാജാവിന്റെ അടുത്ത് വിവരം കൊടുത്തു. നങ്ങേലി എന്ന് പറയുന്ന സ്ത്രീയുണ്ട്, ധിക്കാരിയാണ്, നികുതി തന്നിട്ടില്ല, രാജാവിനെ ഇത് ധിക്കരിച്ചിരിക്കുന്നു. ആഹാ, എങ്കിൽ അവളെ പിടിച്ചു കെട്ടി നമ്മുടെ മുമ്പിൽ ഹാജരാക്കുക. അന്നങ്ങനെയല്ലേ രാജാക്കന്മാരങ്ങനെയല്ലേ അല്ലേ, നമ്മുടെ മുമ്പിൽ ഹാജരാക്കാൻ പറഞ്ഞു. അപ്പൊ നങ്ങേലിയെ കൂട്ടാൻ വേണ്ടിട്ട് ഉദ്യോഗസ്ഥന്മാർ വന്നു. നങ്ങേലിയെ കൂട്ടാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാർ ഈ ജീവനക്കാർ വന്നിട്ട് നങ്ങേലിയോട് പറഞ്ഞു, നിങ്ങൾ നികുതി കൊടുക്കാത്തതുകൊണ്ട് നിങ്ങൾ രാജസന്നിധിയിൽ ഹാജരാകണമെന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, എനിക്ക് മനസ്സില്ല. അന്ന് ആരും ധിക്കരിക്കത്തില്ല. നങ്ങേലി പറഞ്ഞു, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. ഇത്രയും മോശപ്പെട്ട നികൃഷ്ടമായ അപരിഷ്കൃതമായ ഒരു നികുതി ഞാൻ തരില്ല എന്ന് പറഞ്ഞു. എങ്കിൽ നിന്നെ ഞങ്ങൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, നിങ്ങൾ എന്നെ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞു. അതിന് നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നങ്ങേലി എന്ത് ചെയ്തെന്ന് അറിയാമോ? നങ്ങേലിയുടെ പുരയ്ക്കകത്തേക്ക് കയറിപ്പോയിട്ട് മൂർച്ചയേറിയ അരിവാൾ എടുത്തോണ്ട് വന്നു. ആ അരിവാൾ എടുത്തോണ്ട് വന്നിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ നികുതി കൊടുക്കേണ്ട അവയവമായ മാറിടം മൂർച്ചയേറിയ അരിവാള് കൊണ്ട് അറുത്ത് മുറിച്ച് നേരെ അവർക്ക് ഇട്ടുകൊടുത്തു. അവരെ കൊണ്ട് ഇട്ടുകൊടുത്തു. കൊടുക്കണമെന്ന് പറഞ്ഞു നിന്റെ യജമാനന്, നിന്റെ രാജാവിന്. എന്നിട്ട് ആ നങ്ങേലി അവിടെ രക്തം വാർന്ന് വീണ് മരിച്ചുപോയി. നിങ്ങൾ ഇതുപോലെ ഒരു പോരാളിയെ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇങ്ങനെ സ്വന്തം മാരുടെ മുറിച്ചെറിഞ്ഞു കൊടുത്തിട്ട് വീരമൃത്യു വരിച്ച ഒരു പോരാളിയെ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ആരും മിണ്ടത്തില്ല. ചായ കുടിക്കുന്നതുകൊണ്ടാണോ മിണ്ടാത്തതറിയില്ല, ഞാൻ കേട്ടിട്ടില്ല അല്ലേ? അതേപോലുള്ള പോരാളികൾ ജീവൻ ത്യാഗം ചെയ്തിട്ടൊക്കെ കൂടിയാണ് നമ്മൾ ഇന്ന് ഈ അവകാശങ്ങൾ അനുഭവിക്കുന്നത്. ഇനി വേറെ 1806 നമ്മൾ വൈക്കം ക്ഷേത്രം കേട്ടില്ലേ? വൈക്കം സത്യാഗ്രഹം നടന്ന സ്ഥലം കേട്ടില്ലേ? വൈക്കം സത്യാഗ്രഹം നടന്ന സ്ഥലം. ഈ വൈക്കം ക്ഷേത്രത്തിലേക്ക് അതിനൊക്കെ എത്രയോ മുമ്പ് 1806 200 പേര് ഇവിടുത്തെ തീയർന്ന് വിളിക്കുന്നവർ അവരെ ഈഴവരാന്നറിയാമോ? അങ്ങനെയല്ല, അറിയാലോ അല്ലേ? ഇവിടെ എങ്ങനെ വിളിക്കുന്നത്? ഈഴവരാണോ തീയരാണോ? തീയരല്ലേ? ആ തീയര് തന്നെയാണ് എവിടെയുള്ളത്? തെക്കുള്ള ഈഴവ്. രണ്ടും ഒന്നും കേട്ടോ. അത് ചില തെറ്റിദ്ധാരണ ഇടയ്ക്ക് എല്ലാം കൂട്ടിച്ചേർത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വേറെ. എന്താ ചെയ്യാം, എല്ലാം ഒന്നും തന്നെയാണ്. അല്ലെങ്കിൽ ഒരു ജാതിയല്ലേ ഉള്ളൂ, പിന്നെ തർക്കത്തിന് ആവശ്യമുള്ളൂ. ആകെ മനുഷ്യൻ ഒരു ജാതിയല്ലേ. ഏതായാലും ഈ പറയുന്ന 200 ഈഴവർ ചേർന്നിട്ട് ഈ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്ക് കയറാൻ വേണ്ടി ഒരു മാർച്ച് നടത്തി. കേട്ടിട്ടുണ്ടോ? 1806 അന്ന് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഭരിക്കുന്നത്. ആ രാജാവിന്റെ ദളവന്റെ പേര് കുട്ടിയേക്കറിയാം, വേലുത്തമ്പി ദളവ. കേട്ടിട്ടുണ്ടോ? അത് കേട്ടില്ലേ? ആ വേലുത്തമ്പി ദളവയോട് രാജാവ് ആവശ്യപ്പെടുകയാണ് അവരെ തടഞ്ഞ് അവർക്ക് ശിക്ഷ കൊടുക്കാൻ. എന്ത് ചെയ്തെന്നറിയോ? വേലുത്തമ്പിയുടെ പട്ടാളം വന്നിട്ട് 200 പേരെയും വെട്ടി അരിഞ്ഞ് അവിടെയുള്ള കുളത്തിൽ താഴ്ത്തി. ആ കുളത്തിന്റെ പേരാണ് ദളവാക്കുളം. ഏത് കൊല്ലപ്പെട്ടവരുടെ പേരിലല്ല വന്നത്, രക്തസാക്ഷികളായവരുടെ പേരല്ല, കൊന്നയാളിന്റെ പേരാണ് കുളത്തിനും വന്നത്. ദളവാക്കുളം കേട്ടിട്ടുണ്ടത്? ദളവാക്കുളം. ആ കുളം ഇന്ന് വൈക്കം KSRTC ബസ് സ്റ്റാൻഡാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതുപോലെ എത്ര പേർ എത്ര എല്ലാം അനുഭവിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ നിന്നെല്ലാം മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ വന്നത്. അങ്ങനെ മാറി. പക്ഷെ അന്യ സംസ്ഥാനങ്ങൾ നമ്മൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ എത്ര മെച്ചപ്പെട്ടു. നിങ്ങൾ അടുത്ത ദിവസം ഞാൻ പത്രത്തിൽ വായിച്ചോ? അഹമ്മദാബാദിൽ, ഗുജറാത്തിൽ, ഗാന്ധിജിയുടെ നാട്ടിൽ ഒരു താണജാതിക്കാരന്, ഉയർന്ന ജാതിക്കാരന്റെ ഒരു കുട്ടിയെ മോനെ എന്ന് വിളിച്ചതിന് തല്ലിക്കൊന്ന് നിങ്ങൾ വായിച്ചായിരുന്നു? ആരെങ്കിലും വായിച്ചു? ചില പത്രങ്ങളിലുണ്ടായിരുന്നു. നിങ്ങളാരും കണ്ടായിരുന്നു? കണ്ടില്ല? ആരും കണ്ടില്ലേ? ഉണ്ട്. ആ കുട്ടി എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞത്? മോനെ എന്ന് വിളിച്ചതിനാണ്. ആ കുട്ടിയുടെ പേര് 20 വയസ്സുകാരനാണ്, നിലേഷ് റാവത്ത്. നിങ്ങൾ നോക്കിയേ, നിലേഷ് റാവത്ത് എന്ന് പറയുന്ന ഒരു കുട്ടി, അത് ചെറുപ്പക്കാരൻ, 20 വയസ്സുള്ള. ഇവിടെ ഒരു കടയെന്ന് വിചാരിക്കാം. അത് അവരുടെ നാട്ടിൽ ജാതി വ്യത്യാസം ഇപ്പോഴും നിലനിൽക്കുന്ന എത്ര രൂക്ഷമാണെന്ന് ആലോചിക്കേ. ഈ കട വന്നപ്പോൾ അവരുടെ നാട്ടിലെ ഇയാൾ താണ ജാതിക്കാരൻ, ദളിത് വിഭാഗക്കാരനും മറ്റേത് ഉയർന്ന ജാതിക്കാരുടെ കടയാണ്. ആ കടയിൽ സാധനം വാങ്ങാൻ വന്നപ്പോൾ ആ കടക്കാരന്റെ ഒരു കുട്ടിയുടെ ഒരു 10-12 വയസ്സുള്ള ഒരു കുട്ടി സാധനം എടുത്തു തരുമ്പോൾ അലമാരിന്റെ മുകളിലിരിക്കുന്ന സാധനം കൈയെത്തിയില്ല. കൈ എത്താതെ വന്നപ്പോ ഈ വാങ്ങാൻ വന്ന നിലേഷ് റാവത്ത് ചോദിക്കാണ്, മോനെ ഞാൻ സഹായിക്കണമെന്ന്. ഇത് ആ മുതലാളിയുടെ ചെറിയ കുട്ടീന്റെ അച്ഛൻ, കടയിലുള്ള അച്ഛൻ കേട്ടു. അയാൾ അപ്പോൾ തന്നെ ഇറങ്ങി ഇവനെ തല്ലിയത് മാത്രമല്ല, വേറെ ആളുകൾ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയിട്ട് അവർ കൂട്ടത്തല്ല് നടത്തി. അങ്ങനെ കൂട്ടത്തല്ലിൽ, മർദ്ദനത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് അടിച്ചതിന് കൊന്നു നടന്നു. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇപ്പൊ നമ്മുടെ നാട് അതിനേക്കാൾ എത്രയോ മാറിയെന്ന് ഉറപ്പായില്ലേ? ഇതിന് ഉത്തരവാദി ആരാണ്? ഇങ്ങനെ മനോഹരമായ കേരളം ഉണ്ടാക്കി തന്നാരാണ്? അതിലേറ്റവും പ്രധാനമായി നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ഗുരുദേവനോടല്ലേ? അല്ലേ? അപ്പോൾ നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കണ്ടേ? വേണ്ടേ? ഇരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി ഗുരുദേവൻ എങ്ങനെയാണ് നമ്മളെ മാറ്റിയതെന്ന് അറിയാമോ? ഹലോ, ഗുരുദേവൻ എങ്ങനെയാ മാറ്റിയത്? സമരം ചെയ്യാൻ പറഞ്ഞിട്ടാണോ? ആണോ?
ജന്മികളുടെ വീട്ടിലേക്ക് പദയാത്ര നടത്തിയിട്ടാണോ? ക്ഷേത്രങ്ങളിലേക്ക് ഇടിച്ചു കയറാൻ പറഞ്ഞിട്ടാണോ? അല്ലല്ലോ. ആണോ? ഗുരുദേവൻ നമ്മളെ മാറ്റിയത് തീർച്ചയായിട്ടും ഗുരുദേവൻ നമുക്ക് അറിവ് തന്നിട്ടാണ്. അറിവിന്റെ ആയുധമാണ് നമ്മുടെ കയ്യിൽ തന്നത്. ശരിയല്ലേ? ആണോ? അറിവിന്റെ ആയുധമാണ് അന്നത്തെ ആളുകളുടെ കയ്യിലേക്ക് ഗുരുദേവൻ പകർന്നു നൽകിയത്. അതിൽ പ്രധാനമായിട്ടും ഗുരുദേവൻ അറിവ് തന്ന ഒന്ന്, ഗുരു ആരാണെന്ന്. ഗുരു തന്നെ പറഞ്ഞു ഞാൻ ആരാണെന്ന്. നിങ്ങള് ഗദ്യപ്രാർത്ഥന പഠിച്ചിട്ടുണ്ടോ? ഗുരുദേവന്റെ കൃതികൾ എത്രയാ? ഏകദേശം 64 ഉണ്ട് കേട്ടോ. കേൾക്കുന്നുണ്ടല്ലോ ചായ കുടിക്കാനാണെങ്കിലും. ഗുരുദേവൻ രചിച്ച കൃതികൾ ഏകദേശം എത്ര ഉണ്ട്? വളരെ കൃത്യമായി കണക്ക് ഇപ്പോഴില്ല, 64-ലധികമുണ്ട്. അത് സ്തോത്ര കൃതികൾ തന്നെ ഉണ്ട് 33-ലധികം. പിന്നെ ഉത്ബോധനങ്ങളുണ്ട്, അതുപോലെ ദർശനം കൃതികളുണ്ട്, അല്ലേ? 2 പിന്നെ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കൃതികളുണ്ട്. ആ കൃതികളുടെ വിഷയമല്ല പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ ഗദ്യകൃതിയുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? മുതിർന്നവർക്കറിയാം, കേട്ടിട്ടുണ്ടോ? അതിൽ ആദ്യം ഇത് ഒന്നും ശ്രദ്ധിക്കണം. ഗുരുദേവൻ പറയുന്നത് ഇങ്ങനെയാണ്: നാം ശരീരമല്ല. പഠിച്ചിട്ടുണ്ടോ? ഗദ്യകൃതി വായിച്ചിട്ടുണ്ടോ? ഗുരുദേവന്റെ ഗദ്യപ്രാർത്ഥന വായിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മൾ പദ്യപ്രാർത്ഥന നേരത്തെ വായിച്ചില്ല, ദൈവദശകം കൂട്ടി ചൊല്ലിയില്ലേ? അതുപോലെ ഗുരുദേവന്റെ ഒരു കൃതിയാണ് ഇത് ഗദ്യപ്രാർത്ഥന. ഇനി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് നമുക്ക് സംഘടിപ്പിക്കണം. അതിൽ തുടങ്ങുന്നതിൽ ഒരു ഭാഗം ഇതാണ്: നാം ശരീരമല്ല, അറിവാകുന്നു. കേൾക്കുന്നുണ്ടോ? നല്ല ശ്രദ്ധിച്ച് കേട്ട് നോക്കിയേ എന്താ ഗുരു പറഞ്ഞു തന്നെ. നാം ശരീരമല്ല, അറിവാകുന്നു. ഈ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇതൊരു ആധ്യാത്മിക കാര്യമാണ്. അതുകൊണ്ട് മുതിർന്നവർക്കാണ് കൂടുതൽ മനസ്സിലാവുക. ഒന്നുകൂടെ പറയണോ? ശ്രദ്ധിച്ചു നോക്കിയേ. നാം ശരീരമല്ല, അറിവാകുന്നു. ഈ ശരീരം ഉണ്ടാകുന്നതിന് മുമ്പിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. നിങ്ങൾക്ക് എന്താ മനസ്സിലായോ? പിടികിട്ടിയോ? വിശദീകരിക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ വേറെ സമയം പോകും. വേണം. ചുരുക്കം പറഞ്ഞാൽ അതെന്താ വെച്ചാല് ഈ പ്രപഞ്ചം എന്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ എങ്ങനെയൊക്കെ പഠിച്ചു വെച്ചേക്കുന്നത് എനിക്ക് അറിയാത്തോണ്ട് ചോദിക്കട്ടോ. ആദ്യമായിട്ടല്ല നമ്മൾ കാണുന്നത്, അതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നത്. അറിയാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഹിന്ദു വിശ്വാസ പ്രകാരം എത്ര ദൈവമുണ്ട്? അല്ലെങ്കിൽ നീണ്ടു പോവില്ല. എത്ര ഉണ്ട്? നിങ്ങൾ അഭിപ്രായം പറയാം. നമുക്ക് എത്ര ദൈവമുണ്ട് ഹിന്ദുക്കളുടെ വിശ്വാസ പ്രകാരം? പറയാം. ഹിന്ദുക്കളുടെ അടിസ്ഥാന ഗ്രന്ഥം അറിയില്ലേ? വേദങ്ങളാണ്. എത്ര ദൈവമുണ്ടെന്ന് പറയാമോ? ഗുരുദേവൻ പറഞ്ഞു തന്നില്ലേ? ഇതിന് സംശയമില്ലല്ലോ. എത്ര ദൈവമുണ്ട്? ഇവര് മിണ്ടുന്നില്ല. പണ്ട് മോഹൻലാൽ ചോദിച്ചല്ലോ, കുട്ടി മിണ്ടുന്നില്ലല്ലോ ഭാര്യ. ഒന്ന് പറഞ്ഞേ, ഗുരു എത്ര ദൈവം ഉണ്ടെന്നാ പറഞ്ഞേ? ഗുരു മിണ്ടുന്നില്ല, എന്താ പറഞ്ഞ? ചായ കിട്ടില്ല. ഒന്നുകൂടെ പറയും, ഗുരുദേവൻ എത്ര ദൈവം ഉണ്ടെന്നാ പറഞ്ഞേ? അവരെ കൊണ്ട് പറയിക്കട്ടെ, അവരങ്ങനെ വിട്ടാൻ പറ്റൂല്ലോ. അവര് ഞാൻ തന്നെ പറയാൻ വേണ്ടി നിൽക്കുക. എത്ര ഉണ്ട്? ഒരു ജാതി, ഒരു മതം. ഇവര് പറയുന്നില്ല അത് ഒരു ദൈവം. അത് വിശ്വാസമല്ലേ? അപ്പം നമ്മൾ ബാക്കി ആരാധിക്കുന്നതൊക്കെ ദൈവമല്ല, ദേവതകളാണ്. മനസ്സിലായോ? ഓങ്കാരമായ ഒരു 3 പിരിഞ്ഞു കേട്ടില്ലേ? അല്ലെങ്കിൽ ഗുരുദേവന്റെ പിന്നെ ആത്മോപദേശ ശതകത്തിൽ കൃത്യമായി എഴുതി തന്നിട്ടുണ്ട്. എന്താണ്? ഉലകിനു വേറൊരു സത്തയില്ലതുണ്ടെന്നുലകരുരപ്പത് സർവമോഹഹീനം ജളനുവിലേശയമെന്നു തോന്നിയാലും നലമിയലും മലർമാലനാഗമാമോ. എന്താണ്? ഉലകിനു വേറൊരു സത്തയില്ല, അതുണ്ടെന്നുലകരുരപ്പത് സർവമോഹഹീനം. ഈ പ്രപഞ്ചത്തിന് വേറൊരു സത്ത അഥവാ ഈശ്വരൻ ഇല്ല. പിന്നെ ഏതാണ്? ഒന്നേ ഉള്ളൂ. ആ ദൈവത്തിന്റെ പേരെന്താ? പരബ്രഹ്മം. കേട്ടില്ലേ? അഹം ബ്രഹ്മാസ്മി തത്വമസി. ഇത് കേട്ടിട്ടുള്ളതല്ലേ? ഈ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പറഞ്ഞാൽ പിന്നെ അത് മാത്രം പറയേണ്ടി വരും, കുറെ നേരം എടുക്കും. അതുകൊണ്ട് വിശദീകരിക്കാൻ പിന്നെ നമുക്ക് വേണമെങ്കിൽ കൂടാ. ചുരുക്കത്രേ ഉള്ളൂ. ഈ പ്രപഞ്ചം എവിടെ ഉണ്ടായത്? പെട്ടെന്ന് പറയാം. എഴുതുണ്ടായത് പരബ്രഹ്മത്തിൽ നിന്നാണ്. അതെന്താണെന്നറിയോ? എനിക്ക് എന്തൊരു കാരണം അപ്പോൾ എന്താ തരൂല. ഈ ഫോൺ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ എന്തൊരു സാധനം പറയുന്നില്ല, ഇവിടെ ഒരു അടയാളം നോക്കിയിട്ട് എന്താ റേഞ്ചോ ആണോ പറഞ്ഞ നിങ്ങളെങ്കിലും പറയും. ഫോണിനകത്ത് മെസ്സേജ് കിട്ടണം, വീഡിയോ അയക്കണം, നമുക്ക് പറയണമെങ്കിൽ എന്ത് വേണം? ഒരു അടയാളം കാണിക്കില്ല. അതിനെന്താ നമ്മൾ പറയാ? റേഞ്ച് അല്ലേ? അത് എവിടുന്ന വരുന്നത്? ഇത് എവിടെ കൊണ്ടായാലും കിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ ഉണ്ടെന്നല്ലേ? അല്ലേ? എന്നാൽ നിങ്ങൾ കാണിച്ചു തരാം. അവിടെ റേഞ്ച് കാണിച്ചോണ്ടാ. കുട്ടികൾക്ക് ധൈര്യം ഉണ്ടായിരുന്നു കാണിക്കും. ഇവിടുത്തെ റേഞ്ച് കാണാൻ പറ്റുമോ സഹോദരി? അത് എവിടുന്നാ വരുന്നതെന്ന് അറിയാം. ഈ സയൻസ് പഠിച്ച കുട്ടികൾ എന്നെ പറ്റിക്കും. ഒന്നും പറഞ്ഞൂടെ, ഞാൻ പാവല്ലേ? അപ്പൊ പറയോ? മക്കൾക്ക് പറയാം അത് എവിടുന്നാ വരുന്നത്? അവർക്ക് ചായ കൊടുക്കണ്ട കേട്ടോ, അവർ പറയുന്നില്ല. എവിടെ പറയണോ? എവിടെ ഇരിക്കുന്നത്?
മക്കളൊന്നും പറഞ്ഞോണ്ടാ അവർക്കറിയാം, അത് പറയാത്തൊന്നും അറിയാം, തെറ്റിപ്പോന്നും വരിക. എടാ നിങ്ങൾ ഇൻസാറ്റൊക്കെ പഠിച്ചതല്ലേ, ഉപഗ്രഹങ്ങൾ പഠിച്ചതല്ലേ? നിങ്ങൾ സ്കൂളിൽ പോയില്ല? ഒരു വടി കിട്ടും, അവിടെ വടി കിട്ടും. മക്കളെ നിങ്ങൾ ഉപഗ്രഹങ്ങൾ പഠിച്ചിട്ടില്ലേ? കൃത്രിമ ഉപഗ്രഹങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇൻസാറ്റ് ലാൻഡ്സാറ്റ് പഠിച്ചില്ലേ? ഇല്ലടാ. ഏത് ഇപ്പൊ കാലാവസ്ഥയൊക്കെ നിരീക്ഷിക്കുന്നത് ഉപയോഗിച്ചിട്ടാ? ഉപഗ്രഹങ്ങളല്ലേ, ഭൂമി സർവേ ചെയ്യുന്നത് ഉപയോഗിച്ചിട്ടാ? ഇവര് മിണ്ടൂലല്ലോ. എടാ ഉപഗ്രഹമല്ലേ? ഇൻസാറ്റ് പഠിച്ചിട്ടുണ്ടോ? 1 B 2 B 3 B ഇല്ലേ? നിങ്ങൾക്കറിയാലല്ലേ, ഇവർക്ക് അറിയാതില്ല, എന്റെ പറ്റിക്കാനാ. നിങ്ങൾ മനസ്സിലായി? ഉപഗ്രഹങ്ങളില്ലേ? ഈ ആകാശത്തിൽ ഇരിക്കുന്ന ഉപഗ്രഹത്തിൽ നിന്നല്ലേ റേഞ്ച് വരുന്നത്? നിങ്ങൾക്ക് സംശയം ഉണ്ടോ? ഇല്ല. അത് പിടിച്ചെടുക്കാനുള്ള ടവർ കണ്ടിട്ടുണ്ടോ? വലിയ ടവർ കണ്ടിട്ടില്ലേ? അതിന് മുകളിൽ ഇങ്ങനെ കുടപോലെ വെച്ചിട്ട് ഏരിയയിൽ വെച്ച് കണ്ടിട്ടില്ലേ? അപ്പൊ ഇത് എവിടുന്നാ വരുന്നത്? അന്തരീക്ഷത്തിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഉപഗ്രഹമുണ്ട്. ഇൻസാറ്റ് 2 B ഒക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇൻസാറ്റ് വേറെ എടുത്തുണ്ട്, ഭൂമിയോട് ചേർന്ന് വെച്ചിരിക്കുന്ന ഉപഗ്രഹം വേറെ ഉണ്ട്. അവരാണ് ഭൂമിയെ കുറിച്ച് പഠിക്കുന്നത്, കാലാവസ്ഥയൊക്കെ പറയുന്നത്. വളരെ ഉയരത്തിൽ വെച്ചിരിക്കുന്നതാണ് ഇൻസാറ്റ്. അവയാണ് ഈ പറയുന്ന നമ്മുടെ ചാനലുകളിലൊക്കെ വാർത്ത എത്തിക്കുന്നത്, ചിത്രങ്ങൾ എത്തിക്കുന്നത്, മെസ്സേജ് നമ്മുടെ ഫോണൊക്കെ വർക്ക് ചെയ്യുന്നത് അതുവഴിയാണ്. അത് പിടിച്ചെടുക്കാനാണ് ഈ പിന്നെ ടവർ വെച്ചേക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ സുഹൃത്തുക്കളെ? ആ റേഞ്ച് എന്ന് പറയുന്ന സാധനം വൈദ്യുത കാന്തിക തരംഗങ്ങളായിരിക്കൂലേ? തരംഗങ്ങൾ മനസ്സിലാവില്ലേ? ഞാനിപ്പോ സംസാരിക്കാൻ നിങ്ങളുടെ ചെവിയിലെത്തുന്നില്ലേ? നിങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെ ഉണ്ടല്ലോ. അതേപോലെ ഏതുണ്ട്? ഈ എല്ലാ ആകാശത്തിലും ഇവിടെ എന്ത് നിറഞ്ഞിരിക്കുന്നുണ്ട്? ഈ അതുകൊണ്ടല്ലേ ഫോൺ കിട്ടുന്നേ. ഫോൺ അവിടെ ഇരിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ആ പറയുന്ന ഒരു ഫോണിന്റെ അകത്ത് കിട്ടുന്ന ചിത്രം നമുക്ക് കടയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റ് ഇട്ടുകൂടെ? പറ്റുമോ മക്കളെ? പറ്റൂലേ? ഞാൻ നിങ്ങൾക്ക് ഒരു ഫോം അയച്ചു തന്നു. നിങ്ങൾക്ക് അവിടെ DTP ചെയ്യുന്നത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഫോം അടിച്ചു തരൂലേ? എന്നാൽ ഞാൻ അയച്ച സാധനം വർക്ക് ചെയ്തിട്ടുള്ള ആ റേഞ്ച് നമുക്ക് കാണാൻ പറ്റുമോ? ഈ ഫോണിന്റെ അകത്ത് ഇതെല്ലാം എത്തിക്കുന്ന റേഞ്ച് കാണാൻ പറ്റുമോ? ഒന്നും പിടികിട്ടുന്നില്ല. അപ്പൊ ഇവിടെ എല്ലാം എന്ത് നിൽക്കുന്നുണ്ട്? ഈ പറഞ്ഞ റേഞ്ച് എന്ന് പറയുന്ന വൈദ്യുതകാന്തിക തരംഗം നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അതിന് നമുക്ക് സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ പറയുന്നത് ജീവൻ ഉള്ള ശബ്ദം നിങ്ങൾക്ക് ഫോണിലേക്ക് അയച്ചു തരാൻ പറ്റും, ചിത്രം അയച്ചു തരാൻ പറ്റും, പാട്ട് അയച്ചു തരാൻ പറ്റും. ഒക്കെ ശരിയാണല്ലോ? പറ്റില്ലേ? ഓക്കെ. അപ്പൊ ഈ നിറഞ്ഞു നിൽക്കുന്നത് പോലെ ഏകദേശം ഒരു ധാരണ, അതുപോലെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തി ചൈതന്യമുണ്ട്. അതിന്റെ പേരാണ് പരമാത്മാവ് അഥവാ പരബ്രഹ്മം. പിടികിട്ടിയോ? പിടികിട്ടിയോ? ഏകദേശം മനസ്സിലായോ? അത് എവിടെ ഉണ്ട്? എല്ലായിടത്തും ഉണ്ട്. അതിന് സംസ്കൃതത്തിൽ പറയും സർവം കല്ലിതം ബ്രഹ്മം. കേട്ടിട്ടുണ്ടോ? സർവ്വതിലും എന്തുണ്ട്? ബ്രഹ്മം നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങളിലുണ്ടോ? ഇല്ലേ? ഉണ്ടെന്നേ. ഞാൻ തന്നെയാണ് ക്ഷേത്രം. അഹം എന്താണ്? ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യ വിദ്യത എന്ന് കേട്ടിട്ടുണ്ടോ? കൃഷ്ണ ഭഗവാൻ അർജുനനോട് പറഞ്ഞ ക്ഷേത്രാന്തരത്തിൽ ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യ വിദ്യത. ഈ ശരീരം തന്നെ എന്താണ്? ക്ഷേത്രമാണ്. ഇനി ഞാൻ വേറൊന്ന് പറഞ്ഞുതരാം. ശ്രീനാരായണ ഗുരുദേവൻ ഏറ്റവും അവസാനം പ്രതിഷ്ഠിച്ചത് എന്താണ്? അത് നിങ്ങൾ പറയണം, ഞാൻ പറയില്ല. നിങ്ങളിവിടെ ക്ഷേത്രം ഗുരുദേവൻ പ്രതിഷ്ഠിച്ച് തന്നതല്ലേ തലശ്ശേരി? അതുപോലെ ഏറ്റവും ഒടുവിൽ 1927 ഏറ്റവും ഒടുവിൽ കളവങ്കോടത്തും പിന്നെ എവിടെയാണ് ഉല്ലലയിലും ക്ഷേത്രം പ്രതിഷ്ഠിച്ചപ്പോൾ അവിടുത്തെ പ്രതിഷ്ഠ എന്താണെന്ന് ആരെങ്കിലും ഒരാൾ പറയും? ഇല്ല നിങ്ങളോട് പറയും. പ്രതിഷ്ഠ ആരാ പറഞ്ഞ? കൈകൊക്കെ കണ്ണാടി പറഞ്ഞാരാ? ആർക്കെങ്കിലും അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും മോശമായിട്ട് വിചാരിക്കരുത് കേട്ടോ. നമ്മളിപ്പോ എല്ലാം പഠിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. മനസ്സിലായി പറഞ്ഞത്? നമ്മളിതെല്ലാവരും പഠന ക്ലാസ് വെച്ച് എല്ലാം പഠിച്ചിരിക്കുന്നവരല്ലല്ലോ. ആണോ? അല്ല, നമ്മൾ പഠിക്കുകയാണ്. നമ്മൾക്ക് അങ്ങനെ വായിച്ചു പറഞ്ഞതല്ലേ. അതുകൊണ്ട് അങ്ങനെ തെറ്റിദ്ധരിക്കണം. അറിയുന്നവർ പറയാം. എന്താ പ്രതിഷ്ഠിച്ചത്? കണ്ണാടിയാണ്. മനസ്സിലായോ? ആണോ? യഥാർത്ഥത്തിൽ അതല്ല കേട്ടോ, ഓങ്കാര പ്രതിഷ്ഠയാണ്. ആ പറഞ്ഞ ആളുകൾക്ക് അറിയാം. അതായത് കണ്ണാടി എങ്ങനെ പ്രതിഷ്ഠിച്ചത്? ഇതാണ് കണ്ണാടി. മക്കൾക്ക് മനസ്സിലായോ? മുഖം നോക്കുന്ന കണ്ണാടിയില്ലേ? ഇത് കണ്ണാടി എന്ന് വിചാരിച്ചൂടെ? അത് വിചാരിക്കാനും പറ്റൂലേ? ഒന്നും വിചാരിക്കണം മനുഷ്യന്മാരെ. അപ്പൊ ഈ കണ്ണാടി ഗുരു എന്താ ചെയ്തറിയോ? ഇതിന് പിന്നിൽ ഓം എന്ന് എഴുതി. ഇത് ചുരണ്ടിയാൽ ഓമാവൂലേ? ഇതിന്റെ പുറകിൽ രസമല്ലേ? കണ്ണാടി എല്ലാവർക്കും അറിയത്തില്ലേ? പൊട്ടിയ കണ്ണാടി കണ്ടിട്ടില്ലേ? ഇതിന്റെ പുറകിൽ സിൽവർ പോലെ തേച്ചിട്ടല്ലേ മക്കളെ? നിങ്ങൾക്കല്ലട്ടോ, നിങ്ങൾക്ക് അറിയാലോ. അത് ഗുരു എന്ത് ചെയ്തെന്നറിയോ? ഓം എന്ന് എഴുതി. ഓം എഴുതാൻ അറിയോ? ഓം എല്ലാവർക്കും അറിയില്ലേ? എങ്ങനെ? ആ ഓം എന്നാണ് എഴുതിയത്. അപ്പൊ ഇനി നോക്കിക്കേ, ഇതിന്റെ മുന്നിൽ ഞാൻ വന്ന് നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വന്ന് നിൽക്കുകയാണ് ക്ഷേത്രത്തില്. അതിനകത്ത് പ്രതിഷ്ഠ എന്താ? അവിടെ അവരെ നോക്കണ്ട. ഈ പ്രതിഷ്ഠ എന്താ കാണുന്നത്? അവര് പറഞ്ഞ കണ്ണാടിയാ. അതിന് നടുവിൽ എന്താ ഉള്ളത്? ഓം എന്ന് ചുരണ്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ മുമ്പിൽ നിന്നാൽ ഞാൻ എന്താ കാണുക? എന്നെ കാണാം. എന്റെ നടുക്ക് എന്ത് കാണും? ഞാൻ അങ്ങോട്ട് നോക്കി നിൽക്കുമ്പോ എന്നെ അതിനകത്ത് കാണാം. അതിന് നടുവിൽ എന്ത് കാണും? ഈ ഭാഗത്ത് എന്താ കാണുക? എഴുതിയ സാധനം എന്താ? ഓമല്ലേ?
പിടികിട്ടിയോ? ആ ഓം എന്താണെന്നറിയോ? നമ്മളിപ്പോ പറഞ്ഞ പരബ്രഹ്മത്തിന്റെ നാമരൂപമാണ്, ഈശ്വരന്റെ നാമരൂപം ഓം എന്നാണ് പറയുക. കേട്ടോ? ഓമെന്ന് തൊട്ടൊരു എന്താണ് കോടി മന്ത്രപ്പൊരുൾ. അപ്പൊ ഈ ഓം എന്ന് പറഞ്ഞപ്പോ മനസ്സിലായോ? ഈശ്വരന്റെ നാമരൂപം. നാമരൂപം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഞാൻ വിഷമമുള്ളപ്പോ നിർത്താട്ടോ, പറഞ്ഞു പിടിക്കുന്നതാ. നാമരൂപം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ബോറടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇത് തന്നെ പറയണം, അല്ല മാറ്റാം. നാമരൂപം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലായോ? ഞാൻ കാണിക്കട്ടെ നാമരൂപം എന്താന്ന് നോക്കട്ടെ. ആ അതാ എന്റെ നാമരൂപം കണ്ടോ എഴുതി വെച്ചേക്കുന്നത്? സൂക്ഷിച്ചു നോക്കിയേ. സി അല്ല കേട്ടോ, എ പി ആ. കാണുന്നുണ്ടോ? ഇല്ലേ? നാമരൂപം കണ്ടോ? നാമത്തിന്റെ രൂപം. ഓക്കെ അല്ലേ? അതാണ് നാമത്തിന്റെ രൂപം. മനസ്സിലായോ? ആ നാമം രൂപം, അക്ഷരമാണ് രൂപം കൊടുത്തത്. ഓം എന്നുള്ള രൂപം എന്താ? ഇതാണ്. കണ്ടില്ലേ? അപ്പൊ ആ ഓം ആരാണ്? ദൈവത്തെയാണ് പ്രധാനം ചെയ്യുന്നത്. ഓം എന്ന ശബ്ദം. പിടികിട്ടിയോ? ഓക്കെ. അപ്പൊ ഈ പ്രപഞ്ചഭാഗം നിറഞ്ഞു നിൽക്കുന്ന ശക്തി ഏതാണ്? ഓങ്കാരമായ പൊരുളാണ്, അഥവാ ഓങ്കാരമാണ്, അഥവാ പരബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിൽ നിന്നാണ് എന്തുണ്ടായത്? ഈ പ്രപഞ്ചം ഉണ്ടായത്. വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഗതി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഈ പറഞ്ഞ റേഞ്ച് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ ബോർഡിലേക്ക് വരുന്നത്, അതിൽ നിന്നല്ലേ ശബ്ദം ഉണ്ടാക്കുന്നത്. അതിൽ നിന്നല്ലേ ഞാൻ കുട്ടികളോട് പ്രിന്റ് ഇട്ട് എടുക്കാമെന്ന് പറഞ്ഞ പേപ്പറിൽ. മനസ്സിലായോ? അതിനേക്കാൾ നല്ല ഉദാഹരണം പറഞ്ഞാൽ ഇത് രക്ഷപ്പെടാൻ നോക്കണം. പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ഈ വീട്ടിൽ ഈ പറയുന്ന പിന്നെ ശാശ്വതേട്ടന്റെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടാവില്ലേ? ഇല്ലേ? നമുക്ക് ധാരാളം വീട്ടിൽ അല്ലേ? വേണ്ട, ഉണ്ട്. അതിനകത്ത് തണുപ്പിച്ച് വെച്ച ഒരു വെള്ളം എടുത്ത് ഞാനിവിടെ കൊണ്ട് വെച്ചത് വിചാരിക്കാം, ചോദിച്ചാൽ തരൂല. എന്നാലും ഇവിടെ വെച്ച് കണ്ടോ? കണ്ടില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ ഡയറക്ടർ പേര് മറന്നിരിക്കുന്നേ, ആ സജീവേട്ടനോട് ഞാൻ പറഞ്ഞു നല്ലോണം തുടച്ചു വെക്കാൻ പറഞ്ഞു. നിങ്ങളൊന്ന് പഠിപ്പിക്കാൻ വേണ്ടിയില്ല, അത് തുടച്ചു. ഇതാ വെച്ച കണ്ടോ? നീ ഇന്ന് സൂക്ഷിച്ച് നോക്കേ. കുറച്ച് കഴിഞ്ഞപ്പോ ഇതിന്റെ പുറത്ത് വെള്ളം വന്നു. അത് എവിടുന്ന? ഈ കുപ്പി തുടച്ചു വെച്ചത് സജീവേട്ടൻ. പിന്നെ ഇതിന് പുറത്ത് വെള്ളം, കുപ്പി ചോർന്നില്ല. പിന്നെ എവിടുന്ന വെള്ളം? ആർക്കും അറിയാം? ഈ കുട്ടികളൊക്കെ പറഞ്ഞു തരണ്ടോ? അവരെനിക്കൊന്നും പറഞ്ഞു തരുന്നില്ല. അവർക്ക് അറിയാഞ്ഞിട്ടല്ല. പറയും നമ്മുടെ ആൾക്കാരാണ്. അയ്യോ സ്ഥലമില്ല കേട്ടാ. ആ സീറ്റ് ഇങ്ങോട്ട് ഇട്ടോടും. ഇവിടെ അയ്യോ എനിക്ക് അവരെ കാണണം. ഇങ്ങോട്ട് വരാൻ പറയും. അവരോട് ചോദിക്കും, സഹോദരി പച്ചസാരി സഹോദരി ഇങ്ങോട്ട് ഇവിടെ വന്നിരിക്കും. ഇവിടെ സ്ഥലമുണ്ട്. കുറെ ആൾ പുറത്തുണ്ട്. നിങ്ങളൊന്ന് പറയാൻ അവർ പറയാൻ വേണ്ടി വന്നാ. ആ അത് ശരി. ഇങ്ങോട്ട് ഇരിക്കട്ടോ. കുറച്ചിറങ്ങി വരാൻ തന്നെ ഇരിക്കാലോ. ഇവിടെ ഏതായാലും ഇത്ര ആൾ വന്നല്ലേ, സന്തോഷം. ഇവിടെ ഇരിക്കാം. വഴി വെള്ളം വരുന്നത് ഇത്ര ആൾ വന്നിട്ടില്ലേ? ആ വരാന്തയിലിരിക്കാം കുറച്ച്. ആ വരാന്ത സഞ്ചിയൊക്കെ മാറ്റിയാൽ അല്ലേ? ആ അത് ശരി. ആള് വന്നോണ്ടിരിക്കുക കേട്ടോ. അത് നേരത്തെ എനിക്ക് തോന്നി. കാരണം പ്രസിഡന്റിനും സെക്രട്ടറിയുടെ സ്വാഗതം അഭിശ്വാസം കേട്ടപ്പോൾ തന്നെ തോന്നി. വളരെ ആക്റ്റീവായിട്ട് ആളുകളോട് നന്നായി ഇടപെടുന്ന നേതാക്കന്മാരുണ്ടല്ലോ എന്ന് പറയാൻ ആദ്യം വിട്ടുപോയി. അപ്പൊ നമുക്ക് ഈ കുപ്പി എടുക്കണ്ടേ? കുപ്പി ഇവിടെ ഇരിക്കുക സുഹൃത്തുക്കളെ. അപ്പൊ എന്നാട്ടെ ഇങ്ങനെ പോയാൽ എന്തായാലും കുറെ ആളുകൾ വരുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ എന്ത് മനസ്സിലായി? ഈ വെള്ളം ഇടുന്ന കുട്ടികളെങ്കിലും ഒന്ന് പറഞ്ഞില്ല. ഈ വെള്ളം ഇടുന്ന നന്നായി. കുപ്പിയുടെ പുറത്തെ വെള്ളം അകത്തെ വെള്ളമാണോ പുറത്തെ വെള്ളമാണോ? ഈ കുപ്പിയുടെ പുറത്ത് വന്ന വെള്ളം ഏതെങ്കിലും ഒരു അമ്മമാരോ അല്ല അച്ഛന്മാർ എവിടുന്ന സഹോദര കുപ്പിയുടെ അകത്തേതാണോ പുറത്താണോ? അപ്പൊ എവിടുന്ന് വന്നതാണ് ആ വെള്ളം? എവിടെയുള്ള? എവിടെയുണ്ട്? ഇവിടെ ഉണ്ട്. ഈ അന്തരീക്ഷത്തിൽ ഉണ്ടെന്ന വെള്ളം ഇല്ലേ? നിങ്ങൾക്ക് സംശയം ഉണ്ടോ? ആ വെള്ളം എവിടെയുള്ളേ? എവിടെയുണ്ട്? ഈ വായുവിലില്ലേ? അതിന്റെ പേരെന്താ? നീരാവി അല്ലേ? നിങ്ങൾ കേട്ടോ? ശരിയാണോ തെറ്റാണോ? ഉണ്ടല്ലോ. അവർ മിണ്ടുന്നില്ല, തലയാട്ട്. അപ്പൊ ഈ വായുവിൽ എന്തുണ്ട്? നീരാവി ഉണ്ടോ? അത് ഉപ്പിക്ക് തണുപ്പല്ലേ? തണുപ്പ് തട്ടിപ്പ് എന്തായി? നീരാവി ഘനീഭവിച്ച് വെള്ളമായി. മനസ്സിലായോ? അന്തരീക്ഷത്തിലുള്ള നീരാവി ഇല്ലേ? അത് തണുക്കുമ്പോഴല്ലേ മഴയായിട്ട് വരുന്നത്. ഒന്നുകൂടെ തണുത്ത ഐസാവൂലേ? സുഹൃത്തുക്കളെ ഇപ്പൊ സമ്മതിച്ചോ? അപ്പൊ ഈ വായുവിൽ എന്തുണ്ട്? നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ നീരാവി? പക്ഷെ തണുത്ത് വെള്ളമായപ്പോ കാണാൻ പറ്റുന്നുണ്ടോ? ഒന്നുകൂടി തണുത്ത അത് ഐസാകുമോ? കിട്ടിയോ? അപ്പൊ നമുക്ക് കാണാനും തൊടാനും പറ്റാത്ത നീരാവി എന്തായി? തണുത്തപ്പോൾ കാണാനും തൊടാനും പറ്റുന്ന വെള്ളം ഉണ്ടായോ? ഒന്നുകൂടി തണുത്താൽ ഐസാകുമോ? ഇതിന്റെ ഏകദേശം നിങ്ങൾ മനസ്സിലായാൽ നമുക്ക് കാണാനും തൊടാനും ഒന്നും പറ്റാത്ത, രൂപമില്ല, ഗന്ധമില്ല, അതുപോലെ തന്നെ ഒന്നുമില്ല, അങ്ങനെയുള്ള ഒരു എന്താണ് പറയാ നിർഗുണമായ പരബ്രഹ്മമാണ്. അങ്ങനെ കാണാനോ തൊടാനോ, അതായത് ഭംഗിവാക്കായി പറയും ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്ത നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഏതൊക്കെയാ? കണ്ണ്,
ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നല്ലേ പഞ്ചേന്ദ്രിയങ്ങൾ. ഇതുകൊണ്ട് നമുക്ക് ഞാൻ പറഞ്ഞ നീരാവിയെ തൊട്ടറിയാൻ പറ്റത്തില്ല, കണ്ടറിയാൻ പറ്റത്തില്ല, രുചിച്ചറിയാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ മക്കളെ, ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തി ചൈതന്യമുണ്ട്. ആ ശക്തി ചൈതന്യമാണ് പരബ്രഹ്മം. അതാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൽ നിന്നാണ് മറ്റു ദേവതകളൊക്കെ ഉണ്ടായത്, ഈ ഭൂമി ഉണ്ടായത്. ഇതുണ്ടാവാൻ സമയമായപ്പോ പ്രപഞ്ചം ഉത്ഭവിക്കുന്ന സമയത്ത് ഈ പരബ്രഹ്മത്തിന് ഒരു കമ്പനം ഉണ്ടായി എന്നാണ് വേദങ്ങളൊക്കെ പറഞ്ഞത്. കമ്പനം എന്ന് പറഞ്ഞ ഒരു സ്ഫോടനം പോലെ. അതൊന്നും എന്റെ വാക്കൊന്നും ശരിയല്ല. ആ സമയത്തുണ്ടായ ശബ്ദമാണ് ഓം. എന്താണ്? വെടിവഴിപാട് കേട്ടിട്ടുണ്ടോ? ക്ഷേത്രത്തിൽ ഉണ്ടാവാറില്ല എവിടെയൊക്കെ വെടിവഴിപാടുണ്ട് നമ്മുടെ നാട്ടിൽ ക്ഷേത്രം. ആ ശബ്ദം ഇത് ഉദ്ദേശിച്ചിട്ടാണ്. ഏത് ഓം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമായ മൂലമന്ത്രധ്വനിയാണ് ഓം. അതുകൊണ്ടാണ് എല്ലാ മന്ത്രങ്ങളുടെയും മുന്നിൽ എന്ത് ചേർക്കും? ഓം ചേർക്കും. അതാണ് ഏറ്റവും ശക്തമായ മന്ത്രം. അപ്പൊ ഈ ശബ്ദം എപ്പോഴാണ്? ഈ പറയുന്ന ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടാകുന്നതിന് വേണ്ടി ഉണ്ടായ ഒരു സ്ഫോടനം അഥവാ കമ്പനമാണ്. ആ വാക്ക് മലയാളത്തിൽ പൂർണ്ണമല്ല. അതിനുശേഷം എന്ത് ചെയ്തു? കുറെ ഭാഗത്തേക്ക് ഇത് ചിന്നിച്ചിതറിട്ട് ഇപ്പൊ നീരാവി വെള്ളമായതുപോലെ ഖനീഭവിച്ചതുപോലെ 5 വസ്തുക്കൾ ഉണ്ടായി. ആ 5 വസ്തുക്കളുടെ പേരാണ് പഞ്ചഭൂതങ്ങൾ. കേട്ടിട്ടുണ്ടോ? പഞ്ചഭൂതങ്ങൾ. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് പ്രപഞ്ചം. ഭൂമി മാത്രമല്ല, ഈ ലോകത്തിലുള്ള സകല നക്ഷത്രങ്ങളുടെ എല്ലാം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. അതുകൊണ്ടാണ് പ്രപഞ്ചം എന്ന് പേരിട്ടത്. എന്താണ് പ്രപഞ്ചം? 5 വസ്തുക്കളേ ഉള്ളൂ. ആ 5 വസ്തുക്കൾ ഏതാണെന്നറിയോ? 5 വസ്തുക്കളാണ് ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഈശ്വരനാകുന്ന പരബ്രഹ്മത്തിൽ നിന്ന് രൂപമെടുത്തത്. അത് ചേർന്നുണ്ടായതാണ് ഇത് മുഴുവൻ. ഞാനും അതെ, നിങ്ങളും അതെ. അതേതാ 5 വസ്തുക്കൾ അറിയാമോ? ഇത് കുറെ പേർക്ക് അറിയുന്നതല്ലേ. ഏതാണ്? ഒന്ന് ഇതാണ് ഭൂമി. പിന്നെ ഒന്ന് ഇവിടെ ഉണ്ട് വായു. പിന്നെയോ പന്തലിന് മുകളിലുണ്ട് ആകാശം. പിന്നെ ഏതാണ്? വിളക്കിലുണ്ട് അഗ്നി. പിന്നെ ഒന്ന് കുപ്പിയിലുണ്ട് ജലം. മനസ്സിലായോ? പഞ്ചഭൂതങ്ങൾ ഇതുവരെ അറിയില്ലെങ്കിൽ, അറിയാവുന്നതാണ് എന്റെ വിചാരം, നിങ്ങൾ മിണ്ടാതിരിക്കാനും തന്നെയാണ് എന്റെ വിചാരം. അഥവാ അറിയില്ലെങ്കിൽ ഒന്നും കൂടി ഓർത്ത് വെച്ചോടുക. ക്രമത്തിൽ പഠിച്ചാൽ മതി. പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് ഭൂമി, വായു, ആകാശം, അഗ്നി, ജലം. സംസ്കൃതത്തിൽ പൃഥ്വി, അപ്, തേജോ, വായു, ആകാശം എന്നാണ് പറയാ. ഈ 5 വസ്തുക്കളെ എന്റെ ശരീരത്തിലുള്ളൂ, നിങ്ങളുടെയും ശരീരത്തിൽ അതേ ഉള്ളൂ. അപ്പൊ ഇത് എവിടെ നിന്നുണ്ടായതാണ്? ആത്മാവിൽ. പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? പരബ്രഹ്മം തന്നെ. അപ്പൊ സകല ഭൂതങ്ങളും ആത്മാവിലും, ആത്മാവിനെയും അങ്ങനെ സകല ഭൂതങ്ങളിലും കാണുന്നവൻ എന്തുള്ളൂ? നിന്ദ്യമായി. മനസ്സിലായോ പറഞ്ഞത്? എവിടെയുള്ളത്? ഈ ഭൂതങ്ങളിൽ 5 എവിടെയുണ്ട്? ആത്മാവിലുണ്ട്. നമ്മൾ തൈര് കടഞ്ഞിട്ട് അതിനകത്ത് നെയ്യ് കിട്ടണമെങ്കിൽ ആ തൈരിനകത്ത് എന്തുണ്ട്? നെയ്യുണ്ട്. അത് പാലിൽ നിന്നുണ്ടായതല്ലേ. അപ്പൊ പാലിനകത്ത് എന്തുണ്ട്? ഈ പറഞ്ഞ നെയ്യ് ഉണ്ടായിട്ടല്ലേ നമുക്ക് കിട്ടുന്നത്. അതുപോലെ പരബ്രഹ്മത്തിൽ നിന്ന് എന്തുണ്ടായിട്ടുണ്ട്? ഈ 5 വസ്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 5 വസ്തുക്കൾ എവിടെ തന്നെ ഉണ്ട്? ആ പരബ്രഹ്മത്തിൽ ഉണ്ടായിട്ടല്ലേ അത് ഉണ്ടാവുന്നത്, അല്ലേ? അതാണ് പറയുന്നത്. അപ്പൊ ഇനി ഞാൻ അത് നീണ്ടു പോകുന്നില്ല. 5 വസ്തുക്കളാണ് പഞ്ചഭൂതങ്ങൾ. അത് നിങ്ങളിലും എന്നിലും ഉണ്ട്. ഉദാഹരണത്തിന് നിങ്ങളുടെ ശരീരത്തിൽ അഗ്നി ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? നിങ്ങളുടെ ശരീരത്തിൽ അഗ്നി ഉണ്ടോ? ഇവിടെ തെർമോമീറ്റർ കിട്ടും. തെർമോമീറ്റർ കിട്ടും. നമുക്ക് നടന്നു നോക്കാം ചൂടുണ്ടോ ഉണ്ടോ ഇല്ലയോ? അവിടുന്ന് ഇപ്പൊ ഒരാൾ പറയുന്ന കേട്ടെ, ഞാൻ രാവിലെ ചായ കുടിച്ചിട്ടില്ല, വയറ് കത്തുന്നു. അതാരാ പറഞ്ഞു? എഴുന്നേറ്റ് നോക്കട്ടെ, ശരിയാണോ? ചൂടുണ്ടോ ഇല്ലയോ? സമ്മതിച്ചില്ല. അഗ്നി ഇല്ലേ? നമ്മുടെ ശരീരത്തിൽ ഉണ്ട്, ചൂടുണ്ട്, ഉണ്ടല്ലേ? നമ്മുടെ വയറ് കത്തുന്ന ജഡരാഗ്നി. നിങ്ങളുടെ ശരീരത്തിൽ ജലമുണ്ടോ? ജലമുണ്ടോ? എത്ര ശതമാനം? ഞാൻ കേട്ടത് 70% ജലമാണ്. ഉണ്ടോ ഇല്ലയോ? അപ്പൊ ഉണ്ടല്ലോ, അഗ്നിയുണ്ട്, ജലമുണ്ട്, ഭൂമി. ഭൂമി എന്നല്ലേ തിന്നത് മുഴുവൻ. ഭക്ഷണം കഴിച്ച വിടുന്ന ഇതിനകത്തുണ്ടായതല്ലേ, മണ്ണിൽ നിന്നുണ്ടായതല്ലേ നെല്ലും ഗോതമ്പും ഒക്കെ, പൂളക്കിഴങ്ങൊക്കെ, അല്ലെങ്കിൽ കപ്പ, മരച്ചീനി, പല പേരിൽ അറിയപ്പെടും. ശരിയാണോ തെറ്റാണോ? അപ്പൊ ഈ ശരീരത്തിൽ നിന്നുണ്ട്. ഇത് ആധ്യാത്മികമായിട്ട് നമുക്ക് സമയം എടുത്ത് പറയേണ്ടതാണ്. ഞാൻ അതിൽ നിന്ന് പിന്മാങ്ങാൻ നോക്കുകയാണ്. പക്ഷെ പറഞ്ഞത് പൂർത്തിയാക്കാതെ പോയത് ഒന്നും ഇല്ലാതായി പോലെ. അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി? അതുകൊണ്ട് നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അത് ഗുരുദേവൻ പിണ്ടനന്ദി എന്ന് പറയുന്ന കൃതിയിൽ തന്നെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്താണ്? മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തും ഒരു ദേവത ഇങ്കൽ നിന്നൻ പിണ്ടത്തിനമൃ നൽകി വളർത്ത ശംഭോ എന്നാ പറയുന്നത്. എന്താണ്? മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും. അതിന്റെ അർത്ഥം എന്നാണ് ചോദിക്കുക. മണ്ണും ജലം കിട്ടിയോ? ഇനി അത് വിശദീകരിക്കണം. മണ്ണ്, ജലം, അമ്പരം, ആകാശം. അമ്പരമോട് കാറ്റും വായു. അപ്പൊ മണ്ണും ജലം കനലും. കനലോ? കനൽ എന്താ സഹോദര? അഗ്നിയല്ലേ? അഗ്നിക്കല്ല, തീക്കനൽ എന്ന് പറയത്തില്ലേ?
അപ്പൊ മനസ്സിലായോ? മണ്ണും ജലം കനലും അമ്പരമോടുകാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തും ഒരു ദേവത ഇങ്കൽ നിന്നൻ പിണ്ടത്തിനന്ന് അമൃത് നൽകി വളർത്ത ശംഭു. എന്നെയും നിങ്ങളെയും വളർത്തിയത് ശംഭു. ശംഭു എന്ന് പറഞ്ഞാൽ ആരാണ്? ഭഗവാൻ, നമ്മുടെ ശിവൻ അല്ലെ? ശരിയല്ലേ? ആ ഭഗവാനെ പിന്നെ സ്തുതിച്ചുകൊണ്ട് ഗുരുദേവൻ എഴുതിയ ഒരു കീർത്തനമാണ്. അതിന് പേരാണ് പിണ്ടനന്ദി. അതിൽ എഴുതിയിരിക്കുന്നതിന്റെ തുടക്കം എങ്ങനെയാണ്? ഗർഭത്തിൽ വച്ച് ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരും അൻപൊടു വളർത്ത കൃപാലു അല്ലേ. കേട്ടോ? ഗർഭത്തിൽ വച്ച് ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരും അൻപൊടു വളർത്ത കൃപാലു അല്ലേ. ഗർഭത്തിൽ വെച്ച് അൻപോട് വളർത്ത കൃപാലുവല്ലേ. അതൊന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഓരോരുത്തരും ജനിച്ചത് അമ്മയുടെ വയറ്റിലല്ലേ, ഉദരത്തിലല്ലേ? എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? ടെസ്റ്റ് ശിശുക്കൾ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ നിങ്ങളെ ആരാ നോക്കിയത്? ഒന്ന് പറഞ്ഞോണ്ടാ, ആരാ നോക്കിയത്? നമുക്കൊരാപത്തും വരാതെ ആരാണ് കാത്തത്? ഗർഭത്തിൽ വെച്ച് ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരും അൻപോട് വളർത്ത കൃപാലുവല്ലേ. അനുകമ്പയോടുകൂടി നമ്മളെ നോക്കി ഒരാപത്തും വരാതെ 9 മാസം 9 ദിവസം നോക്കിയത് ആരാ? ഭഗവാനല്ലേ? അതോ അച്ഛനമ്മയുടെ ഉണ്ടായിരുന്നോ വയറ്റിൽ നോക്കാൻ? ഉണ്ടായിരുന്നോ? മാതാവുമില്ല വിട പിതാവുമില്ല എന്താതൻ വളർത്തിയവനാണിവനിന്നു ശംഭോ. സത്യല്ലേ? പിണ്ടനന്ദി ഒന്ന് വായിച്ചു നോക്കണം പോയിട്ട്. ശരിയാണോ? വേറെ ഒന്നോട് പറയുന്നുണ്ട്. ബന്ധുക്കളില്ല ബലവും ധനവും മറ്റെന്തെന്നു കൊണ്ടിത് വളർന്നത് അഹോ വിചിത്രം. അന്ന് ആരില്ല. നമ്മൾ 9 മാസം 9 ദിവസം അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ നമ്മുടെ അടുത്ത് സമ്പത്തുണ്ടാവും, കൂട്ടുകാരുണ്ടാവും. എന്നെ ഒന്ന് കൈപിടിക്കടാ, എന്നെ ഒന്ന് കുളിപ്പിക്കടാ എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു? മരുന്ന് തരാൻ ആരുമില്ലല്ലോ. അപ്പൊ എന്താണ്? ബന്ധുക്കളില്ല ബലവും ധനവും മറ്റെന്തൊന്നു കൊണ്ടിത് വളർന്നത് അഹോ വിചിത്രം അല്ലെ. എൻ തമ്പുരാന്റെ കളിയൊക്കെ ഇതെന്നു നിനച്ചു കണ്ടാൽ അന്ധത്വമില്ലതിന് നീ അരുളിയിടുക ശംഭു. ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം ഭഗവാനെ. എന്താണ്? ഞാൻ അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന സമയത്ത് നിന്നെ കാത്തു രക്ഷിച്ചത് ആരാണ്? ഭഗവാൻ തന്നെയാണ്. മനസ്സിലായോ? ആദ്യം പറഞ്ഞാൽ ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരും അൻപൊടു വളർത്ത കൃപാലുവല്ലേ. ഗർഭത്തിൽ കിടക്കുന്ന സമയത്ത് അനുകമ്പയോടുകൂടി കണ്ണുമൈ വട്ടാതെ എന്നെ നോക്കി സംരക്ഷിച്ച ഭഗവാനല്ലേ. അതുകൊണ്ട് അർപ്പിക്കുന്നു ഞാൻ എന്തത് അൻപോട് അങ്ങയുടെ മുൻപിൽ സകലതും ഞാൻ അർപ്പിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്ന ഭഗവാൻ. അത് അങ്ങനെയാണ് എല്ലാം ഭഗവാന്റെ മുന്നിൽ അർപ്പിക്കുന്നത്. കാരണം എന്താണ്? എല്ലാം ഭഗവാന്റെ തീരുമാനം അനുസരിച്ചാണ് നടക്കാൻ പോകുന്നത്. ശരിയാണ്? ഈശ്വരന്റെ തീരുമാനം അനുസരിച്ചല്ലേ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈശ്വര വിശ്വാസികളാണെങ്കിൽ ആണോ? അല്ലയോ? എല്ലാത്തിനും പിന്നെയും ദൈവത്തിന്റെ ശക്തിയല്ലേ. ഉദാഹരണത്തിന് നിങ്ങൾ കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ പങ്കെടുത്താ? നിങ്ങൾ പങ്കെടുത്തില്ല? കുരുക്ഷേത്രത്തെ 18 ദിവസം നടന്ന് കുട്ടിയൊന്നും പങ്കെടുത്തില്ല കേട്ടോ, പാവാ. ആ കുരുക്ഷേത്ര യുദ്ധം നയിച്ചതിൽ നമ്മുടെ പാണ്ഡവപക്ഷത്ത് തേര് തെളിച്ചത് കൃഷ്ണ ഭഗവാനല്ലേ? അല്ലേ സഹോദര? അതിൽ പ്രധാനമായിട്ടും മുന്നിൽ നിന്ന് പോരാടിയത് അർജുനനല്ലേ? അതൊക്കെ എല്ലാവർക്കും അറിയാലോ. ഈ അർജുനൻ യുദ്ധം കഴിഞ്ഞിട്ടുണ്ട്. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ അർജുനൻ പിന്നെയും ഗാന്ധീവമായിട്ട് നടക്കുക. എന്താ ഗാന്ധീവം എന്ന് അറിയാമോ മക്കൾക്ക്? നിങ്ങൾക്കറിയാമോ എന്താ ഗാന്ധീവം? അർജുനന്റെ വില്ലല്ലേ? കുട്ടിക്കറിയില്ല അത്? ഗാന്ധീവ തന്മാവ് തന്മകൻ തന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഗാന്ധീവൻ കൃഷ്ണ ഭഗവാൻ പറഞ്ഞു, അർജുന യുദ്ധം കഴിഞ്ഞില്ല, ഇനി എന്തിനാ നിനക്കത് ഒഴിവാക്കാൻ പറഞ്ഞു. അർജുനൻ ഒഴിവാക്കത്തില്ല, നമ്മളെ പോലെയാ. ഞാൻ കളഞ്ഞു, ഞാൻ മറ്റേ കൈ കാണിച്ചു. അർജുനൻ ചെയ്ത പണിയാട്ടോ, ഒഴിവാക്കിയില്ല. ഭഗവാൻ ചിരിച്ചുള്ളിൽ. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ഞാൻ ഈ യുദ്ധത്തിനിടയിൽ കുറെ പാപമൊക്കെ ചെയ്തിട്ടുണ്ട്. ഭഗവാനും ചിലതൊക്കെ ചെയ്യേണ്ടി വന്നില്ലേ? ഇല്ലേ? ഓർമ്മയില്ലേ? അശ്വത്ഥാമ കഥാഹരി എന്നൊക്കെ പറഞ്ഞൊക്കെ ഓർമ്മയില്ലേ? അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഞാൻ പ്രഭാസ തീർത്ഥത്തിൽ പോയിട്ട് എന്റെ പാപങ്ങളൊക്കെ സ്നാനം ചെയ്ത് അതൊക്കെ ഒന്ന് പ്രായശ്ചിത്തം ചെയ്ത് തീർത്തിട്ട് വരാം. അർജുനൻ എന്ത് ചെയ്യണം എന്നറിയാം? എന്റെ ഭാര്യമാരടക്കമുള്ള ഈ സ്ത്രീജനങ്ങൾ ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കണം ഞാൻ വരുന്നത് വരെ. ഞാൻ ഏറ്റവും പറഞ്ഞു. അങ്ങനെ ഭഗവാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് കുറെ കള്ളന്മാരും കൊള്ളക്കാരും എല്ലാം കൂടി സംഘടിച്ചു വന്ന് ഇവരെ ആക്രമിച്ചു. അപ്പോ എന്ത് ചെയ്തെന്നറിയാമോ? ഈ ഗാന്ധിയും ഒക്കെ എടുത്ത് പ്രയോഗിച്ചു നോക്കി, ഒന്നും ഏറ്റില്ല. പിന്നെ എന്ത് പറ്റി? എല്ലാ സ്ത്രീകളും തട്ടിക്കൊണ്ട് പോയി വന്നവര്. ഭഗവാൻ തിരിച്ചു വന്നെന്ന് ചോദിച്ചു, അല്ല അർജുന, ഇവിടെ നിന്ന് ആളുകളൊക്കെ ഇവിടെ അവരെയൊക്കെ കൊള്ളക്കാരും ഉണ്ട്. അപ്പൊ നീ എന്ത് ചെയ്തു? എനിക്കൊന്നും പറ്റിയില്ല. അപ്പൊ നിന്റെ ഈ ഗാന്ധിയും ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും പറ്റിയില്ല. അപ്പൊ എന്ത് മനസ്സിലായി? ഗാന്ധീവമല്ല ശക്തി, അതിന്റെ പിന്നിലെ ഭഗവാനാണ്. മനസ്സിലായോ? ശരിയല്ലേ?
അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഈ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നതാണ്, നമ്മൾ അമ്മയുടെ ഉദരത്തിൽ പിറക്കുമ്പോൾ അതിന് അടുത്തതാണ് പറഞ്ഞിരിക്കുന്നത്, മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടു എന്നാ. ഗർഭപാത്രത്തിലിട്ടത് എണ്ണിപ്പിടിച്ച എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഓരോന്നിനും ഓരോ അനുപാതം. അതെല്ലാവർക്കും അറിയില്ല അനുപാതം. മണ്ണിത്ര, ജലമിത്ര, കനലിത്ര, വായു ഇത്ര എന്നൊരു അനുപാതം ഉണ്ടാവില്ലേ? എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായത്? നമ്മുടെ ശരീരത്തിൽ ഞാൻ വേറെ രീതി പറഞ്ഞുതരാം. ദൈവം എന്തിരിക്കുന്നു? കൃത്യമായിട്ട് കണ്ണ് എവിടെ ഫിറ്റ് ചെയ്തു? ഇവിടെ തന്നെ. ഇപ്പുറത്തെങ്ങനെ ആയിപ്പോയായിരുന്നെങ്കിലോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ചെവി ഇവിടെ തന്നെ വെച്ച് തന്നില്ലേ? മൂക്കിന് താഴെ തന്നെ തന്നില്ലേ? ഇത് കൈ ഇവിടെ തന്നെ തന്നില്ലേ? ആരാ ചെയ്ത് തന്നെ കൃത്യമായിട്ട്? മനസ്സിലായോ? പിടിച്ചു കിട്ടിയില്ല, പിടി കിട്ടിയില്ല ഇല്ലേ? പിന്നെ പൊറിവാതിൽ ഒരു 5 എണ്ണം ഇട്ടു എന്നാ പറയുന്നത്. പൊന്നപ്പൻ 5, പൊറിവാതിലും ഒരു 5 എണ്ണം ഇട്ടു തന്നു. ആ പൊറിവാതിലാണ് ഇത്. ഏത് 5 ഇന്ദ്രിയങ്ങൾ? കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ഇതൊക്കെ മനസ്സിലായോ? ഇതെല്ലാം കൂടി പറഞ്ഞാൽ ആ കവിത വിശദീകരിക്കേണ്ടി വരും. ഞാൻ നിർത്തി അത്. അപ്പൊ ഇതെല്ലാം ചെയ്തെന്ന് ആരാണ്? ഗുരുദേവനാണ്. ഞാൻ നേരത്തെ എന്താ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു വഴി വിട്ടുപോയതെന്ന് ഓർമ്മയുണ്ടോ? ഈ പ്രപഞ്ചം എന്തിൽ നിന്നുണ്ടായി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോ? അഥവാ ഞാൻ പറഞ്ഞെന്താണ് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും പരബ്രഹ്മത്തിൽ നിന്നാണ്. ഇനി തെറ്റൂലല്ലോ ഞാൻ പറഞ്ഞത്. നിങ്ങൾ വിശ്വാസമായില്ലെങ്കിലും ആ പരബ്രഹ്മമാണ് ആര്? നമ്മുടെ ദൈവം. മനസ്സിലായോ? ഹിന്ദുവിന്റെ ദൈവം ഏതാണ്? പരബ്രഹ്മമാണ്. അതാണ് ഓങ്കാരമായ പൊരുൾ. കേട്ടില്ലേ? ഓങ്കാരമായ പൊരുൾ 3ആയി പിരിഞ്ഞുടനെ ആങ്കാരമായതിന് നീ തന്നെ സാക്ഷി. കേട്ടുണ്ടോ? അത് കേട്ടില്ലേ? അതാണ് ആ ഒന്നേ ഉള്ളൂ നമുക്ക് ദൈവം. ബാക്കിയൊക്കെ ആ ഓമിൽ നിന്ന്, ഞാൻ പറഞ്ഞ നീരാവിയിൽ നിന്ന് വെള്ളവും അതല്ലെങ്കിൽ ഐസും ഉണ്ടാകുന്നത് പോലെ നമുക്ക് കാണാനും തൊടാനും അനുഭവിക്കാനും പറ്റാത്ത ഈശ്വര ചൈതന്യത്തിൽ നിന്ന് രൂപം ധരിക്കുന്നതാണ് ദേവതകൾ. മനസ്സിലായോ? നമ്മളും പ്രപഞ്ചം ഒക്കെ അങ്ങനെ ഉണ്ടായതാണ്. ഇപ്പൊ തൽക്കാലം അതിൽ നമുക്ക് നിർത്താം. എന്നിട്ട് അപ്പൊ അങ്ങനെ അതാണ് ഗുരുദേവൻ പറഞ്ഞത്, നാം ശരീരമല്ല, പിന്നെ ആരാണ്? ഈ പറഞ്ഞ പരബ്രഹ്മമാണ്. പിടി കിട്ടിയോ? അപ്പൊ അതിന്റെ അർത്ഥമാണ് പരബ്രഹ്മ സ്വരൂപൻ. സ്വരൂപം എന്ന് പറഞ്ഞാൽ അറിയാമോ? പരമാത്മ സ്വരൂപൻ. അല്ലെ, നമ്മുടെ ശ്രീരാമ ഭഗവാനെ കുറിച്ച് സീതാദേവി ഹനുമാന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഭഗവാൻ ശ്രീരാമൻ പരബ്രഹ്മ സ്വരൂപനാണ്, അല്ലെങ്കിൽ പരമാത്മ സ്വരൂപനാണ് എന്ന് പറഞ്ഞ സ്വരൂപം. മനസ്സിലായോ? നിങ്ങൾ അറിയാമോ എന്ന് അറിയാത്തോണ്ടാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. സ്വരൂപം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ? അറിയത്തിലൊരു വലിയ തെറ്റൊന്നും അല്ലെന്നേ. നമ്മളിപ്പോ ഇതെല്ലാം പഠിക്കാൻ വന്ന് അല്ല പഠിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ആവശ്യമില്ലാത്ത നമ്മൾ പഠിക്കുമോ? ഇപ്പൊ സംസ്കൃതം ചോദിച്ചാൽ ഞാൻ പറയും നമുക്ക് ഉപയോഗമില്ല. അതുകൊണ്ട് നമുക്ക് ഉപയോഗമില്ലാത്തത് ചിലപ്പോൾ അറിയില്ല. അത് കുഴപ്പമില്ല കേട്ടോ. ഞാൻ സ്വരൂപം ഞാൻ പറയാൻ ശ്രമിക്കാം. ഇവിടെ ഒരു നാടകം നടത്തിക്കോട്ടെ. നിങ്ങളവിടെ ഉണ്ടല്ലോ അല്ലേ? ഇവിടെ വന്നതല്ലേ? ഇവിടെ അടുത്തിരിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അയ്യടാ, ഇങ്ങോട്ട് ഇവിടെ എനിക്ക് ചോദ്യം ചോദിക്കാനുണ്ട്. നല്ല മക്കളവിടെ വിളിച്ചിരിക്കാം. ഒന്ന് നോക്കിക്കേ, ഞാൻ സ്വരൂപം കാണിക്കട്ടെ. ഞാൻ അവരോട് പറഞ്ഞു ഒരു നാടകം നടത്തിക്കോട്ടെ. ഇവിടെ ഒരു നാടകം കഴിഞ്ഞു കേട്ടോ. ഈ നാടകത്തിൽ ഞാൻ ഭീമനായിട്ട് അഭിനയിച്ചു. ഓക്കെ ആണോ? എന്നാലും പെട്ടില്ല. അഭിനയിച്ചേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മേക്കപ്പ് റൂമില്ലേ, എന്താ പറയാ, എന്തോ ഗ്രീൻ റൂമോ, അത് കണ്ടോ ഈ മക്കളൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഗ്രീൻ റൂമിലാട്ടോ. നിങ്ങളെന്നെ കാണുന്നുണ്ടോ? ഞാൻ ഭീമനായിട്ട് കൊമ്പമീശയൊക്കെ വെച്ച് ഇങ്ങനെ അഭിനയിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാനെവിടെ ഇരിക്കുന്നത്? നാടകം കഴിഞ്ഞിട്ട് ഞാനെവിടെ ഇരിക്കുന്നത്? ഗ്രീൻ റൂമിൽ. ഞാനിപ്പോ വേഷമെല്ലാം അഴിച്ചിട്ട് ഒരു കള്ളിത്തുണി എടുത്തായിരിക്കുന്നത്. ഒരു കൈയില്ലാത്ത ബനിയനും ഇട്ട് കള്ളിത്തുണി എടുത്ത് ഞാനവിടെ കുത്തിരിക്കാം. അപ്പൊ ശരിക്ക് ആ നാടന്റെ അല്ലെ ആ ഭീമന്റെ സ്വരൂപം എന്താ? ഞാനല്ലേ? ഞാൻ വേഷമിട്ടതല്ലേ? പിടികിട്ടിയോ? അപ്പൊ സ്വരൂപം മനസ്സിലായോ? സ്വരൂപം. അപ്പൊ യഥാർത്ഥത്തിൽ അടിസ്ഥാന രൂപം എന്താണ്? നമ്മുടെ ശ്രീനാരായണ ഗുരുദേവന്റെ അടിസ്ഥാന രൂപം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പരബ്രഹ്മമാണ്. അത് കാണാനോ തൊടാനോ പറ്റുമോ? കേട്ടിട്ടുണ്ടോ? ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ. ബാക്കി നിങ്ങൾ പറയും പരബ്രഹ്മം. പിടികിട്ടിയപ്പോ ഏകദേശം മനസ്സിലായോ? ഇനി നിങ്ങൾ മനസ്സിലായില്ലേ? എനിക്ക് പറഞ്ഞു തരാനുള്ള കഴിവിന്റെ കുറവാണെന്നാണ് എനിക്ക് മനസ്സിലായത്. പിടികിട്ടിയോ നിങ്ങൾക്ക് ഏകദേശം? അപ്പൊ ഈ പരബ്രഹ്മമാണ് സകലതും. അതാണ് വേദത്തിൽ പറയുന്നത് സർവം ഖല്യുതം ബ്രഹ്മം. അത് തന്നെയാണ് ശബരിമല ചെല്ലുമ്പോൾ എഴുതി വെച്ചേക്കുന്നത്. ശബരിമല കുട്ടി പോയില്ലല്ലോ, എന്നാ വേണ്ട. പക്ഷെ പോയവർക്കറിയാം 18-ാം പടി പൊന്നും 18-ാം പടി കയറി ചെല്ലുമ്പോൾ നമ്മൾ ഒരിക്കലും സ്വാമിയേ നീ തന്നെയല്ലേടോ അവിടെ എഴുതി വെച്ചിട്ട് ഭഗവാനും. അതെന്താ എഴുതി വെച്ചേക്കുന്നത്? നീ തന്നെയല്ലേ, താൻ തന്നെയല്ലേ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ സെന്റൻസ് ഒന്ന് പറയും. ഇവര് പറയത്തില്ല. ഇവരോട് പറയാൻ ശരിയല്ലേ? അത് നീ തന്നെയെന്നല്ലേ? അപ്പൊ നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? സർവം ഖല്യുതം ബ്രഹ്മം. ഞാൻ തന്നെയാണ് ബ്രഹ്മം. ഇതം ശരീരം കൗന്ദയ ക്ഷേത്രം വിദ്യത. ഈ ക്ഷേത്രത്തിൽ ഉണ്ട് ആര്? ശരീരത്തിൽ തന്നെ ആരുണ്ട്? ദേഹോ ദേവാലയാഹ. ഈ ദേഹത്തിൽ തന്നെ ഈശ്വരനുണ്ട്, എല്ലാവരുടെ ഉള്ളിലുണ്ട്. അതാണ് ഗുരുദേവൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കണ്ണാടി പ്രദർശിച്ചത് നിങ്ങൾ പറഞ്ഞു തന്നില്ലേ? ആ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ ആരെ കാണുന്നത്? നമ്മളെ കാണുന്നു. അതിന് നടുവിൽ എന്താ കാണുന്നത്? ഈശ്വരന്റെ നാമരൂപമായ ഓം. അപ്പൊ നമ്മൾക്ക് എന്ത് മനസ്സിലായി? നമ്മുടെ ഉള്ളിൽ തന്നെ ആരുണ്ട്? ഈശ്വരൻ ഇരിക്കുന്നുണ്ട്. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരാത്മരൂപം. അതിന്റെ അർത്ഥം ഞാൻ പറയാതെ ഒന്ന് ആലോചിക്കാമോ?
ഇത്രയും പറഞ്ഞു കേട്ടിട്ട് ഗുരുദേവൻ എഴുതിയതാ, അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരാത്മരൂപം. എന്താ അതിന്റെ അർത്ഥം? ആദിമമായ ആത്മരൂപം ഏതാ? പരബ്രഹ്മല്ലേ? അല്ലേ? ഉണ്ടെന്നില്ല. അതിൽ നിന്നല്ലേ നമ്മളുണ്ടായത്. അപ്പൊ നമ്മളൊക്കെ ആരാണ്? ആരായുവിൽ തിരയും നീരായിടുന്നു. തിര കണ്ടിട്ടുണ്ടോ? നിങ്ങൾ തലശ്ശേരി കടപ്പുറം കണ്ടിട്ടില്ല? അവിടെ തിര കണ്ടിട്ടുണ്ടോ? ഇല്ലേ? ഇവരൊന്നും മിണ്ടുന്നില്ലല്ലോ. ഇവരും മിണ്ടുന്നില്ല. സർവത്തിന് ഇവരെ കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ പറയുന്നത് മനസ്സിലായിട്ടാണോ അല്ല എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ തിര കണ്ടിട്ടുണ്ടല്ലോ. സത്യത്തിൽ തിര കണ്ടു കുറച്ച് കഴിഞ്ഞാൽ തിരക്ക് എന്ത് പറ്റി? വീണ്ടും കടലിലെ വെള്ളത്തിലേക്ക് പോയില്ലേ? അതാണ് ഗുരു എഴുതുന്നത്, ആരായെങ്കിൽ തിരയും നീരായിടും. നമ്മളെ കൊണ്ട് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ കാണുന്ന തിര എന്ത് തന്നെയാണ്? ആ കടൽ വെള്ളം തന്നെയല്ലേ? അതുപോലെ നമ്മൾ ഓരോരുത്തരും എന്താണ്? ഈ കാണുന്ന സകലതും എന്താണ്? ഈ പരബ്രഹ്മം തന്നെയാണ്. പിടി കിട്ടിയോ? ഏകദേശം മനസ്സിലായോ? അതാ ഗുരു എഴുതിയത്. നമ്മൾ ഓരോരുത്തരും ആരാന്നറിയാമോ? അവനെന്നും ഇവനെന്നും ഒക്കെ ആലോചിച്ചാൽ ഈ ശരീരമൊക്കെ എന്താണ്? താൽക്കാലികമായി ഉണ്ടായതാണ്. ശരിയാണോ? 150 കൊല്ലം മുമ്പ് ഇവിടെ എത്ര പേരുണ്ടായിരുന്നു? അവരെ കിടപ്പില്ല. ഒന്ന് കാണിച്ചു തരാമോ? അവരുടെ ശരീരം എങ്ങോട്ട് പോയി? സുഹൃത്തുക്കളെ, 150 കൊല്ലം മുമ്പ് ജനിച്ച് ജീവിച്ച ആൾക്ക് 150 വയസ്സ്. ആ 150 വയസ്സുള്ള ആളൊരു 50 കൊല്ലം മുമ്പ് എന്തായി? മരിച്ചുപോയില്ലേ? അവരെവിടെ പോയി? മണ്ണിലേക്കാണോ പോയത്? കുറച്ച് വായുവിലേക്കാണോ പോയത്? കുറച്ച് അഗ്നിയിലേക്കാണോ ലയിച്ചത്? കുറച്ച് ജലത്തിലാണോ ജയിച്ചത്? ആണോ? ഒക്കെ തിരിച്ചെങ്ങോട്ട് പോയി? അതിലേക്ക് തന്നെ പോയില്ലേ? വന്നതിലേക്ക് തന്നെ പോയില്ലേ? അല്ലേ? കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്ന് ഉണ്ടായതും പരമാത്മാവിൽ തന്നെ ലയിച്ചു ചേരുന്നതുമാകുന്നു. അതുകൊണ്ട് പരമാത്മാവല്ലാതെ മറ്റൊന്നും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഗദ്യ പ്രാർത്ഥനയിലുണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന പുസ്തകം ഉണ്ടെങ്കിൽ ഗദ്യ പ്രാർത്ഥന നോക്കിയിട്ട് വായിച്ചു നോക്കണം. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പൊ ഈ പറഞ്ഞതിൽ ഏകദേശം വിശ്വാസമായില്ലേ? അപ്പൊ ഈ കാണുന്നതെല്ലാം എന്താണ്? സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങൾ. അതോടെ നിൽക്കട്ടെ. അത് ഏതായാലും 5 വസ്തുക്കൾ അവിടെ കിട്ടിയോ? അതൊക്കെ എന്ത് ചെയ്യും? തിരിച്ചു പോയി. ഈ കെട്ടിടം എന്ത് സംഭവിക്കും? കെട്ടിടങ്ങൾ, വയസ്സായ കെട്ടിടങ്ങൾ, ഒരു 100-300 കൊല്ലം വയസ്സായ കെട്ടിടം എന്ത് സംഭവിക്കും? അവസാനം ഇല്ലാണ്ടാവൂലേ? ഈ മോൻ നല്ലോണം പറയുന്നു. ആ കെട്ടിടം നിൽക്കുവോ? അപ്പൊ ഈ ഭൂമിയിലുള്ള ഏത് സാധനം എന്ത് സംഭവിക്കും? പറയും, നശിച്ചു പോവില്ലേ? ഇല്ലേ? അപ്പൊ സൃഷ്ടിക്കപ്പെട്ടത് എല്ലാത്തിനും എന്തുണ്ട്? നാശമുണ്ട്. മനുഷ്യന് മാത്രമല്ല, സകല ജീവജാലങ്ങളും പിന്നെയും എന്ത് ചെയ്യും? സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് അവിടെ തൽക്കാലം നിർത്താല്ലേ ആ വിഷയം? ബാക്കി അടുത്തേക്ക് വരാം. അപ്പൊ ഇങ്ങനെ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ സകലതും ഇങ്ങനെയാണ്, നമ്മൾ ഈശ്വരൻ സൃഷ്ടിച്ചതാണെന്നും അതുകൊണ്ട് ഈശ്വരനോട് നന്ദി വേണമെന്നും ആ ഈശ്വരൻ തന്നെയാണ് ഗുരുദേവൻ എന്നൊക്കെ പറയാനാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നപ്പോൾ ആധ്യാത്മിക കാര്യത്തിലേക്ക് കടന്നുപോയതാണ്. ഏതായിരുന്നാലും ഇനി നമുക്കൊന്ന് നോക്കാം. ഗുരുദേവൻ നമ്മളെ മാറ്റിയ കാര്യങ്ങൾ പറഞ്ഞാൽ തീർക്കാമല്ലോ അല്ലേ? സമൂഹത്തിൽ ആകമാനം മാറ്റം ഉണ്ടാക്കിയതല്ലേ തുടക്കത്തിൽ പറഞ്ഞത്? അത് ഇവര് കേട്ടില്ല. അത് ആരുടെ കുറ്റം? എന്റെ കുറ്റം. അവര് നേരത്തെ പറഞ്ഞില്ലേ? അല്ല. അപ്പൊ അത് ഗുരുദേവൻ എങ്ങനെയൊക്കെ അറിവ് പകർന്നിട്ടാണ് മാറ്റിയെന്ന് പറഞ്ഞല്ലോ അല്ലേ? ആണോ? അതിന് ഇവർക്ക് അറിയാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞ ഇവര് കുറച്ചുകൂടി ഉഷാറാണ്. പറഞ്ഞോട്ടെ. നിങ്ങൾ ഫ്രഞ്ച് വിപ്ലവം കേട്ടിട്ടുണ്ടോ? ഈ കുട്ടികൾ പഠിച്ച അത് തലയാക്കി നല്ല മക്കളെ അത് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങളിപ്പോ എനിക്ക് പറഞ്ഞു തരുമല്ലോ. എനിക്ക് അതാണ് സങ്കടം. ഫ്രാൻസിലെ സുഹൃത്തുക്കളെ, ഫ്രാൻസിലെ ജനങ്ങളെ എന്ത് ചെയ്യുന്നറിയാമോ? 3 തട്ടുകളായി തിരിച്ചു. നമ്മുടെ ഇവിടെ ജാതികളായി അനേകം തിരിച്ചും പോലെ 3 തട്ട്. 1ാം എസ്റ്റേറ്റ്, 2ാം എസ്റ്റേറ്റ്, 3ാം എസ്റ്റേറ്റ്. ശരിയാണോ മക്കളെ? അതെ. 1ാം എസ്റ്റേറ്റ് ഏറ്റവും ടോപ്പിലാണ്. പുരോഹിതന്മാരാണ്. എല്ലാ കാലത്തും പുരോഹിതന്മാരാണ് ടോപ്പിൽ. കാരണം അവർ ദൈവത്തെ നിയന്ത്രിക്കുന്നവരാണ്. 2ാമത്തെ എസ്റ്റേറ്റിൽ ജന്മിമാര്. 3ാമത്തെ എസ്റ്റേറ്റിൽ നമ്മൾ താണജാതിക്കാരെന്ന് വിളിച്ചതുപോലെ വിളിക്കപ്പെട്ട ഏറ്റവും സാധാരണക്കാർ. മുഴുവൻ പണിയെടുത്ത് മുഴുവൻ സാധനങ്ങളും ജന്മിമാർക്കും 1ാം എസ്റ്റേറ്റ് പുരോഹിതന്മാർക്കും കൊടുക്കണം. ഈ 3ാം എസ്റ്റേറ്റുകാർക്ക് നമ്മളൊക്കെ അനുഭവിച്ചതുപോലെ കൊടും പട്ടിണി, കൊടും എന്താ പറയാ ക്രൂരമായ അനുഭവങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്തു പറയുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ 3 ചിന്തകന്മാർ അവരുടെ നാട്ടിൽ ജനിച്ചു. അത് റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ എന്നിവരാണ്. അവർ ആ ജനങ്ങളോട് പറഞ്ഞു, മനുഷ്യരെ നിങ്ങൾക്കറിയോ ഈ കാണുന്ന 1ാം എസ്റ്റേറ്റിലെയും 2ാം എസ്റ്റേറ്റിലെയും 3ാം എസ്റ്റേറ്റിലെയും മനുഷ്യരൊക്കെ ഒന്ന് തന്നെയാ. അവരുടെ കണ്ണിന്റെ സ്ഥാനത്താണ് നമുക്കും കണ്ണ്. അവരുടെ മൂക്കിന്റെ സ്ഥാനത്ത് തന്നെയാ നമ്മുടെ മൂക്ക്. അവരുടെ മൂക്കിന് താഴെ തന്നെയാ നമ്മുടെ തൊള്ള അല്ലെങ്കിൽ വായ. അവരുടെ സ്ഥാനത്ത് തന്നെയാ നമ്മുടെ കയ്യ്. അപ്പൊ അവര് നമ്മൾ തമ്മിൽ വ്യത്യാസം ഉണ്ടോ? അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവർക്ക് അടിമപ്പണി എടുക്കുന്നത്? നിങ്ങൾക്കും അവരെ പോലെ പണിയെടുത്ത് സുഖമായി ജീവിക്കാൻ അർഹതയുണ്ട്. അവരെ തീറ്റിപ്പോറ്റേണ്ട ആവശ്യം നിങ്ങൾക്കുണ്ടോ? അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ചൂഷണം ചെയ്യുന്ന, കൊള്ളയടിക്കുന്ന ഭരണകൂടത്തെ നിങ്ങൾ തൂത്തെറിയണം എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? 3 ചിന്തകന്മാർ. അപ്പൊ ആർക്ക് ബോധമുണ്ടായി? അതുവരെ നമ്മൾ ഇത് അനുഭവിക്കേണ്ട അടിമകളാണെന്ന് കരുതിയവർക്ക് ബോധമുണ്ടായി. അപ്പൊ അവര് എഴുന്നേറ്റു. അപ്പൊ ഇത്രയും കാലം നിങ്ങൾ നമ്മളെ പറ്റിക്കരുതല്ലേ? ശരിയാണല്ലോ, നിങ്ങളുടെ മൂക്കിന്റെ അടുത്ത് തന്നെയാണ് എന്റെ മൂക്ക്, നിങ്ങളുടെ അടുത്ത് തന്നെയാണ്, അതുപോലെയാണ് എനിക്ക് ചെവി. ആഹാ,
വിടൂലടോ എന്ന് പറഞ്ഞു. മുഴുവന് സട കുടഞ്ഞ് എഴുന്നേറ്റു. എപ്പോഴാണ് എഴുന്നേറ്റത്? അറിവ് കിട്ടിയപ്പോൾ. ഇത് എങ്ങോട്ടാ പോയെന്നറിയാമോ? അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ലൂയി 16 രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ആളുകൾ നീരമ്പിപ്പാഞ്ഞു. അത്ര ദുരിതമായിരുന്നു. പിടിച്ചു കെട്ടിയിട്ടിട്ട് ചങ്ങലൊക്കെ കെട്ടിയിട്ടാ പണിയെടുപ്പിച്ചുകൊണ്ടിരുന്നത്. ഒന്നായിട്ട് അങ്ങോട്ട് പാഞ്ഞു. കൊട്ടാരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ രാജ്ഞി അവരെ കളിയാക്കി. ഇവര് ചെന്ന് ഞങ്ങൾക്ക് ഭക്ഷണം തരാനാ പറഞ്ഞത്, ബ്രെഡ് തരാൻ. അപ്പൊ രാജ്ഞി മേരി എന്റെ ഇറങ്ങിയിട്ട് കിളിവാതിൽ കളിയാക്കി, ബ്രെഡ് അല്ലാതെ അങ്ങനെയൊക്കെ ബിരിയാണി വെച്ച് തരാം, കുഴിമന്തി തരാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ജനം അതിലേറെ വാശിയിൽ അല്ലേ മക്കളെ. അവര് കൊട്ടാരത്തിന്റെ അകത്തേക്ക് പാഞ്ഞു കയറിട്ട് മേരിന്റെ മുടിക്കുത്തിൽ പിടിച്ചു വലിച്ചടിച്ചു. രാജാവിനെ തൂക്കിയെടുത്തു. ജനക്കൂട്ടമാണ്, എന്താ ചെയ്യാൻ പറ്റുമോ? ഒന്നായിട്ട് കൊണ്ടുപോയിട്ട് രണ്ടിനെ കൊന്നു കളഞ്ഞു. അതാ പറഞ്ഞപ്പോഴോ 1789. ഞാനിത് പറഞ്ഞെന്താന്ന് മനസ്സിലായോ? ഒന്നും അറിയാതിരുന്ന ജനത എങ്ങനെ കടന്നു? അടിമകളായി അനുസരിച്ച് കടന്നു. അറിവ് കിട്ടിയപ്പോഴോ സടകുടഞ്ഞ് എഴുന്നേറ്റോ? അവരാ സംവിധാനത്തെ തകർത്തോ? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം വിളിച്ച് ഭരണകൂടത്തെ മാറ്റിയോ? ഇവർ സമ്മതിക്കുന്നില്ല. ഓക്കെ ആണോ? ഇപ്പൊ ഞാനിത് എന്തിനാ പറഞ്ഞു മനസ്സിലായോ? ഇതേപോലെ ഗുരുദേവൻ നമ്മുടെ ആളുകളോട് അറിവ് പകർന്നു കൊടുത്തു. അപ്പൊ അറിവ് പകർന്നു കിട്ടിയപ്പോ എന്തായി മാറി? അത് ശരി, ഇത്രയും കാലം നമ്മളെ പറ്റിക്കായിരുന്നല്ലേ? എന്നാലേ ഞങ്ങൾക്കും വഴിയെ നടക്കണം. മനസ്സിലായോ? ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങൾക്ക് റോഡിൽ കൂടി നടക്കണം. ഞങ്ങൾ മനുഷ്യരാണ്, ഞങ്ങൾ ഇഷ്ടമുള്ള തുണി ഉടുക്കും. ഞങ്ങൾ വസ്ത്രം ധരിക്കും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഞങ്ങൾ ഇടും. ആരാ ചോദിക്കാൻ? ശരിയോ തെറ്റോ? ഇങ്ങനെ ഉണ്ടായോ ഇല്ലേ? വൈക്കത്ത് എന്തിനാ സമരം ചെയ്തെന്ന് നിങ്ങൾക്ക് അറിയാമോ? വൈക്കം സത്യാഗ്രഹം എന്തിനാ നടന്നത് നിങ്ങൾക്ക് അറിയാമോ? ക്ഷേത്രത്തിൽ കയറാനല്ല. അല്ലല്ല, അന്ന് ക്ഷേത്രത്തിൽ കയറാൻ പറയാറായില്ല. ക്ഷേത്രത്തിന്റെ പരിസരത്തോടെയുള്ള റോഡിൽ കൂടി നടക്കാനാണ്. അതിനാ സമരം ചെയ്തത്. ഇപ്പൊ മനസ്സിലായ ഞാൻ പറഞ്ഞ ശരിയാണെന്ന്? കൃഷിഭൂമി കർഷകന് കിട്ടണം. തുല്യ ജോലിക്ക് സ്ത്രീക്കും പുരുഷനും തുല്യ കൂലി കിട്ടണം. ആരാവശ്യപ്പെട്ടു? നമ്മുടെ ആളുകൾ ആവശ്യപ്പെടാൻ വിവരം കൊടുത്തത് ആരാ? ഗുരുദേവൻ. മനസ്സിലായത് നിങ്ങൾക്ക്? പിടികിട്ടിയില്ല. അപ്പൊ അറിവ് കൊടുത്താൽ ശരിയാവോ? അറിവ് കിട്ടുന്ന ആള് ആത്മാഭിമാന ബോധവും സ്വാതന്ത്ര്യ ബോധവും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലായോ? ഇല്ല. അറിവ് കിട്ടുന്ന, അതായത് അറിവില്ലാത്ത ആൾക്ക് അടിമത്വം അലങ്കാരമാണ്. മനസ്സിലായോ? എന്താണ്? അറിവില്ലാത്ത ഒരാൾക്ക് അടിമത്വം അലങ്കാരമാണ്. അറിവുള്ളവന് സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. സ്വാതന്ത്ര്യമില്ലെങ്കിൽ അതിലും ഭേദം മരിക്കുകയാണ്. അതാരെയും തന്ന കുമാരനാശൻ. മനസ്സിലായോ? അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നേരത്തെ കണ്ട ഒരു സിനിമയിലെ രംഗം, അത്രയും യോജിച്ച ഒരു രംഗം ഇല്ലാത്തതുകൊണ്ട് അത് തന്നെ ഞാൻ പറയാറുള്ളത്. കാലാപാനി എന്ന് പറയുന്ന സിനിമ കണ്ടവരിവിടെ ഉണ്ടോ? ഈ കുട്ടി കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? ഉണ്ടാവും. സ്വാതന്ത്ര്യ സമര കഥ. അതിനകത്ത് ഒരുപാട് നടന്മാരുണ്ട് അല്ലേ? അതിലൊരു മോഹൻലാൽ ഉണ്ട്. മോഹൻലാൽ ചെയ്യുന്ന കഥാപാത്രം ഡോക്ടറുടേതാ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമുള്ള ആളെന്നല്ലേ സാർ? അല്ലേ? പേരറിയാത്തോണ്ടാട്ടെ സാറിന് വിളിക്കാണ്ട് എല്ലാം കാട്ടില്ല. അപ്പൊ ഈ വിദ്യാഭ്യാസമുള്ള മോഹൻലാൽ, അതിന് ആ ഒരു രംഗം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആ രംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇവിടേക്ക് ഒരു സായിപ്പ് വരികയാണ്. സായിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ അടിച്ചമർത്തി ഭരിക്കുന്ന അവരുടെ പ്രതിനിധിയായിട്ടുള്ള ഒരു സായിപ്പ്. ഈ മല്ലിച്ചാക്കൊക്കെ എടുത്തു വെച്ചതുപോലെ ഭീകര ജീവി, താടി എന്നൊക്കെ പണ്ട് സാമ്പശികൻ പാടുന്ന പോലെ ഈ താഴെ ഇങ്ങനെ കെട്ടിത്തൂക്കിയ താടിയൊക്കെ ഉള്ള വലിയ ശരീരം. അയാൾ വരികയാണ്. എങ്ങനെയായിരുന്നു? അക്കാലത്ത് ഉൾപ്രദേശങ്ങളിലേക്ക് വണ്ടി ഓടില്ല. അതുകൊണ്ട് അയാളെ കൊണ്ടുവരുന്നത് പല്ലക്കിന്റെ അകത്താണ്. പല്ലക്ക് എല്ലാവർക്കും അറിയാലോ. പല്ലക്കിന് മുന്നിൽ 2 ആൾ, പുറകിൽ 2 ആൾ വേണ്ടേ? ഇത് പിടിച്ചിരിക്കുന്ന ആരാണെന്ന് അറിയാമോ? നമ്മുടെ കേരളത്തിലെ ഏറ്റവും ആരോഗ്യമുള്ള നല്ല മസിൽ പവറുള്ള 2 ആൾ മുന്നിൽ, 2 ആൾ പിന്നിൽ. ഇവരെ എടുത്തോണ്ട് വരുന്നത് ആരെയാണ്? നമ്മളെ അടിച്ചമർത്തി പലവട്ടം വെടിവെച്ച് കൊല്ലുകയും ചൂഷണം ചെയ്യുകയും ചെയ്യാൻ പറ്റാത്ത ക്രൂരതകളെല്ലാം ചെയ്യുന്ന, നമ്മളെ തകർത്തിട്ടിരിക്കുന്ന സായിപ്പിനെ കൊണ്ടുവരുന്നത്, അതിന്റെ പ്രതിനിധി. എന്നിട്ട് ഇവന്റെ വിചാരം എന്താണെന്ന് അറിയാമോ? ഈ പല്ലക്കെടുക്കാൻ കിട്ടിയത്, ഇവന് വിദ്യാഭ്യാസം ഇല്ല. അപ്പൊ അവന്റെ വിചാരം, ഇന്ന് എനിക്കവിടെ പല്ലക്കെടുക്കാൻ അവസരം കിട്ടിയത്, ഇവനിങ്ങനെ നോക്കിയാ വരുന്നത്. കണ്ടോടാ ഇന്ന് ഞാനോടാ എടുത്തത്. അപ്പൊ അവൻ അടിമത്തം എന്താണ്? അലങ്കാരം. മനസ്സിലായോ? അവനെന്തൊരു അഭിമാനമായിട്ടാണ് കാണുന്നത്. കൊണ്ടുവരുന്ന ആരെയാ? നമ്മളെ അടിച്ചമർത്തിയവനെയാ. അത് തൂക്കി ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച്, ഇവിടെ അതിങ്ങനെ വരികയാണ്. എന്ന് പറഞ്ഞ് പല്ലക്കിൽ വരിക. ഇവിടെ കൊണ്ട് വെച്ച്, മുറ്റത്ത് വെച്ച്. ഇനി സാഹിബിന് ഇറങ്ങാൻ നേരത്തെ എന്താ പറയാ? ചാടി ഇറങ്ങാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, നല്ല തടിയാണ്, നല്ല പൂട്ടൊക്കെ ഇട്ട കാലാ, ചാടി ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പൊ ഈ അടിമകളിൽ ഒരാള് മുട്ടുകുത്തിക്കാണ്, 2 കൈയും മുട്ടുകുത്തി നിന്നിട്ട് ഈ സാഹിബ് അവന്റെ പുറത്ത് ചവിട്ടി ഇറങ്ങാൻ പോവാണ്. ഇതാ സിനിമയുള്ള രംഗം.
ഈ ചവിട്ടി ഇറങ്ങാൻ പോകുമ്പോൾ അവിടെ നിൽക്കുന്ന കൂട്ടത്തിൽ വിദ്യാസമ്പന്നനായ ഒരു ഡോക്ടർ നിൽക്കുന്നുണ്ട്. അത് കഥാപാത്രം മോഹൻലാലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചവിട്ടി ഇറങ്ങുന്നത് കണ്ടപ്പോൾ വിദ്യാസമ്പന്നനായിട്ടുള്ള ഒരു പൗരൻ എന്ന നിലയ്ക്ക് മോഹൻലാലാകുന്ന കഥാപാത്രത്തിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. നമ്മളെ അടിച്ചമർത്തി ക്രൂരമായി ചൂഷണം ചെയ്യുന്ന സായിപ്പിനെ ഇങ്ങനെ ഒരു ഇന്ത്യക്കാരന്റെ പുറത്ത് ചവിട്ടി ഇറങ്ങുന്നത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരു പക്ഷേ അവന്റെ കീശയിൽ കിടക്കുന്ന തോക്കെടുത്ത് തന്നെ വെടിവെച്ച് കൊന്നാലും നേരത്തെ പറഞ്ഞില്ല അതിലും ഭേദം മരണമാണെന്ന് തോന്നിയ മോഹൻലാൽ നേരെ അവിടെ കടന്നു ചെന്നിട്ട് ഇയാള് ചവിട്ടാൻ തുടങ്ങുന്നതിന് മുമ്പ് ആ സായി മുട്ടുകുത്തി നിൽക്കുന്ന അടിമയെ അങ്ങ് പിടിച്ചങ്ങ് മാറ്റി. പിടിച്ചങ്ങ് എഴുന്നേറ്റ് മാറ്റിയിട്ട് സാഹിബിനോട് പറഞ്ഞു, an Indian's back is not a football. An Indian's back is not a football. ഇന്ത്യക്കാരന്റെ പുറം നിനക്ക് ചവിട്ടി ഇറങ്ങാനുള്ള പടിയല്ലടാ എന്നാണ് ആരാ പറഞ്ഞത്? വിദ്യാസമ്പന്നനായ ഒരു കഥാപാത്രം. മനസ്സിലായി പറഞ്ഞത്? അപ്പൊ അയാൾക്ക് എന്ത് തോന്നി? ഈ അടിമത്വം പാപമാണ്, സമ്മതിക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? വിദ്യാഭ്യാസം ഉള്ളവരുടെ മനസ്സിലല്ലേ സ്വാതന്ത്ര്യ ബോധം ഉണ്ടാവുക, ആത്മാഭിമാന ബോധം ഉണ്ടാവുക? സമ്മതിച്ചോ? എന്നിട്ട് സമ്മതിച്ചോ? ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഗുരുദേവൻ ഈ അറിവെല്ലാം പകർന്നു നൽകി. ഈ അറിവ് തോന്നിയവർക്ക് എന്ത് തോന്നി? അറിവ് കിട്ടിയവർക്ക് എന്ത് തോന്നി? ഞങ്ങൾക്ക് വസ്ത്രം ധരിക്കണം തോന്നിയോ? ഉടുക്കാൻ തുടങ്ങിയോ ഇല്ലയോ? സമരം ചെയ്തോ ഇല്ലയോ? ഞങ്ങൾക്ക് റോഡ് നടക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്തോ? അപ്പൊ ഞാൻ പറഞ്ഞു വൈക്കം സത്യാഗ്രഹം പറഞ്ഞില്ലേ? ഞങ്ങൾക്കും ജോലി കിട്ടണമെന്ന് പറഞ്ഞോ? എല്ലാം ആവശ്യപ്പെട്ടോ? ഞങ്ങൾക്ക് ഭൂമി കിട്ടണമെന്ന് പറഞ്ഞോ? ഇവര് മിണ്ടുന്നില്ല. ശരിയല്ലേ? നിവർത്തന പ്രക്ഷോഭം കേട്ടിട്ടുണ്ടോ? 1936 PSC ആദ്യമായിട്ട് ഇന്ത്യയിൽ നിലവിൽ വന്ന എവിടെ നിങ്ങൾക്ക് അറിയോ? പബ്ലിക് സർവീസ് കമ്മീഷൻ അറിയാമോ? കുട്ടിക്ക് ജോലി ഉണ്ടോ? പബ്ലിക് സർവീസ് കമ്മീഷൻ PSC എഴുതാണോ? ആ PSC ഇന്ത്യയിൽ ആദ്യം നിലവിൽ വന്ന എവിടെയാ നിങ്ങൾക്ക് അറിയാമോ? അറിയുന്നവരും കൊണ്ടുപോയില്ലേ? ഇവരൊന്നും കൊണ്ടുപോയില്ല കേട്ടോ. നിങ്ങൾ കൊണ്ടോ? എവിടെ നിലവിൽ വന്ന് അറിയാമോ? തിരുവിതാംകൂറിലാ. എവിടെയാ? ഇന്ത്യ രാജ്യം ഉണ്ടാകുന്നതിന് മുമ്പ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്, കേരളം ഉണ്ടാകുന്നതിന് മുമ്പ് തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം നടന്നു. സി കേശവന്റെ നേതൃത്വത്തിൽ SNDP യോഗത്തിന്റെ പ്രസിഡന്റായിരുന്ന സി കേശവന്റെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസികമായ സമരമാണ് നിവർത്തന പ്രക്ഷോഭം. മനസ്സിലാകുന്നുണ്ടോ? ആ സമരത്തിന്റെ ഒടുവിലാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് PSC പബ്ലിക് സർവീസ് കമ്മീഷൻ. അന്ന് മുതലാണ് ഈഴവ അഥവാ തീയർ ഉൾപ്പെടെയുള്ള പിന്നോക്ക ജാതിക്കാർക്ക് സർക്കാർ ജോലി സംവരണം വന്നത്. അപ്പൊ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ ആര് പഠിപ്പിച്ചു? ഗുരുദേവൻ പഠിപ്പിച്ചു. മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പൊ ഗുരു അറിവ് പകർന്നതിന്റെ ഒരു പിടികങ്ങ് കിട്ടിയോ? ഓക്കെ അല്ലേ? ഇനി ഗുരുദേവൻ ചെയ്തത്, ഗുരുദേവൻ എന്താ ചെയ്തത്? ഗുരു നേരത്തെ പറഞ്ഞത് എവിടേക്കോ കയറിപ്പോയി, നമ്മുടെ വിഷയം മാറിപ്പോയതാ. അപ്പൊ ഞാൻ പിന്നെ ഗുരുദേവൻ വന്ന ശേഷം നമുക്ക് പറഞ്ഞു തന്നു, ഞാൻ ശരീരമല്ല, പിന്നെന്താണ്? നാം ശരീരമല്ല, അറിവാകുന്നു ഒക്കെ പറഞ്ഞ ഓർമ്മയില്ലേ? ഇനി വീണ്ടും പറയുന്നില്ല പുതിയ ആളുകൾക്ക് വേണ്ടി. പിന്നെ ഗുരുദേവൻ പറഞ്ഞു, നാം എന്തിനാ പിറന്നു? ഈ ഭൂമിയിൽ ഗുരുദേവൻ അവതരിച്ചത്, ഞാൻ പറഞ്ഞില്ല, പരബ്രഹ്മ രൂപമെടുക്കും. സത്യത്തിൽ നമ്മളൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ പറഞ്ഞ എണ്ണിപ്പിടിച്ചറയിലിട്ട് എരിയും കൊടുത്തു. എരി എന്ന് പറഞ്ഞാൽ എന്താ പറയാ? ജീവനാണ്. അതെന്താണ്? ഈശ്വര ചൈതന്യമാണ്. മനസ്സിലായത്? നമ്മുടെ ഉള്ളിൽ ഈശ്വര ചൈതന്യം ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? അത് പോയാൽ എന്താവും? ഈശ്വര ചൈതന്യത്തിന് വേറൊരു പേരുണ്ട്, ശിവം. ശിവം പോയാൽ എന്താവും സാർ? അത് തന്നെ. ഈ കുട്ടിക്ക് ഒരു കൈ കൊടുക്കണം, ഒന്ന് കൊടുക്കട്ടെ. മനസ്സിലായോ? അത് നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് പറഞ്ഞത്. അപ്പോ ഗുരുദേവൻ ആദ്യം പറഞ്ഞ അതാണ്, നാം ശരീരമല്ല, അറിവാകുന്നു. ഈ പ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ എനിക്ക് ശരീരം ഇല്ലാതായാലും എന്ന് പറഞ്ഞു. പിന്നെ ഗുരു പറഞ്ഞു, ഞാൻ എന്തിനാണ് അവതരിച്ചത്? ഈ ജീവനെടുത്ത്. ഇതുപോലെ പരബ്രഹ്മ അവതരിച്ചതാണ് സത്യത്തിൽ നമ്മുടെ കൃഷ്ണ ഭഗവാൻ. പരബ്രഹ്മ അവതരിച്ചതാണ് പിന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ, ശ്രീരാമചന്ദ്ര ഭഗവാൻ. ഇതൊക്കെ അറിയാലോ, ദശാവതാരമൊക്കെ അറിയില്ലേ? അങ്ങനെ ദൈവം ഒരുപാട് അവതരിച്ചിട്ടുണ്ട്, പല രൂപത്തിൽ, പല വേഷത്തിൽ, ഓരോ ആവശ്യങ്ങൾക്കാണ്. അതൊരു ഗുരുദേവൻ അവതരിച്ചത് ഈ അധസ്ഥിതാവസ്ഥയിൽ കണ്ണുനീരിൽ മുങ്ങി കിടക്കുന്ന ജനതയെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഗുരുദേവൻ വന്നിട്ട് എന്ത് പറഞ്ഞത് അറിയാമോ? ഗുരുദേവന്റെ പിന്നെ സുബ്രഹ്മണ്യ കീർത്തനത്തിൽ ഗുരു എന്താ ചെയ്യാൻ പോകുന്നു, എന്തിനാ വന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയാമോ? കഷ്ടം ദീനം പിടിച്ചോ മതിരയത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉദ്ദിഷ്ടോദ്ദിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതിപ്പോൾ. അതാ ഗുരു പറയുന്നത്. എന്താണെന്നറിയാമോ? കഷ്ടം ദീനം പിടിച്ചോ മതിരയത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉദ്ദിഷ്ടോദ്ദിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതിപ്പോൾ. എന്താന്ന് മനസ്സിലായോ? കഷ്ടം ദീനം പിടിച്ചെന്ന് പറഞ്ഞാൽ എന്താ? ദീനം എന്ന് പറഞ്ഞാൽ എന്താ? അവിടുത്തെ അർത്ഥം അറിയാം? അസുഖമല്ലേ? ഒരു അന്നത്തെ മനുഷ്യരുടെ കാര്യം പറഞ്ഞു. അസുഖബാധിതരായി കിടക്കുന്ന മനുഷ്യർ. പിന്നെ മധുര അത് കുടിച്ചു. അതെന്താണെന്നറിയോ? അന്ന് അറിവില്ലാത്ത മനുഷ്യർ കുറെ പേരൊക്കെ എന്തായിരുന്നു? കുറച്ച് കുടിച്ചിട്ടും നാശമായി, ആരോഗ്യം പോയി, കുടുംബവും പ്രശ്നമായി, സങ്കടപ്പെട്ട് കിടക്കുന്ന കാര്യമല്ലേ? പിടികിട്ടിയോ? അത് വിശദീകരിക്കണ്ടല്ലോ. മനസ്സിലായോ? അപ്പൊ അന്നത്തെ മനുഷ്യരുടെ അവസ്ഥ എന്താ? ഗുരുദേവൻ വന്നപ്പോഴത്തെ മനുഷ്യന്റെ അവസ്ഥ എന്താ?
കഷ്ടം ദീനം പിടിച്ചോ മതിലേത് പിടിച്ചോ കിടക്കുന്ന ലോകരാണ്. അങ്ങനെ അധസ്ഥിതാവസ്ഥയിൽ കിടക്കുന്ന ലോകരാണ്. അവർക്ക് എന്ത് ചെയ്യണം? ഉത്തിഷ്ടോദിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതിപ്പോൾ അവരെ എന്ത് ചെയ്യണം? ഈ നദിയിൽ മുക്കണം. ഏത് നദിയിലാണെന്നറിയാമോ? അറിവിന്റെ നദിയിൽ, ജ്ഞാനമാകുന്ന നദിയിൽ ജ്ഞാനസ്നാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്ര നേരം പറഞ്ഞ നിങ്ങൾ മനസ്സിലായി കാണും. അവർക്ക് എന്ത് കൊടുക്കണം? ഈ അറിവില്ലായ്മയിൽ രോഗബാധിതരായി മദ്യമൊക്കെ സേവിച്ച് നശിച്ചു കിടക്കുന്നവർക്ക് ഞാൻ എന്ത് കൊടുക്കണം? അവരെ ഉയർത്താൻ വേണ്ടി അറിവ് കൊടുക്കണം. അറിവാകുന്ന നദിയിൽ അവരെ മുക്കണം. മനസ്സിലായോ? ഇപ്പൊ കാര്യം പിടികിട്ടിയില്ലേ? അതിനാണ് ആര് വന്നത്? ഗുരുദേവൻ അവതരിച്ചത്. ഇനി ഗുരു എന്താ ചെയ്യാൻ പോകുന്നത് അറിയാമോ? ഗുരുദേവൻ ചെയ്യാൻ പോകുന്നത് എന്താന്ന് 1888 അരുവിപ്പുറത്ത് ആദ്യമായി നടത്തിയ പ്രതിഷ്ഠയ്ക്ക് ശേഷം എഴുതി പ്രഖ്യാപിച്ചു. 1888 ആദ്യം നടത്തിയ പ്രതിഷ്ഠ അറിയുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ. അത് ശിവപ്രതിഷ്ഠയല്ലേ? എല്ലാവർക്കും അറിയാലോ അല്ലേ? അതെ. എന്നിട്ട് അവിടെ എന്താ എഴുതി വെച്ചതെന്നറിയാമോ? ഇതാണ് ഗുരു ചെയ്യാൻ പോകുന്നത്. ഞാൻ സമയം ഇങ്ങനെ നോക്കുന്നില്ല കേട്ടോ. എന്താ ചെയ്യാൻ പോണത്? എഴുതി വെച്ചത് ആർക്കാ ഓർമ്മയുണ്ടോ? ഞാൻ പറയാം. അത് പാടിയിട്ടാണ് ആദ്യമായി യേശുദാസ് സിനിമാ ഗാനത്തിലേക്ക് കടന്നു വന്നത്. പിടികിട്ടി. KJ യേശുദാസ് ഗായകനാഥ് അവിടെ തൊട്ടാ കുഞ്ഞെന്ന് വിളിച്ചാൽ വിഷമമുണ്ടോ? ചെറിയ കുട്ടിയല്ലേ ഈ കുട്ടി, ആ കുട്ടിയൊക്കെ. അപ്പൊ എനിക്ക് ഒരുപാട് വയസ്സല്ലേ തോന്നാത്ത. അപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആ പാട്ട് ആർക്കും ഓർമ്മയുണ്ടോ? യേശുദാസ് പാടി എല്ലാവർക്കും അറിയാലോ. അതാ അവർക്കറിയാം. ഇത് എത്ര ഉള്ളൂ? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. അല്ലേ? മനസ്സിലായോ? ഒന്ന് അത് നല്ലോണം ഒന്ന് മനനം ചെയ്യണം നിങ്ങൾ. അതിനൊരു പ്രധാന കാരണമുണ്ട്. നമ്മളെ പലരും പുറത്ത് വെച്ച് കളിയാക്കുന്നത് വേറൊരു പേര് പറഞ്ഞിട്ടാ. ഞാൻ പറയാം, കേട്ടോളി. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇതല്ലേ എഴുതി വെച്ചത്? അതെല്ലാവർക്കും അറിയില്ലേ? ഇനി എന്റെ അർത്ഥം എന്നാലും ചോദിക്കേ. ജാതി ഭേദം ഇല്ലാതെ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ പറയണം? ജാതി ഭേദമില്ലാതെ എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ ജാതി അവിടെ ഉണ്ടോ ഇല്ലയോ? ആലോചിച്ച് പറയാം. ജാതി ഭേദമില്ലാതെ. ജാതി ഉണ്ടോ ഇല്ലയോ? ജാതി ഇല്ലാതെ നല്ലല്ലോ എഴുതിയത്. സാറെ ശ്രദ്ധിച്ചോ? ജാതി ഭേദമില്ലാതെ എന്ന് പറഞ്ഞാൽ ജാതി ഉണ്ട്. പിന്നെ ഏതാ ഇല്ലാതാവേണ്ടത്? ഭേദം. പിടികിട്ടിയോ? ഇത് നല്ലോണം ശ്രദ്ധിക്കണം. കാരണം നമ്മളെ പലരും കളിയാക്കുന്നത് ഇപ്പോഴും അത് വെച്ചിട്ടാ. ജാതി ഭേദം ഇല്ലാതെ, മതദ്വേഷം ഇല്ലാതെ. മതം ഉണ്ടോ? ഉണ്ട്. പിന്നെ ഏതാ ഇല്ലാതാവുന്നത്? മതവിദ്വേഷം എന്ന് പറഞ്ഞാൽ മതത്തിന്റെ പേര് ശത്രുത ഇല്ലാതെ. പിടികിട്ടിയോ? ഒന്നുകൂടെ നോക്കിയേ. ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ, ജാതിപരമായ ഭേദമില്ലാതെ. അപ്പൊ എന്തവിടെ ഉണ്ട്? ജാതി അവിടെ ഉണ്ട്. പിന്നെ എന്താ ഇല്ലാതാവുന്നത്? ഭേദം, വ്യത്യാസമില്ലാതെ. മതദ്വേഷമില്ലാതെ എന്ന് പറഞ്ഞാലോ? മതദ്വേഷമില്ലാതെ എന്ന് പറഞ്ഞാലോ? മതദ്വേഷമില്ലാതെ എന്ന് പറഞ്ഞാലോ? പിടിയിട്ടില്ല. മതവിദ്വേഷമില്ലാതെ എന്ന് പറഞ്ഞാൽ മതം അവിടെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായോ? അതായത് ഗുരുദേവൻ വിഭാവനം ചെയ്ത ലോകത്തിൽ ജാതി നിർത്തലാക്കാൻ പറഞ്ഞില്ല. മനസ്സിലായോ? മതം നിർത്തലാക്കാൻ പറഞ്ഞില്ല. ഒരു ദൈവത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞില്ല. മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പിടികിട്ടിയോ? എന്നാൽ ഗുരു നമുക്ക് പറഞ്ഞു തന്ന സനാതന ധർമ്മം എന്താണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. ഈ സമയം കുറഞ്ഞു ചുരുങ്ങി എന്നാണ് എന്നോട് സൂചിപ്പിച്ചത്. അത് എനിക്കും തോന്നിയിട്ടുണ്ട്. ഞാൻ ചുരുക്കി പറയാൻ പറ്റുമോ നോക്കാം. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഇവിടെ ജാതി ഒരു സംവിധാനം വന്നുപോയില്ലേ? ആ സംവിധാനം നിർത്തലാക്കാൻ പറഞ്ഞാൽ എല്ലാവരും ജാതി നിർത്തലാക്കുമോ? നിങ്ങൾക്കറിയാലോ, ഞാൻ വിശദീകരിക്കണ്ടല്ലോ. ഇന്ന് നമ്മൾ ഹിന്ദുക്കൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ജാതിയായി മനുഷ്യജാതി ആകണമെന്ന് പറഞ്ഞാൽ എല്ലാവരും വരുമോ? അതിനോ? വരില്ലല്ലോ. ഇനി മുതൽ നമ്മൾ ലോകത്തിലുള്ള എല്ലാ മതക്കാരും ഒറ്റ മതമാകണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇനി മുതൽ നമ്മളെല്ലാവരും ഓരോ ഒറ്റ ദൈവത്തെ ആരാധിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ തരുമോ? ക്രിസ്ത്യാനികൾ വരുമോ? ഹിന്ദുക്കൾ വരുമോ? മുസ്ലിങ്ങൾ വരുമോ? അപ്പോൾ ഇത് നടക്കുമോ? കാരണം സംവിധാനം ആയിപ്പോയത് മനുഷ്യൻ പറഞ്ഞാൽ കേൾക്കൂലല്ലോ. അതുകൊണ്ട് ഗുരുദേവൻ മനസ്സിലായി ഇത് അങ്ങനെ നടക്കൂല. അപ്പൊ ഗുരു കണ്ട എളുപ്പ വഴി എന്താണെന്നറിയാമോ? പ്രായോഗികമായ മാർഗം ഗുരു കണ്ടുപിടിച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന അടിസ്ഥാന തത്വത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാം. പക്ഷെ നേരിട്ട് ജാതി നിർത്തലാക്കിയിട്ടല്ല, നേരിട്ട് മതങ്ങളെല്ലാം ഒന്നാക്കിയിട്ടല്ല, നേരിട്ട് ഒറ്റ ഈശ്വരാരാധനയിലേക്ക് കൊണ്ടുവന്നിട്ടല്ല. അതിന് ഗുരു കൊണ്ടുവന്ന പ്രായോഗിക മാർഗമാണ് എന്താണ്? ജാതി ഭേദം മാറിയാൽ മതി. ഒന്ന്, അപ്പൊ എല്ലാവരും ഒരു ജാതി പോലെ ആവുക. അതിന് ഉദാഹരണം ഇതിലെ ബസ് പോകുന്നുണ്ട്, ഉണ്ടല്ലോ, ഉണ്ടോ? ഞാൻ ഇന്ന് രാവിലെ മുക്കത്ത് നിന്ന് പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ബസ്സിലാണ് പോകുന്നത്. അത് പറയാലോ എനിക്ക്. ആ കണ്ടക്ടർ എന്നോട് ഏതാ ജാതി എന്ന് ചോദിച്ചില്ല. എന്തുകൊണ്ടാ ചോദിക്കാത്തതെന്ന് അറിയാമോ? കണ്ടക്ടറും ക്ലീനറും ചോദിച്ചില്ല. എന്താ ചോദിക്കാത്തത് മനസ്സിലായോ? ആ ബസ്സിന്റെ അകത്ത് ജാതി അടിസ്ഥാനത്ത് സീറ്റ് ഇല്ലാത്തതുകൊണ്ടല്ലേ. അപ്പൊ ആ ബസ്സിന്റെ അകത്ത് ജാതി ഭേദമുണ്ടോ? അപ്പൊ ആ ബസ്സിൽ ആര് കയറിയാലും ജാതി പ്രശ്നമാണോ?
ഇന്ന് മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ജാതിയുടെ പേരിൽ മുൻഗണനയും പിൻഗണനയും ഇല്ലാതെ തുല്യതയോടുകൂടിയാണെങ്കിൽ, ജാതി പരിഗണിക്കുന്നില്ലെങ്കിൽ, ജാതി നമ്മുടെ വീട്ടുപേര് പോലെ തറവാട്ടുപേര് പോലെ ആരെ ബാധിക്കുന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെ ആയ പോരെ? അപ്പൊ എല്ലാവരും ഒരു ജാതി പോലെ ആവില്ല. അങ്ങനെയല്ലേ ഇപ്പൊ കേരളത്തിലുള്ളത്? അങ്ങനെയല്ലേ ഇപ്പൊ കേരളം? അപ്പൊ ഒരു ജാതി നിർത്തലാക്കാൻ പറഞ്ഞാൽ നിർത്തുവോ? ഇപ്പോഴും പലരുടെ പേര് നോക്കിക്കുക, പേര് തെറ്റത്തുണ്ട്, അവരൊഴിവാക്കുവോ? ആരും മാറൂല. അപ്പൊ മനസ്സിലായോ? പിടികിട്ടിയോ? അപ്പൊ അപ്പൊ ജാതി ഭേദമില്ലാതെ എല്ലാവരും ഒരു ജാതി പോലെ, ഒരു ജാതി ആയില്ലെങ്കിൽ ഒരു ജാതിയിൽ എന്ന പോലെ ഭേദം മാറുക. പിന്നെ മതദ്വേഷം, മതത്തിന്റെ പേരിൽ കലഹം ഉണ്ടാക്കണ്ട. എന്താ കാരണം? മതങ്ങളിലെ ഒന്ന് തന്നെയാണ്. ഗുരു പറഞ്ഞില്ലേ, പല മതസാരവും ഏകമെന്ന് പാരാതുലകിൽ ഒരു ആനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലമത് പോലെ അലയാതെ മറന്നിട. എല്ലാ മതങ്ങളുടെയും സാരം എന്താണ്? എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാ. കാരണം ദൈവം എത്രയുണ്ട്? ഇതുവരെ നമ്മൾ പഠിച്ചോ? ദൈവം എത്രയുണ്ട്? ദൈവം ഒന്നല്ലേ ഉള്ളൂ. അത് എങ്ങനെയാണെന്ന് പറയാം, ആളുകൾ പലതരത്തിൽ വിളിക്കാം. അതും ഗുരുദേവൻ എഴുതി തരുന്നുണ്ട്. എന്താ പറയാ? ശ്രീബുദ്ധൻ ഭഗവാൻ ക്രിസ്തു, കള്ള ശ്രീ പരമേശ്വരൻ, ശ്രീകൃഷ്ണൻ എന്നിപ്പേരോതി അങ്ങേ വാഴ്ത്തുന്നു മനുഷ്യർ, എല്ലാം ഭഗവാൻ ഒരാളെന്ന് ഞങ്ങൾക്കൊക്കെ അറിഞ്ഞിടാം. മനസ്സിലായി പറഞ്ഞത്? ശ്രീബുദ്ധൻ ഭഗവാൻ ക്രിസ്തു, അള്ളാ ശ്രീ പരമേശ്വരൻ എന്നീ പേരോതി, ശ്രീകൃഷ്ണൻ എന്നീ പേരോതി അങ്ങേ വാഴ്ത്തുന്നു മനുഷ്യർ, എല്ലാം ഭഗവാൻ ഒരാളാണ്. ആർക്കറിയാം? നമുക്കറിയാം. നേരത്തെ പറഞ്ഞില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ എന്താണ്? അപ്പൊ ഏത് മതത്തിൽ വിശ്വസിച്ചാലും അവിടുന്ന് പുഴ ഒഴുകുന്നുണ്ട്, ഇവിടുന്ന് ഒഴുകുന്നുണ്ട്, അപ്പുറത്ത് ഒഴുകുന്നുണ്ട്, എല്ലാം എവിടെ ചെന്ന് ചേരാൻ പോകുന്നത്? ഒരേ കടലില്ല അല്ലേ? അപ്പൊ ഏത് മതത്തിൽ വിശ്വസിച്ചാലും ആളുകൾ എവിടെ തന്നെ എത്തിക്കോളും? ആ ഈശ്വര സന്നിധിയിൽ എത്തിക്കോളും. അപ്പൊ നമ്മൾ മതത്തിന്റെ പേരിൽ അടികൂടണം. അവരുടെ അടിസ്ഥാനത്തിൽ അവർ പ്രാർത്ഥിക്കട്ടെ, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിൽ പ്രാർത്ഥിക്കട്ടെ, മറ്റവർ അങ്ങനെ പ്രാർത്ഥിക്കട്ടെ. ആകെ വ്യത്യാസം നമ്മൾ പ്രാർത്ഥിക്കുന്നതിലും ആചാരാനുഷ്ഠാനങ്ങളിലും അല്ലേ ഉള്ളൂ. മതത്തിന്റെ എല്ലാ തത്വം സത്യത്തിലും സ്നേഹവും സാഹോദര്യവും ഒക്കെ അല്ലേ, കരുണയൊക്കെ തന്നെ അല്ലേ? ഇത് ഗുരു പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞതാണ്, ചുരുക്കം ഇതാണ്. ഗുരു ആഗ്രഹിക്കുന്നത് ഈ നാട്ടിലെ എല്ലാ മനുഷ്യരും ജാതി പോലെയുള്ള വ്യത്യാസങ്ങളില്ലാതെ സമത്വത്തോടെ, മതകലഹം പോലെയുള്ള വിദ്വേഷങ്ങളില്ലാതെ സാഹോദര്യത്തോടെ, സോദരത്വേന, ഉദരം എന്ന് പറഞ്ഞാൽ എന്താ? ഉദരം, വയറ്. സോദരം എന്ന് പറഞ്ഞാൽ ഒരേ ഉദരം. ഒരേ ഉദരത്തിൽ പിറക്കുന്നവർ എന്താ വിളിക്കാം? സഹോദരർ അല്ലെ? ഒരമ്മ പറ്റ മക്കള്. അപ്പൊ ഈ ജനങ്ങൾ എങ്ങനെ ജീവിക്കണം? ജാതി പോലുള്ള വ്യത്യാസങ്ങളില്ലാതെ സമത്വത്തോടെയും, മതപരമായ കലഹങ്ങളോ വിദ്വേഷങ്ങളോ ഇല്ലാതെ മതസാഹോദര്യത്തോടെയും ഒരമ്മ പറ്റ മക്കളെ പോലെ ജീവിക്കുന്ന നാടാണ് ആര് വിഭാവനം ചെയ്തത്? ഗുരുദേവൻ വിഭാവനം ചെയ്തത്. അതെന്തുകൊണ്ടാണെന്ന് കൂടി മനസ്സിലാക്കണം. ഈ ജാതി ഒന്നാക്കാൻ ശ്രമിച്ചാൽ അവിടെ വിജയിക്കാൻ പോകുന്നില്ല. കാരണം മനുഷ്യർ മാറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ? ആരോ സമ്മതിക്കാം. നമ്മളിപ്പോ തന്നെ ഈ അങ്ങാടി കൂടെ നമ്മുടെ മഞ്ഞക്കൊടിയും പിടിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ജാഥ നടത്താം. ഞങ്ങൾ ജാതി ഉപേക്ഷിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് ഇനി മുതൽ ജാതിയില്ല, ഞങ്ങൾ മനുഷ്യജാതിയാണ്. അപ്പൊ പീഡിയ നിൽക്കുന്നവരൊക്കെ പറയും അതാ ജാതി ഇല്ലാത്തൊരു ജാതി കാണുന്നു. അതല്ലേ പറയുള്ളൂ? എല്ലാവരും കൂടെ കൂടുവോ? ഇല്ലെന്ന് ചരിത്രമൊക്കെ എനിക്കറിയാം, ഞാനതിന് പോകുന്നില്ല. അപ്പൊ ഇതാണ് അതിന്റെ മെത്തേഡ്. എങ്ങനെയാണ്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? മനസ്സിലായോ? ഓക്കെ ആണോ? ഇനി വേറെ നിർത്താണ്. അപ്പൊ ഇതാണ് ഗുരു വിഭാവനം ചെയ്ത് മനസ്സിലായി. ഇത് എങ്ങനെ സാധിച്ചെന്നും കൂടി പറഞ്ഞാൽ തീരും കേട്ടോ. ദേഷ്യം വരുന്നുണ്ടോ? ഇല്ലല്ലോ, നല്ല കുട്ടിയാണ്. അപ്പൊ ഇത് എങ്ങനെ സാധിച്ചെന്നും കൂടി പറയാൻ ഞാൻ 2 മിനിറ്റ് കൊണ്ട് തീർക്കാൻ നോക്കാം സുഹൃത്തുക്കളെ. അപ്പൊ ഭേദം മാറിയ പോരെ? ജാതി ഏതാണെന്ന് തിരിച്ചറിയാൻ ഭേദം മാറിയ പോരെ? അപ്പൊ ഒരു ജാതി ആവൂലേ മനുഷ്യൻ? അതുപോലെ ആവൂലേ സാർ? മനസ്സിലായോ? ഇനി ഞാൻ നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുന്നത്, അന്ന് എങ്ങനെയാ ജാതി തിരിച്ചറിയുന്നത്? അറിയോ? ഒരാള് പനേന്റെ മുകളിൽ എത്തുന്നുണ്ട്, ഏതാ ജാതി? നമ്പൂതിരിയല്ലേ? എങ്ങനെയാ തിരിച്ചറിയുന്നത്? ഇപ്പൊ മനസ്സിലായില്ലേ? തൊഴിൽ നോക്കിയാൽ എന്തറിയാം? ജാതി അറിയാം, ഉറപ്പാണല്ലോ. ഇപ്പൊ നമ്മുടെ നാട്ടില് പിന്നെ എല്ലാവരും മുണ്ട് വള്ളിത്തട്ട കൊടുക്കുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഹിന്ദു ഏതാ മുസ്ലിം ആണെന്ന് അറിയാൻ പറ്റും? ഹിന്ദുക്കളും ഇടത്തോട്ട് കൊടുക്കുന്നവരുണ്ട്, പക്ഷെ ബഹുഭൂരിപക്ഷം ആരോ ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരില്ലേ ഇടത്തോട്ട് കൊടുക്കുന്നത്. എല്ലാവരും വലത്തോട്ട കൊണ്ട് കൊടുക്കുന്നെങ്കിലും വസ്ത്രം നോക്കിയിട്ട് ആളെ അറിയാൻ പറ്റും? ഇല്ല. അപ്പൊ അന്നത്തെ കാലത്ത് എന്താ സ്ഥിതി? നല്ല വസ്ത്രം കയറ്റി, പെണ്ണുങ്ങളാണെങ്കിൽ കയറ്റി കെട്ടിയിട്ടുണ്ട് താഴെ വരെയുണ്ട്, ആണുങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നല്ല നേരിയതൊക്കെ പുറത്ത് നടക്കാണ്. താണജാതി ആണെങ്കിൽ എങ്ങനെ വസ്ത്രം ധരിച്ചെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. എങ്ങനെ ധരിച്ചിരുന്നേ? അരയ്ക്ക് താഴെ, ആദ്യം വന്നവർക്ക് ഓർമ്മയില്ലേ? എങ്ങനെ താണജാതിയുടെ വസ്ത്രം? അരയ്ക്ക് താഴെ, മുട്ടിന് മുകളിൽ. അതും മറ്റൊരു ഉടുക്കുന്നവർ ഉടുത്താൽ തിരിച്ചറിയാൻ പറ്റുമോ? അതിനാ ഞാൻ നേരത്തെ വലത്തോട്ട് ഉടുത്താന്ന് പറഞ്ഞു. മനസ്സിലായോ? പിന്നെ പേര് കണ്ടാൽ അറിയാവില്ലയോ? അറിയത്തില്ലായിരുന്നോ? പേര് കേട്ട ജാതി അറിയാമായിരുന്നില്ലേ? ഇല്ലേ? പരമേശ്വരൻ, കാർത്തികേയൻ, കേശവൻ, അങ്ങനെയുള്ള നല്ല നല്ല പേരുകൾ ആർക്കായിരിക്കും? ശ്രീദേവി എന്നൊക്കെയുള്ള പേര് ആർക്കായിരുന്നു? ഉയർ ജാതി. അത് ഇടാൻ പറ്റുമല്ലോ താണജാതിക്കാർക്ക്. അപ്പൊ ആ പേരെല്ലാവരും ഇട്ടാലോ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? പിടികിട്ടിയോ? അപ്പൊ ഞാൻ ഒന്ന് ചുരുക്കി പറയാം. അപ്പൊ ഗുരുദേവൻ എന്ത് പറഞ്ഞു അറിയാമോ? എല്ലാവർക്കും നല്ല പേരിടാൻ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു? ഈ ഉയർന്ന ജാതിക്കാർ ഇടുന്ന പേര് എല്ലാവരും ഇട്ടാൽ പിന്നെ ജാതി അറിയാൻ പറ്റുമോ? അതുപോലെ ഗുരുദേവൻ എന്തെന്ന് അറിയാമോ? എല്ലാവരും എല്ലാ തൊഴിലും ചെയ്യാൻ പറഞ്ഞു. അതിന് ഗുരു ആദ്യം ചെയ്ത തൊഴിൽ ഏതെന്ന് അറിയാമോ?
ഗുരു ആദ്യം ചെയ്ത തൊഴിലാണെന്നറിയാം, ബ്രാഹ്മണർക്ക് മാത്രം അവകാശപ്പെട്ടിരുന്ന പ്രതിഷ്ഠാകർമ്മം ആര് നിർവഹിച്ചു? ബ്രാഹ്മണർക്ക് മാത്രം അവകാശപ്പെട്ട പ്രതിഷ്ഠ ആര് നിർവഹിച്ചു? ഗുരുദേവൻ ചെയ്തില്ലേ? ആ ചെയ്തതിന് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. അതിൽ ഒന്നെന്താണെന്നറിയാമോ? ഈ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കാൻ ജാതി ബാധകമല്ല, ഏത് ജാതിക്കാർക്കും ചെയ്യാൻ പറ്റും, അറിവും ശുദ്ധിയും ഉണ്ടായാൽ മതി എന്ന്. മനസ്സിലായോ? എന്നിട്ട് ഗുരു അവിടെ നിർത്തിയില്ല. ശിവഗിരിയിൽ ബ്രഹ്മവിദ്യാലയം സ്ഥാപിച്ചു. എന്നിട്ട് അവിടെ പറയൻ, മുലയൻ, വെള്ളാളൻ, വെളുത്തേടം, തീയൻ, അതുപോലെ ഈഴവൻ തുടങ്ങിയ നായരടക്കമുള്ള എല്ലാ ജാതിയിലും പെട്ട കുട്ടികളെ എന്ത് ചെയ്തു? ബ്രഹ്മവിദ്യ പഠിപ്പിച്ചു. എന്നിട്ടോ ബ്രഹ്മവിദ്യ പഠിപ്പിച്ചിട്ട് ഗുരുദേവൻ തന്നെ നേരിട്ട് 33 ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അതുപോലെ SNDP ശാഖകളുടെ ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ പിന്നെ ആരാ പൂജാരിമാരായെന്ന് നിങ്ങൾക്ക് അറിയാമോ? പൂജാരിമാര് ഇവരാണ്. മഹാത്മാഗാന്ധി ശിവഗിരിയിൽ ഗുരുദേവനെ കാണാൻ വന്നപ്പം ആ ശാരദാമഠത്തിൽ നിന്ന് പ്രാർത്ഥന ചൊല്ലുന്നത് 2 പുലയബാലന്മാരാണ്. ഇപ്പൊ നമ്മുടെ കുട്ടികൾ ചൊല്ലിയില്ലേ? ആ മോള് ചൊല്ലിയില്ലേ? ദൈവദശ ആരാ ചൊല്ലിയത്? പുലയബാലനാണ്. പൂജാരി ആരാണ്? പുലയനും പറയുന്നൊക്കെയാണ് ഒക്കെയാണ്. ഇപ്പൊ മനസ്സിലായി നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ സമയമില്ലാത്തതുകൊണ്ട് പറയുമ്പോൾ ശരിയാവുന്നില്ല. നോക്കൂ, ഇനി നോക്കിക്കേ, അന്ന് പൂജാരി ആണെങ്കിൽ ഏതാ ജാതി? ഈ പറയുന്ന എല്ലാ ജാതിക്കാരും പൂജ പഠിച്ച് പൂജ ചെയ്യുന്നതിന് മുമ്പ് പൂജാരി ആണെങ്കിൽ അയാൾ ഏതാ ജാതി? ബ്രാഹ്മണനാണെന്ന് ഉറപ്പല്ലേ? ഇന്ന് അങ്ങനെ പറയാൻ പറ്റുമോ? ഇന്ന് എന്റെ നാട്ടിൽ ക്ഷേത്രത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് ആ പൂജാരി ബ്രാഹ്മണനാണെന്ന് പറയാൻ പറ്റുമോ? ജോലി കണ്ടിട്ട് ആളെ പറയാൻ പറ്റുമോ? എന്റെ നാട്ടിൽ കൂടരഞ്ഞി ക്ഷേത്രത്തിൽ തീയനാ പൂജാരി. ക്ഷേത്രത്തില് ഇഷ്ടംപോലെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ SNDP ക്ഷേത്രം അല്ല, സാധാരണ ക്ഷേത്രം. മനസ്സിലായി പറഞ്ഞത്? അപ്പൊ തൊഴിൽ എല്ലാവരും എല്ലാ തൊഴിലും ചെയ്യാൻ പോയാൽ തൊഴിൽ കണ്ടിട്ട് ആളെ അറിയാൻ പറ്റുമോ? ജാതി അറിയാൻ പറ്റുമോ? ഇനി പേര് നന്നാക്കിയാലോ? ഇത് അവിടെ തന്നെ ഓർക്കുന്നുണ്ട്, ഒരു കുട്ടിക്ക് ഗുരുദേവൻ പേര് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഒരു കുട്ടിക്ക് ഉദാഹരണത്തിന് കുട്ടിക്ക് ശ്രീദേവൻകുട്ടി എന്ന് പേരിട്ടു. ഒരു പുലയന്റെ വീട്ടിലെ കുട്ടീനെ ശ്രീദേവൻകുട്ടി എന്ന് പേരിട്ടു. ഈ ശ്രീദേവൻകുട്ടി കുളത്തിൽ കുളിക്കാൻ പോയിട്ടോ, താഴെ മലേന്റെ മുകളിൽ നിന്ന് താഴെ കുളിക്കാൻ പോയി. ഈ കുളിക്കാൻ പോയിട്ട് കുട്ടി തിരിച്ചു വരാവുന്നത് വൈകുന്നത് കേട്ടിട്ട് അമ്മ വിളിച്ചു, വൈകാ കുട്ടി. അപ്പൊ കുട്ടീനെ വിളിക്കാണ്, ശ്രീദേവൻകുട്ടിയേ മണ്ടി വരുമോ എന്ന് പറഞ്ഞു. മണ്ടി വരാന്ന് പറഞ്ഞാൽ അറിയാമോ? വേഗം വരാനുള്ള നമ്മുടെ മലബാറിൽ പ്രയോഗമില്ലേ? ഇത് കേട്ടോണ്ട് വരുന്നുണ്ട് സാവിത്രി അന്തർജനം. സാവിത്രി അന്തർജനം എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ മനയിലെ അന്തർജനാണ് ആശുപത്രി മരുന്ന് മേടിക്കാൻ പോയതാ പനിയായിട്ട്. ഇവരവിടുന്ന് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വെയിൽ കൊണ്ട് ഇങ്ങനെ വരികയാണ്. അങ്ങനെ വിറച്ച് ഇങ്ങനെ വരുമ്പോഴാണ് കേൾക്കുന്നത് ശ്രീദേവിക്കുട്ടിയെ മണ്ടി വരുമെന്ന്. അപ്പൊ ഈ ശ്രീദേവിക്കുട്ടി കയറി വരുന്ന കണ്ടു കഴിഞ്ഞപ്പോ ഈ അന്തർജനം വിചാരിച്ചു ശ്രീദേവിക്കുട്ടി എന്ന് പറഞ്ഞ അക്കാലത്ത് പേര് ആർക്കേ ഉള്ളൂ? അന്തർജനത്തിനേ ഉള്ളൂ. അപ്പൊ ഉടനെ തന്നെ അവര് വിറച്ചു വരുന്നെന്ന് പറഞ്ഞു, കുട്ടി അങ്ങോട്ടൊന്ന് നിൽക്കുക, നമ്മുടെ കയ്യിൽ അങ്ങോട്ട് പിടിക്കുക, വല്ലാണ്ട് അങ്ങോട്ട് വിറക്കണ്, ഒന്നും ഇല്ലത്തെ അങ്ങോട്ട് ഉണ്ടാക്കുക. കുട്ടി കൈ പിടിച്ചോണ്ട് പോയി. കുറച്ചൊക്കെ എത്തിയപ്പോ ചോദിച്ചു, നിന്റെ ഇല്ല ഏതാണ്? ഏതോ ഇല്ലോ എന്ത്? അപ്പൊ നീ ഏതാണ്? ഞാൻ ചാത്തമ്പുലേന്റെ മോളാണ്. ആ ശ്രീകരം, ആ ശുദ്ധാക്കിയില്ലോ, സ്വാമിനി എന്താ കാട്ടുക എന്ന് ചോദിച്ചിട്ട് അവര് പോയിട്ട് കുളത്തിൽ മുങ്ങി കുളിച്ചു. അത് ടൈഫോയിഡായി മാറി. 4-ാം ദിവസം വെച്ച്. അപ്പൊ പേര് കേട്ടാ ജാതി അറിയാൻ പറ്റുമോ? ഞാൻ ഉദ്ദേശം മനസ്സിലായി ഗുരു ചെയ്തത്. എല്ലാവരുടെയും പേര് ഒരുപോലെ ഇട്ടു. ആരുടെ പേര്? താണജാതിക്കാരുടെ പേരല്ല ഇട്ടു. പിന്നെ ഉയർന്ന ജാതിക്കാർ കുത്തകയാക്കിയ പേരെല്ലാവർക്കും ഇട്ടു. ഉയർന്ന ജാതിക്കാർ ഉടുക്കുമ്പോൾ തുണിയെടുക്കാൻ പറഞ്ഞു. ഉയർന്ന ജാതിക്കാര് ചെയ്യുന്നത് പോലെ എല്ലാ തൊഴിലും എല്ലാവരും ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ആരെങ്കിലും ഉപദ്രവിച്ചോ? എവിടെയെങ്കിലും സമരം ചെയ്തോ? പിന്നെ മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് ചുരുക്കാം. ഇനി ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് റബ്ബർ കൃഷി അറിയാമോ? റബ്ബർ ഈ നാട്ടിൽ റബ്ബർ ഉണ്ടോ? റബ്ബർ മരം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അതുകൂടെ പറഞ്ഞ് തീർത്തേക്കാം. ഒരു റബ്ബർ തോട്ടം ഇവിടെ വെച്ച് പിടിപ്പിച്ചു. ഓക്കെ ആണോ? 1 ഏക്കർ റബ്ബർ നമ്മൾ നട്ടു. 3 കൊല്ലം കഴിഞ്ഞു. ഓക്കെ, ഈ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു മരത്തിന് ഇത്ര ഹൈറ്റ് ഉണ്ട്, ഒന്ന് ഇതിലും ഹൈറ്റ് കുറവാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സമത്വം വേണമെന്നല്ലേ? എല്ലാ മരത്തിനും ഒരേ ഉയരമല്ലേ ശരിക്കും വേണ്ടത്? ഇതിന് 2 വഴിയുണ്ട്. അതിൽ ഒന്നാമത്തെ വഴി എന്താണെന്നറിയാമോ? ഈ ഉയരം ഒരുപോലെ ആക്കാൻ ഒരു വഴി, നമ്മൾ സ്കെയിൽ എടുത്തുകൊണ്ട് ഒരു നീളമുള്ളത്, എന്നിട്ട് ഏറ്റവും ഉയരം കുറഞ്ഞ മരത്തിന്റെ അളവെടുക്കുക. അപ്പൊ ഇത്ര ഉള്ളത് ആയിരിക്കാം. ഈ അളവെടുത്തിട്ട് ബാക്കി മരങ്ങൾക്കൊക്കെ അളവ് മുറിച്ചു വിട്ടാൽ പോരാ. അതിന് ഹൈറ്റ് കൂടുതലൊക്കെ മുറിച്ചാൽ സമത്വമായില്ലേ? നാട്ടുകാർ ഓടിച്ചിട്ട് നമ്മളെ തല്ലൂലേ? അതൊരു സമത്വം. എല്ലാം കൂടി നിരപ്പാക്കിയിട്ട് തുല്യത പങ്കിടുന്നു. അതല്ല ഗുരു സ്വീകരിച്ചത്. അതല്ല. പിന്നെ എന്താ സ്വീകരിച്ചത്? ഉയരം കുറഞ്ഞ മരങ്ങൾക്ക് വെള്ളവും വളവും പരിചരണവും നൽകി ഉയരം കൂടിയതിനൊപ്പം എത്തിക്കുക. പിടികിട്ടിയോ? ഇതാണ് ഗുരു സ്വീകരിച്ചത്. അതിനാണ് ഗുരുദേവൻ പറഞ്ഞത് SNDP യോഗം ഉണ്ടാക്കാൻ. എന്താ പറഞ്ഞത്? വിദ്യാഭ്യാസം നേടുക, SNDP യോഗം എന്ന സംഘടന ഉണ്ടാക്കാൻ. എല്ലാവരും ചേർന്ന് എന്ത് ചെയ്യണം? സമൂഹത്തിൽ അധസ്ഥിതരായ താഴെത്തട്ട് നിൽക്കുന്നവർക്കൊക്കെ കൂടുതൽ വെള്ളവും വളവും പരിചരണം ഒക്കെ നൽകി എന്ത് ചെയ്യണം? സമൂഹത്തിന് മുൻനിരയിൽ എത്തിക്കുക. പിടികിട്ടിയോ? അപ്പൊ SNDP യോഗത്തിന്റെ ദൗത്യം എന്താ പറഞ്ഞത്? ഓക്കെ ആണോ? അതാണ് കാര്യം. അപ്പൊ ഇങ്ങനെ
സമൂഹത്തെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് SNDP യോഗം ഉണ്ടാക്കി തന്നത്. ഗുരുദേവൻ വിചാരിച്ചത് ഇതൊക്കെ തന്നെയാണ്. ഇനി ഒരുപാട് പറയാനുണ്ട്. നമ്മൾ ചുരുങ്ങിയ സമയങ്ങൾ എല്ലാം കൂടി പറയുമ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ ആദ്യം കേട്ടത് മറന്നു പോയിട്ടുണ്ടാവും. ഏതായാലും നിർത്തട്ടെ. ഏതായിരുന്നാലും ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ 30 വർഷമായി ഈ സംഘടന അതിശക്തമായി മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ജനറൽ സെക്രട്ടറിയായി വരുന്ന സമയത്ത് 52 യൂണിയനുള്ളത് ഇന്ന് 140 യൂണിയനുകളാണ്. 3881 ശാഖകളുള്ളത് ഇന്ന് 7000 ശാഖകളായി. അതുപോലെ 10,90,285 സ്ഥിരാംഗങ്ങളുള്ളത് ഇന്ന് 32,66,325 ആയിട്ടുണ്ട്. വനിതാ സംഘം 5000 വർദ്ധിച്ചു. എല്ലാ കണക്കും ഞാൻ വായിക്കുന്നതിൽ അത്ഭുതകരമായ മാറ്റം വന്നിട്ടുണ്ട്. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞോട്ടെ. SNDP യോഗത്തിൽ നേരത്തെ ഇല്ലാതിരുന്ന 2 യൂണിറ്റുകൾ കൂട്ടിച്ചേർത്തി. അത് ഒന്ന് കുടുംബ യൂണിറ്റാണ്, പിന്നൊന്ന് മൈക്രോ ഫിനാൻസ് യൂണിറ്റുകളാണ്. ഈ മൈക്രോ ഫിനാൻസും കുടുംബ യൂണിറ്റും വന്ന ശേഷം നമ്മുടെ നാട്ടിലുണ്ടായ അത്ഭുതകരമായ പരിവർത്തനം എന്ന് പറയുന്നത് അത് പറഞ്ഞു തരാൻ സമയമില്ല, അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഇനിയും സമയമില്ലാത്തത് കൊണ്ട് പറഞ്ഞാൽ ശരിയാവില്ല. പക്ഷേ ആനുകാലികമായി നമ്മുടെ ജീവിതത്തിൽ SNDP യോഗം കൊണ്ട് എന്ത് കിട്ടും എന്ന് ചോദിക്കുന്നതിന് ഏറ്റവും നല്ല ഉത്തരം അതാണ്. അതിനൊരു 2 മിനിറ്റ് കിട്ടുമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നേരെ ഒരുപാടായി അല്ലേ? ഇനി പറയണോ? 2 മണിക്കൂർ കഴിഞ്ഞു. ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കാൻ. അപ്പൊ ഒരു സെക്കൻഡ്. അപ്പൊ അതിൽ ഏതൊക്കെ പറയണത് പറയാം. പെട്ടെന്ന് ഒരെണ്ണം പറയാം. നീ പറഞ്ഞ എന്തായാലും 5 മിനിറ്റ് കൊള്ളും. അപ്പൊ ഇവരെ നിങ്ങളെ ബുദ്ധിമുട്ടാക്കും. അവിടെ ഞാൻ അത് പറയുന്നില്ല. അതായത് ഒരു കുടുംബയോഗത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ ആളുകൾക്ക് ഉണ്ടാകുന്ന പരിവർത്തനത്തെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ അതിന്റെ കഥ മാത്രം, അതിന് തന്തുക്കൾ മാത്രം പറയാം. അതായത് ഒരു 3 ആൺകുട്ടികളുള്ള ഒരു വീട്, 3-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും ആൺകുട്ടികൾ പഠിക്കുന്നു. ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. വളരെ നിർധനനായി ഒന്നുമില്ലാത്ത കുടുംബത്തിൽ നിന്ന് കുട്ടികളെ കഷ്ടപ്പെട്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പൈസ പഠിപ്പിക്കുകയാണ്. എന്നാൽ വീട്ടിലൊരു പുതിയ ടെലിവിഷൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. അതിന് വീട്ടിൽ VCP കൊണ്ടുവന്നു. കുട്ടികളും വീട്ടുകാരും ഒരുമിച്ച് നിന്ന് TV കാണാൻ തുടങ്ങി. നാട്ടുകാരും വന്ന് കാണാൻ തുടങ്ങി. അടുത്ത പ്രാവശ്യം പരീക്ഷ വന്നപ്പോൾ ഈ 3-ലും 6-ലും 10-ലും 9-ലും പഠിക്കുന്ന സമയത്ത് ക്രിസ്മസ് പരീക്ഷയ്ക്കും എല്ലാ വിഷയത്തിനും 2-3 മാർക്കായി. അപ്പൊ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കന്യാസ്ത്രീയായ പ്രിൻസിപ്പൽ അച്ഛനെ വിളിച്ചു വരുത്തി. കുട്ടികളെ കൊണ്ടുപോകാൻ പറഞ്ഞ് TCയിൽ ഒപ്പിടാൻ വിളിച്ചതാണ്. അയാൾ ഇത് ഭംഗിയായി പറയേണ്ടതാണ്, ഞാൻ കഥ മാത്രം ചുരുക്കി പറയാം. എന്നിട്ട് അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാല് പിടിച്ചപേക്ഷിച്ചു. ഞാൻ ജീവിതത്തിൽ ഒന്നുമില്ലാത്തവനാണ്, എന്റെ മക്കളിലൂടെ രക്ഷപ്പെടാനാണ്, എന്റെ സ്വപ്നങ്ങളിൽ മക്കളാണ് എന്ന് പറഞ്ഞപ്പോൾ കന്യാസ്ത്രീ തൽക്കാലം നിങ്ങൾ കുട്ടികളെ കൊണ്ടുപോയിട്ട് അടുത്ത പരീക്ഷയ്ക്ക് ജയിക്കുകയാണെങ്കിൽ നിർത്താല്ലേ കൊണ്ടുപോകേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് TCന്റെ ഫോം ഒപ്പിടിച്ചവിടെ വെച്ചു. ഇനി നിങ്ങളെ വിളിക്കില്ല എന്ന് പറഞ്ഞു. അയാൾ വീട്ടിൽ വന്നിട്ട് 2 പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്ന വിഷയം നമ്മൾ അറിയുന്നു. നമ്മുടെ കുടുംബയോഗം അടുത്ത ദിവസം നടക്കുന്നുണ്ടായിരുന്നു. ആ കുടുംബയോഗത്തിൽ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ള ക്ലാസ് എടുത്തു. എന്ന് പറഞ്ഞാൽ ഇവരുടെയും കൂടി വിഷയം മനസ്സിലാക്കിക്കൊണ്ട് ഉഷസേവ്യ സമൃദ്ധായ ദേവ അനുസ്മരണം എന്ന് പറഞ്ഞാൽ പുലർച്ചെ എഴുന്നേറ്റ് ഈശ്വര വിചാരത്തോടു കൂടി തുടങ്ങി കുട്ടികളെ ടൈമുകൾ പ്രകാരം പഠിപ്പിക്കുന്നതും അവരെ സംരക്ഷിക്കുന്നതും നോക്കുന്നതും തുടങ്ങിയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം കേട്ട് അവർ വീട്ടിൽ പോയി. അതിനുശേഷം അവരാകമാനം മാറി. അയാൾ അതിരാവിലെ എഴുന്നേക്കും, കുട്ടികൾ കിടക്കുന്ന റൂമിൽ പോയി അയാൾ തന്നെ കുട്ടികളെ വിളിക്കും. അയാൾ വിളിച്ച് നേരെ ബാത്റൂമിൽ കൊണ്ടുപോയി 4 ബ്രഷ് എടുക്കും, 4 പേസ്റ്റ് എടുക്കും. 4 പേര് ഒരുമിച്ച് മക്കളെ കൂട്ടി ഒരുമിച്ച് നിന്ന് പല്ല് തേക്കും. തിരിച്ച് അയാൾ അടുക്കള പോയിട്ട് വെളിച്ചെണ്ണ എടുക്കും. അയാൾ കൈ ഒഴിച്ചിട്ട് അയാളും മേത്ത് തേക്കും, അയാളുടെ ശരീരത്തിൽ തേക്കും. 3 കുട്ടികളെ നെൽപ്പിക്കും, അയാൾ 3 കുട്ടികളെ കുളിപ്പിക്കും. എന്നിട്ട് തിരിച്ചു കൊണ്ടുവരുമ്പോഴത്തേക്ക് അമ്മ ബെഡ് കോഫി കൊണ്ട് കൊടുക്കും. പല്ല് തേക്കുന്നതിന് മുമ്പുള്ളത് ബാഡ് കോഫിയാണ്. പല്ല് തേച്ച് കഴിഞ്ഞാൽ ബെഡ് കോഫി. എന്നിട്ട് 3 കസേരയും മേശ അവിടെ ഇട്ട് കൊടുക്കും. അച്ഛൻ അപ്പുറത്തിരിക്കും, പഠിച്ചോളാൻ പറയും, എഴുന്നേറ്റാ തല്ലും. അങ്ങനെ 8 മണി വരെ ഇരിക്കും. കുട്ടികൾ നല്ലോണം പഠിക്കും. അത് കഴിഞ്ഞിട്ട് ഇവർ ഭക്ഷണം കഴിക്കും. നല്ല വൃത്തിയായ യൂണിഫോം ഒക്കെ ഇട്ട് വണ്ടി കയറ്റി വിടും. 5 മണിക്ക് വരുമ്പോൾ ഭാര്യയോട് പറയും, അവർ വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ നേരം അവർക്ക് കളിക്കാൻ കൊടുക്കണം. പക്ഷേ ഈ കോമ്പൗണ്ട് വിട്ട് പോകരുത്, വീട്ടിൽ തന്നെ ഉണ്ടാവണം. അത് കഴിഞ്ഞാൽ പിന്നെ വിളക്കെത്തിക്കണം, പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞാൽ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് കുട്ടികൾ ഞാൻ വരുന്ന 9 മണി വരെ, 9 മണിക്ക് രാത്രി വരുന്ന അതുവരെ കുട്ടികൾ പഠിച്ചിരിക്കണം. ഇതിനെന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ തല്ല് നിനക്ക് കിട്ടുമെന്ന് ഭാര്യയോട് പറഞ്ഞാൽ നോക്കോളാന്ന് പറഞ്ഞു. പിന്നെ അയാൾ TV എടുത്ത് മുകളിൽ വെച്ചിട്ട് പറഞ്ഞു, ഇനി മേലാൽ ഈ വീട്ടിൽ രാത്രി 10:30 കഴിയാതെ ആരെങ്കിലും TV ഓൺ ചെയ്താൽ അടിച്ച് ഞാൻ പുറം പൊളിക്കുന്നു പറഞ്ഞ് വടി അവിടെ എടുത്തു വെച്ചു. ഇത് ടൈം ടേബിൾ പ്രകാരം പോയി. കുട്ടികൾ ക്ലാസ് മുതിർന്നതായപ്പോൾ 10 മണി 10:30 TV എന്ന് പറഞ്ഞ് 12 മണിയായി. ഒടുവിൽ TV കാണാൻ തന്നെ കുട്ടിക്ക് വേണ്ടെന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോയിട്ടൊരു 2-3 കൊല്ലം അങ്ങനെ പിന്നിട്ട് പരീക്ഷ എല്ലാം കഴിഞ്ഞ് ഒരു 4-5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മൂത്ത മകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് ഡോക്ടറായി ജയിച്ചു എന്ന്. രണ്ടാമത്തെ മകൻ അത് കഴിഞ്ഞിട്ട് BDS കഴിഞ്ഞ് MDS കഴിഞ്ഞിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നു. മൂത്ത മകൻ ഡോക്ടറാണ്. ഇളയ മകൻ അന്നത്തെ 3-ാം ക്ലാസ്സുകാരൻ പഠിച്ചു മിടുക്കനായിട്ട് NIT അവിടെ ഉണ്ട്. എന്റെ നാട്ടിലുള്ള കുന്നമംഗലത്തെ NIT ഉണ്ട്, ചാത്തമംഗലം. അവിടെ നിന്ന് പഠിച്ച് പുറത്തിറങ്ങി സ്വന്തമായിട്ട് കമ്പ്യൂട്ടർ സ്ഥാപനം നടത്തുന്നു. 3 പേരും ജോലിയുള്ള പെൺകുട്ടികളെ കല്യാണം കഴിച്ച് 3 വീടും വെച്ച് നല്ല മനോഹരമായി ജീവിക്കുകയാണ്. ഈ മാറ്റം എവിടെ ഉണ്ടായെന്നറിയാമോ?
നമ്മുടെ കുടുംബ യൂണിറ്റിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ വിഷണ്ണരായിരുന്ന മാതാപിതാക്കൾക്ക് എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം എന്ന കൃത്യമായ ഒരു ക്ലാസ്, അതൊരുപാട് ഒരു അരമണിക്കൂർ പറയാനുള്ളതാണ്. അത് കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ മാറി നല്ല രക്ഷിതാവാകാൻ തീർച്ചയായിട്ടും തോന്നും, കേൾക്കുന്ന കുട്ടിക്ക് പഠിക്കാനും തോന്നും. പക്ഷേ ഇനി സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ പരിവർത്തനം ഉണ്ടാകും. ഇതുപോലെ 100 കണക്കിന് ഉദാഹരണങ്ങളിലൂടെ മനുഷ്യരെ രക്ഷിച്ച ഒരു സംവിധാനമാണ് SNDP യോഗത്തിന്റെ നമ്മുടെ കുടുംബ യൂണിറ്റുകൾ, കുടുംബ സംഗമങ്ങൾ. അതുപോലെ മൈക്രോ ഫിനാൻസ് യൂണിറ്റും. മൈക്രോ ഫിനാൻസ് യൂണിറ്റിൽ വന്ന ശേഷം എത്ര പേർ പഞ്ചായത്ത് മെമ്പർമാരായി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായി, ജില്ലാ പഞ്ചായത്തിലെത്തി. കാരണം അവരുടെ കഴിവുകളൊക്കെ പുറത്തു വന്നത് ഉപയോഗിച്ചത്. അപ്പോൾ ഇനി ഞാൻ നീട്ടി പറയുന്നില്ല, ഇപ്പം തന്നെ ഒരുപാട് നീണ്ടുപോയിട്ടുണ്ട്. ഏതായിരുന്നാലും ഇവിടെ വന്ന ആ സമയം തൊട്ട് ധാരാളം ആളുകൾ പിന്നെയും വന്നിട്ട് ഒരു പ്രയാസമില്ലാതെ എല്ലാം കേട്ടിരുന്നിട്ട് ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് ഗുരുഭക്തിയോടെ ഇരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ മലബാർ മേഖലയിലെ ഏറ്റവും നല്ല ഗുരുഭക്തരാണ് നിങ്ങൾ എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ ശാഖയുടെ പ്രസിഡന്റ്, സെക്രട്ടറി സ്വാഗതം അധ്യക്ഷ പ്രസംഗം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ബോധ്യമായിട്ടുണ്ട്. അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് മാതൃകാപരമാണ്, എളിമയോട് കൂടിയതാണ്, സ്നേഹസമ്പന്നമായി പെരുമാറാൻ അറിയാം. ഒരു നേതൃത്വത്തിന് വേണ്ട സൽഗുണങ്ങളൊക്കെ അവർക്കുണ്ടെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞു. അവരും ഗുരുഭക്തരായതുകൊണ്ട് തന്നെയാണ് അത് വിജയിക്കുന്നത്. പിന്നെ യൂണിയന്റെ ബഹുമാനായിട്ടുള്ള പ്രസിഡന്റും സെക്രട്ടറിയും അവരും അതുപോലെ തന്നെ. അപ്പോൾ ഇത്തരത്തിലുള്ള യൂണിയൻ പ്രസിഡന്റും സെക്രട്ടറിക്കുള്ളപ്പോൾ ആ യൂണിയന്റെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ പരമാവധി നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ആത്മാർത്ഥമായി നന്നായി പ്രവർത്തിച്ച് ഏറ്റവും ശക്തമായ യൂണിയനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. അതുപോലെ ഈ ശാഖയിലും എല്ലാ അംഗങ്ങൾക്കും ഞാൻ നേരത്തെ പറഞ്ഞ താഴെത്തട്ടിൽ ഏത് വിഭാഗം ഏത് തരത്തിലാണോ താഴെത്തട്ടിലുള്ളത് അവരുടെയൊക്കെ കണ്ണുനീർ തുടയ്ക്കാൻ, കൈപിടിച്ച് ഉയർത്താൻ നമുക്ക് ഒറ്റക്കെട്ടായി നിന്നാൽ സാധിക്കും. അതുപോലെ തന്നെ പുതിയ നമുക്ക് ശാഖയ്ക്ക് ഓഫീസ് ഉണ്ടാക്കണം, സ്ഥലം വാങ്ങാനുണ്ട്, യൂണിയൻ അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. അതെല്ലാം ഗുരുവിന്റെ അനുഗ്രഹത്താൽ സാധിക്കട്ടെ. ഇത്രയും നേരം ദീർഘമായി സംസാരിച്ച് ബുദ്ധിമുട്ടാക്കിയതിൽ ക്ഷമിക്കുക. ഏതായിരുന്നാലും ഇവിടെ വിളിക്കുകയും നിങ്ങൾ അവസരം തരികയും ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയമായി നന്ദി. എല്ലാ ഗുരുവിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമസ്കാരം. മുരളീധരൻ മാസ്റ്ററുടെ നല്ലൊരു പ്രഭാഷണം നമ്മൾ കേട്ടു കഴിഞ്ഞു. അടുത്തതായി മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ശശിധരൻ പാട്ടീൽ അവർക്ക് ക്ഷണിച്ചു കൊടുത്തു.